Once again, welcome back to the session, everyone. So this is a fourth day of our revision. So basically, അപ്പോൾ നമ്മുടെ last 3 days, we were discussing about the areas of 50 marks and first set of 25 marks question. And in ഈ particular session, നമ്മൾ mainly focus ചെയ്യാൻ പോകുന്നത് it's another 25 marks area. And basically നമുക്കറിയാം ബാക്കിയുള്ള എല്ലാ 4 areas ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഭാഗമായിട്ടായിരിക്കും. സോ അപ്പോൾ നമുക്ക് കുറേ ഏരിയാസ് ഉണ്ട് കവർ ചെയ്യാൻ. സോ അപ്പോൾ ഈച്ച് ഓഫ് ദീസ് ഏരിയാസ് നമുക്ക് ക്വിക്ലി നോക്കി നോക്കാം. സോ ദാറ്റ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇന്നത്തെ ഈ ഒരു റിവിഷനോട് കൂടിയിട്ട് ഏകദേശം എല്ലാ ഏരിയാസും കവർ ആയി കഴിഞ്ഞാൽ പിന്നെ യു ക്യാൻ കംപ്ലീറ്റ്ലി ഫോക്കസിങ് ഓൺ ദ ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. സോ സ്റ്റാർട്ടിങ് വിത്ത് ദ സെഷൻ, ലെറ്റ്സ് ക്വിക്ലി ഗോ ത്രൂ ദ ഏരിയ ഓഫ് ക്വാളിറ്റി കൺട്രോൾ ഫസ്റ്റ്. സോ ബേസിക്കലി ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്ന ഏരിയക്കകത്തു നിന്നും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ദ ഏരിയ ഓഫ് ക്വാളിറ്റി കൺട്രോൾ, നമ്മൾ ക്വാളിറ്റി കൺട്രോളിന്റെ ഏരിയക്കകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന സമയത്ത് നമുക്കവിടെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യൻ കോൾ റിട്രീവ് മക്കോ ആൻഡ് കോ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. സോ നോർമലി നമ്മുടെ എക്സാമിനർ ഇങ്ങനെയായിരിക്കും റിക്വയർമെന്റിൽ ചോദിക്കുക: ഇവാലുവേറ്റ് ദ ക്വാളിറ്റി മാനേജ്മെന്റ്, എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ മാറ്റേഴ്സ് ഇൻ റെസ്പെക്ട് ഓഫ് പ്ലാനിംഗ് ആൻഡ് പെർഫോമൻസ് ഓഫ് ഓഡിറ്റ് ഓഫ് റിട്രീവർ ഗ്രൂപ്പ്. റിട്രീവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ ഓഡിറ്റിന്റെ റിലേറ്റ് ചെയ്തിട്ട് ക്വാളിറ്റി മാനേജ്മെന്റ് ആൻഡ് എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ മാറ്റേഴ്സ് എന്തൊക്കെയാണ് ഉള്ളത് എന്ന് ചോദിച്ചിട്ടായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ക്വാളിറ്റി മാനേജ്മെന്റിന്റെ കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാനായിരിക്കും എക്സാമിനർ നമ്മുടെ അടുത്ത് പറയുന്നുണ്ടാവുക. സോ ബേസിക്കലി ക്വാളിറ്റി മാനേജ്മെന്റിന്റെ കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞ് നമ്മളോട് എക്സാമിനർ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ പ്രൈമറി ആയിട്ട് ചെയ്യേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് ഒരു സിനാരിയോ ഇവാലുവേറ്റ് ചെയ്യാന്നുള്ളത് പ്രോപ്പർലി ചെയ്യേണ്ടത്. So basically, scenario evaluate ചെയ്യാൻ വേണ്ടിയിട്ട് you need to ask to the scenario a set of questions. And നമ്മൾ ഇത്രയും സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് പ്രൈമറി ആയിട്ട് ചോദിക്കേണ്ടതെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നിങ്ങൾ ഒരു കമ്പനിയുടെ സിനാരിയോ തന്നിട്ട് അവിടെ ക്വാളിറ്റി മാനേജ്മെന്റ് എങ്ങനെയാണ് എൻഷുർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് അവിടെ ISA സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമാണ്. സോ ബേസിക്കലി ISA സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് ഈസ് എ സ്റ്റാൻഡേർഡ്സ് ബേസ്ഡ് ഓൺ വിച്ച് വി നീഡ് ടു പെർഫോം ആൻ ഓഡിറ്റ് എൻഗേജ്മെന്റ്. അപ്പോൾ ഓഡിറ്റ് എൻഗേജ്മെന്റ് പെർഫോം ചെയ്യാൻ നമ്മളൊരു ക്ലയന്റിന്റെ അടുത്ത് ചെല്ലുന്ന സമയത്ത് ഇന്ത്യൻ സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്തിട്ടാണ് ഓഡിറ്റ് ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ നമ്മൾ പഠിച്ച സ്റ്റാൻഡേർഡിന് എഗനിസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഇവർ പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ പഠിപ്പിച്ചപ്പോഴും പറഞ്ഞിട്ട് എക്സാമ്പിൾ ആയിരുന്നു ISA 320 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് നമ്മൾ പഠിക്കുന്നുള്ള കാര്യമാണ്. വെൻ ഇറ്റ് കംസ് ടു ദ മെറ്റീരിയാലിറ്റി, ഇനീഷ്യൽ ഫേസിൽ നമ്മൾ വൺസ് മെറ്റീരിയാലിറ്റി ഫിക്സ് ചെയ്യണം. ത്രൂ ഔട്ട് ദ ഓഡിറ്റ് നമ്മളത് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കണം. വെനെവർ നെസസറി ഇറ്റ് നീഡ് ടു ബി റിവൈസ്ഡ്. പക്ഷെ നമ്മളോട് ക്വസ്റ്റ്യൻ പറയും മെറ്റീരിയാലിറ്റി ഇവർ വൺസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ത്രൂ ഔട്ട് ദ ഓഡിറ്റ് സെയിം തന്നെയാണ് കീപ്പ് ചെയ്തേക്കുന്നത്. സോ ഫ്രം വിച്ച് വി ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ മെറ്റീരിയാലിറ്റി കമ്പ്യൂട്ടേഷൻ ഈസ് നോട്ട് ബീങ് ക്യാരിഡ് ഔട്ട് പ്രോപ്പർലി ആസ് ഇറ്റ് ഈസ് നോട്ട് ലേറ്റർ ഓൺ റിവൈസ്ഡ് ഇഫ് നെസസറി. ഇതേപോലെ തന്നെ നമ്മളോട് ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറയാണ്, നമ്മളിപ്പം ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുള്ള പോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിളിംഗ് മെത്തേഡിന് പകരം പെട്ടെന്ന് സാമ്പിൾസ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ജഡ്ജ്മെന്റൽ സാമ്പിളിംഗ് ആണ് നടത്തിയത് പറഞ്ഞിട്ടുണ്ടാവും. സോ വെൽ വി നോ ദാറ്റ് ജഡ്ജ്മെന്റൽ സാമ്പിളിംഗ് എന്ന് പറയുന്നത് comparatively it's a weaker method of selecting a sample, as every item in the population will not be having equal chance of selection. അപ്പോൾ അവിടെ ജഡ്ജ്മെന്റൽ സാമ്പിളിംഗ് ആണ് നടത്തിയേക്കുന്നത് പറയുമ്പോൾ നമുക്ക് പറയും ഇറ്റ്സ് അഗൈൻസ്റ്റ് ദ സ്റ്റാൻഡേർഡ്. അപ്പോൾ അങ്ങനെ സ്റ്റാൻഡേർഡിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഫോളോ ചെയ്യാത്തതായിട്ടുണ്ടോ എന്ന് നോക്കുക. ഇറ്റ് എഫക്ട്സ് എ ക്വാളിറ്റി. രണ്ട്, നിങ്ങൾ നോക്കേണ്ടത് ഓരോ വർക്കും അസൈൻ ചെയ്ത് കൊടുത്തേക്കുന്ന അപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് സ്റ്റാഫിന് തന്നെയാണോ എന്നുള്ളത് നോക്കണം എന്ന് പറഞ്ഞു. നമ്മളോട് പറഞ്ഞിട്ടുണ്ടായി ജഡ്ജ്മെന്റൽ ഏരിയാസ് ഒക്കെ ചിലപ്പോൾ ജൂനിയേഴ്സ് ആണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഗോയിങ് കൺസേൺ പോലത്തെ ജഡ്ജ്മെന്റൽ ഏരിയാസ് ആയിരിക്കാം, മെറ്റീരിയാലിറ്റി ഡിറ്റർമൈൻ ചെയ്തേക്കുന്നതായിരിക്കാം. അങ്ങനെയുള്ള ജഡ്ജ്മെന്റൽ ഏരിയാസ് എല്ലാം ഹയസ്റ്റ് എൻഗേജ്മെന്റ് ടീം മെമ്പേഴ്സ് മാത്രമേ ഫോളോ ചെയ്യാനായിട്ട് പാടുള്ളൂ. അങ്ങനെ അല്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും അപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് സ്റ്റാഫിന് വർക്ക് അലൊക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ ദേ മൈ നോട്ട് ബി ഹാവിംഗ് ആഡിക്വേറ്റ് കോമ്പീറ്റൻസ് ആൻഡ് എക്സ്പീരിയൻസ് ഡ്യൂ ടു വിച്ച് ദേ മൈ എക്സ്പ്രസ് ആൻ ഇൻഅപ്രോപ്രിയേറ്റ് ഒപ്പീനിയൻ ഓൾ ടുഗെദർ. ഇനി ഓഡിറ്റ് ടൈം പ്രഷേർഡ് ആണെന്ന് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ക്വസ്റ്റ്യൻ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. വാട്ട് ഇഫ് ദി ഓഡിറ്റ് ഈസ് ടൈം പ്രഷേർഡ്? ഇഫ് ദി ഓഡിറ്റ് ഈസ് ടൈം പ്രഷേർഡ് ദേ ക്യാൻ ബി ചാൻസസ് ഓഫ് ഹാവിംഗ് ഡിറ്റക്ഷൻ റിസ്ക്. കാരണം എന്താ, ഓഡിറ്റർ വിൽ നോട്ട് ബി ഏബിൾ ടു ഗെറ്റ് സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് ഇൻ റിലേഷൻ ടു ദ ഓഡിറ്റ്. സോ ഓട്ടോമാറ്റിക്കലി സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കും ഡിറ്റക്ഷൻ റിസ്കിനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. ദെൻ ടൈപ്പ് ഓഫ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്തേക്കുന്നത് അപ്രോപ്രിയേറ്റ് ആണോ എന്നുള്ള കാര്യം നോക്കണം. സോ ബേസിക്കലി ടൈപ്പ് ഓഫ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്തേക്കുന്നത് അപ്രോപ്രിയേറ്റ് ആണോ എന്ന് നോക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളൊന്ന് റീകോൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിനാരിയോക്കകത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും അവര് എവിഡൻസുകൾ ഒബ്റ്റെയിൻ ചെയ്തു. സോ ആസ് പെർ ISA 500
ഓഡിറ്റ് എവിഡൻസ് എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് പ്രകാരം നമ്മൾ പഠിച്ചിരുന്നു റിലയബിലിറ്റി ഓഫ് ഓഡിറ്റ് എവിഡൻസിനെ കുറിച്ചും സഫിഷ്യൻസി ഓഫ് ഓഡിറ്റ് എവിഡൻസിനെ കുറിച്ചും, അതായത് വിച്ച് മീൻസ് സഫിഷ്യൻസി ആൻഡ് അപ്രോപ്രിയേറ്റ്നെസിനെ കുറിച്ച്. അവിടെ നമ്മൾ പഠിച്ചു ഒരു ഓഡിറ്റ് എവിഡൻസ് സഫിഷ്യന്റ് ആണോ എന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്തൊക്കെയായിരിക്കും നോക്കേണ്ടതായിട്ട് വരിക? ഓഡിറ്റ് എവിഡൻസ് സഫിഷ്യന്റ് ആണോ എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അവിടെ കൺസിഡർ ചെയ്യേണ്ടത് ആ ഒരു പർട്ടിക്കുലർ ഓഡിറ്റ് എവിഡൻസ് എന്താണോ ഒബ്ടൈൻ ചെയ്തേക്കുന്നത് അവിടെ പോസിബിലിറ്റി ഓഫ് മിസ്റ്റേക്ക് എത്ര ഉണ്ടെന്നുള്ളത് നോക്കണം. നമ്മൾ പഠിച്ചതായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ മിസ്റ്റേറ്റ്മെന്റ് ഉണ്ടാവാനായിട്ടുള്ള റിസ്ക് കൂടുതലാണെങ്കിൽ കൂടുതൽ എവിഡൻസ് ഒബ്ടൈൻ ചെയ്യണം. അങ്ങനെയാണ് ചെയ്തേക്കുന്നത് നോക്കുക. ഇനി മെറ്റീരിയാലിറ്റി ഓഫ് ദി മിസ്റ്റേറ്റ്മെന്റ് അത് കൂടുതലാണെങ്കിൽ കൂടുതൽ എവിഡൻസ് ഒബ്ടൈൻ ചെയ്യണം. അത് ഒബ്ടൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഓൾറെഡി ചെയ്ത ഓഡിറ്റ് പ്രൊസീജിയറിന്റെ റിസൾട്ടിന്റെ ബേസിസിലായിരിക്കും വീണ്ടും ഫെർദർ പ്രൊസീജിയർ ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യം ഡിറ്റർമൈൻ ചെയ്യുക. അത് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. ഇതിനൊക്കെ പുറമെ മെയിൻലി റിലയബിലിറ്റി ഓഫ് എവിഡൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിട്ടൺ ആയിട്ടുള്ള എവിഡൻസ് ആയിരിക്കും എപ്പോഴും ഓറൽ ആയിട്ടുള്ള എവിഡൻസിനേക്കാളും റിലയബിൾ. ഒറിജിനൽ ഡോക്യുമെന്റ്സ് ആയിരിക്കും നമ്മൾ ക്ലയന്റിന്റെ ഒബ്ടൈൻ ചെയ്ത ഫോട്ടോ കോപ്പീസിനേക്കാളും റിലയബിൾ. ഓഡിറ്റർ തന്നെ ഡയറക്ട്ലി ഒബ്ടൈൻ ചെയ്ത എവിഡൻസ് ആയിരിക്കും ക്ലയന്റ് നമുക്ക് തന്നിട്ടുള്ള എവിഡൻസിനേക്കാളും റിലയബിൾ. അതുപോലെ തന്നെ എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് നമുക്ക് കിട്ടിയ എവിഡൻസ് ആയിരിക്കും ഇന്റേണൽ സോഴ്സിൽ നിന്ന് കിട്ടിയതിനേക്കാളും റിലയബിൾ. ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി കൂടുന്നതിനനുസരിച്ച് റിലയബിലിറ്റി ഓഫ് ദി എവിഡൻസ് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ പറയുന്ന ഓരോ ഫാക്ടേഴ്സും നമ്മൾ കൺസിഡർ ചെയ്യണം. ഈ ഫാക്ടേഴ്സ് അവർ ഫോളോ ചെയ്തിട്ടുണ്ടോന്ന്, എന്നിട്ടാണോ എവിഡൻസ് ഒബ്ടൈൻ ചെയ്തേക്കെന്ന് നോക്കുക. ആൻഡ് ഈ പറഞ്ഞേക്കുന്നതിന്റെ ബേസിസിൽ റിലയബിലിറ്റി ഹൈ ആണോ ലോ ആണോ നോക്കണം. അപ്പൊ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചിലപ്പോൾ പറയും ക്ലയന്റിനോട് നമ്മൾ റിട്ടേൺ റെപ്രസെന്റേഷൻ ഒബ്ടൈൻ ചെയ്യാൻ നോക്കി, പക്ഷെ അവർക്ക് ടൈം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഓറലാണ് കൺഫർമേഷൻ തന്നതെന്ന് പറയും. ഇറ്റ് കനോട്ട് ബി ഡൺ. ദെൻ നമ്മളോട് പറയാണ് ഓഡിറ്ററെ നമ്മൾ ഡയറക്ട്ലി ഒബ്ടൈൻ ചെയ്തതിന് പകരം ക്ലയന്റ് ഓൾറെഡി ഒബ്ടൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ അത് യൂസ് ചെയ്തു എന്ന് പറയും. സോ ഇറ്റ്സ് നോട്ട് റിലയബിൾ. അത് നമ്മൾ പറഞ്ഞേക്കുന്നത് ടൈപ്പ് ഓഫ് എവിഡൻസ് ഒബ്ടൈൻ ചെയ്തേക്കുന്ന അപ്രോപ്രിയേറ്റ് ആണെന്ന് കൺസിഡർ ചെയ്യണം. ഇനി ഇതിന് പുറമെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എവിഡൻസ് ഒബ്ടൈൻ ചെയ്തു എന്നുള്ള പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവിടെ എന്തെങ്കിലും പോസിബിൾ മിസ്റ്റേറ്റ്മെന്റിനെ കുറിച്ചൊക്കെ ആയിരിക്കും ഇവർ എവിഡൻസ് ഒബ്ടൈൻ ചെയ്തേക്കുന്നതിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത്. അവിടെ നിങ്ങൾ റീകോൾ ചെയ്യേണ്ടത് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത നോളജ് പാർട്ടാണ്. അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞു എവിഡൻസ് എന്തൊക്കെയാണ് അവിടെ കാണാൻ പറ്റുന്നത് എന്ന് ചോദിച്ച് റിപ്പോർട്ടിങ്ങിന്റെ ക്വസ്റ്റ്യൻ വരും, അല്ലെങ്കിൽ ഫെർദർ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ച് ക്വസ്റ്റ്യൻ വരും. അപ്പൊ എന്തൊക്കെ ഫർദർ പ്രൊസീജിയർ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്ത് ഫർദർ പ്രൊസീജിയർ ആണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ എന്തിന്റെ ബേസിസിലായിരിക്കും തീരുമാനിക്കുക? നമ്മൾ പറഞ്ഞു അസേർഷന്റെ മീനിങ് അനുസരിച്ച് വേണം നമ്മൾ തീരുമാനിക്കാൻ. അതായത് ഇപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൻ്റെ അകത്ത് ഒരു മിസ്റ്റേറ്റ്മെന്റ് ഉള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അല്ലെ പോസിബിൾ മിസ്റ്റേറ്റ്മെന്റിനെ കുറിച്ച്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എവിഡൻസ് ഒബ്ടൈൻ ചെയ്തെന്നൊക്കെ ആയിരിക്കും പറയാം. P&L എലമെന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അത് ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻ ആണ്. ആൻഡ് ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻ അസേർഷൻസ് ഓരോന്നും ഫുൾഫിൽ ചെയ്യണം. അപ്പൊ ഈ അസേർഷൻസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എവിഡൻസുകൾ ഇവർ ഒബ്ടൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ അവർ സഫീഷ്യന്റ് എവിഡൻസ് ഒബ്ടൈൻ ചെയ്തിട്ടില്ല, എവിഡൻസ് ഒബ്ടൈൻ ചെയ്തിരിക്കുന്നത് അപ്രോപ്രിയേറ്റ് അല്ല. ഇനി അതേപോലെ തന്നെ SOFP വന്നേക്കുന്ന ഒരു മിസ്റ്റേറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക ക്ലാസിഫിക്കേഷൻ അല്ലേ, ഇത് ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻ ആണ്. SOFP വരുന്ന ഒരു മിസ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നമുക്കറിയാം അക്കൗണ്ട് ബാലൻസിനെയാണ് അത് അഫക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ബാലൻസിന്റെ അസേർഷൻസ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ എക്സിസ്റ്റൻസ്, റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ, കംപ്ലീറ്റ്നെസ്, ആക്യുറസി, വാല്യുവേഷൻ, ലൊക്കേഷൻ, ക്ലാസിഫിക്കേഷൻ, പ്രസന്റേഷൻ, ഇതിനെ ഓരോന്നിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള എവിഡൻസ് അവിടെ ഉണ്ടാവണം. അതുണ്ടോ എന്നുള്ളത് നോക്കുക. ഇല്ലെങ്കിൽ ടൈപ്പ് ഓഫ് എവിഡൻസ് ഒബ്ടൈൻ ചെയ്തിരിക്കുന്നത് അപ്രോപ്രിയേറ്റ് അല്ല. അപ്പോൾ ഈ ഒരു സാധനം ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഇതിങ്ങനെ ക്വാളിറ്റി മാനേജ്മെന്റ് കൂടി തന്നെ ചോദിക്കാം, ചിലപ്പോൾ ക്വാളിറ്റി മാനേജ്മെന്റ് കൂടുതലല്ലാതെ സ്പെസിഫിക് ആയിട്ട് തന്നെ എടുത്ത് ചോദിക്കാനും ചാൻസ് ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ട് നമുക്കൊരു സിനാരിയോ നമ്മളോട് ചോദിക്കും സഫിഷ്യൻസി ആൻഡ് അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ദി എവിഡൻസിന് മേലെ കമന്റ് ചെയ്യാൻ പറയും. അപ്പം സഫിഷ്യൻസി ആൻഡ് അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ദി എവിഡൻസിന് മേലെ കമന്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത്. ISA 500 പ്രകാരം ഈ പറയുന്ന ക്രൈറ്റീരിയ ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. പ്ലസ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ സഫിഷ്യൻസി ഓഫ് ദി എവിഡൻസിന്റെ കാര്യങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. P&L ആണ് അതിന്റെ അസേർഷൻസ് കവർ ചെയ്യുന്നുണ്ടോ, SOFP ആണ് അതിന്റെ അസേർഷൻസ് കവർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ സഫിഷ്യൻസി ആൻഡ് അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ദി എവിഡൻസ് മീറ്റ് ചെയ്തു, അല്ലെങ്കിലോ മീറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മൾ സഫിഷ്യൻസി ആൻഡ് അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് എവിഡൻസ് കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. ഇനി ഓഡിറ്റ് പ്ലാൻ പ്രകാരമാണ് പെർഫോം ചെയ്തേക്കുന്നത് നോക്കണം. ഞാൻ പറഞ്ഞതായിരുന്നു പ്ലാൻ പ്രകാരമാണ് ഓഡിറ്റ് പെർഫോം ചെയ്തേക്കുന്നത് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്ലാൻ പ്രകാരം ചെയ്യണം, ചിലപ്പോൾ പ്ലാൻ പ്രകാരം ചെയ്യാൻ പാടില്ല. അതായത് ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു കൺട്രോൾ അപ്രോച്ച്, ഫുൾ സബ്സ്റ്റാൻറ്റീവ് അപ്രോച്ച് പറഞ്ഞ് 2 അപ്രോച്ചസ് ടു ഓഡിറ്റ് നമ്മൾ ISA 500 പഠിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ പറഞ്ഞു കൺട്രോൾ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം സ്ട്രോങ് ആയിരിക്കുമ്പോൾ ഓഡിറ്ററായി നമ്മൾ കമ്പനിയുടെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിന്റെ മേലെ റിലേ ചെയ്യും, എന്നിട്ട് വളരെ കുറച്ച് മാത്രം സബ്സ്റ്റാൻറ്റീവ്സ് പെർഫോം ചെയ്യും. ഇതാണ് കൺട്രോൾ അപ്രോച്ച് എന്ന് പറയാം. അതേ സ്ഥാനത്ത് സബ്സ്റ്റാൻറ്റീവ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ വി വിൽ നോട്ട് റിലേ ഓൺ എ കമ്പനീസ് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ആസ് ഇറ്റ്സ് കൺസിഡേർഡ് ആസ് വീക്ക്.
So we will completely focus on performing substantive procedures. അതാണ് full substantive approach എന്ന് പറയാം. നിങ്ങളോട് ക്വസ്റ്റനിൽ പറഞ്ഞേക്കാണ് ഓഡിറ്റർ ഹാവ് ഡിസൈഡഡ് ടു പെർഫോം ദ ഓഡിറ്റ് ഇൻ കൺട്രോൾ അപ്രോച്ച്. ലേറ്റർ ഓൺ ക്വസ്റ്റൻ്റെ അകത്തെ സിനാരിയോയിൽ പറയുന്നുണ്ട് മൾട്ടിപ്പിൾ ഡെഫിഷ്യൻസീസ് കൺട്രോൾസിൽ നമ്മൾ കണ്ടു എന്ന് ഓഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ. ബട്ട് സ്റ്റിൽ ഓഡിറ്റർ സെയിം കൺട്രോൾ അപ്രോച്ച് തന്നെ ഓഡിറ്റ് ചെയ്തു എന്ന് പറയാണ്, വിച്ച് ഇസ് ഇൻഅപ്രോപ്രിയേറ്റ് ബിക്കോസ് ഇൻ ദാറ്റ് കേസ് പ്ലാൻ നീഡ് ടു ബി റിവൈസ് ടു സബ്സ്റ്റാൻറ്റീവ് അപ്രോച്ച്. അതേ സ്ഥലത്ത് നമ്മളോട് പറയാണ് സബ്സ്റ്റാൻറ്റീവ് അപ്രോച്ച് ആണ് ഓൾറെഡി ചൂസ് ചെയ്തതെന്ന് പറഞ്ഞു. ആൻഡ് കാരണം ഇന്റേണൽ കൺട്രോൾ വീക്ക് ആണ് എന്നുള്ളത് ഓൾറെഡി കൺക്ലൂഡഡ് ആണെന്ന് പറഞ്ഞു. ലേറ്റർ ഓൺ പറയാണ് ടൈം അവൈലബിലിറ്റി കുറവാണ്, അതുകൊണ്ട് കൺട്രോൾ അപ്രോച്ച് ചെയ്യാമെന്ന് തീരുമാനിച്ചു എന്ന്. ആ കേസിൽ നമുക്ക് പ്ലാൻ റിവൈസ് ചെയ്യാൻ പാടില്ല. ബട്ട് റിവൈസ് ചെയ്തു എന്നാണ് പറയുന്നതെങ്കിൽ ദാറ്റ്സ് എ ഇൻഅപ്രോപ്രിയേറ്റ് തിങ്. അത് നമ്മൾ പറഞ്ഞ് ചിലപ്പോൾ പ്ലാൻ റിവൈസ് ചെയ്യുന്നതായിരിക്കും അപ്രോപ്രിയേറ്റ്, ചിലപ്പോൾ പ്ലാൻ റിവൈസ് ചെയ്യാതെ അതിനെ ഫോളോ ചെയ്യുന്നതായിരിക്കും അപ്രോപ്രിയേറ്റ്. ഓൺ ദി ബേസിസ് ഓഫ് ദി സിനാരിയോ നിങ്ങൾ നോക്കിയിട്ട് പറയാം റിവൈസ് ചെയ്യണോ വേണ്ടതെന്ന്. ചെയ്യേണ്ടോടത്ത് ചെയ്യാതിരിക്കുകയോ ചെയ്യാതിരിക്കേണ്ടിയോടത്ത് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം എവിഡൻസിൻ്റെ റിലയബിലിറ്റി ശരിയല്ല, ക്വാളിറ്റി പ്രോപ്പർ അല്ല എന്നുള്ളത് നമുക്ക് പറയാം. ഇനി അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഓഡിറ്റ് പ്രോപ്പർലി സൂപ്പർവൈസ്ഡ് ആൻഡ് റിവ്യൂഡ് ആണെന്നുള്ള കാര്യം നോക്കണം. അതായത് ഓഡിറ്റ് റിവ്യൂ ചെയ്യാന്ന് പറയുന്ന സമയത്ത് എപ്പോഴും നമ്മൾ പറഞ്ഞു ഒരിക്കലും സെയിം ലെവൽ ഓഫ് സ്റ്റാഫ് തന്നെ വർക്ക് പരസ്പരം റിവ്യൂ ചെയ്യാൻ പാടില്ല. കാരണം അവർക്ക് അറിയുന്നുണ്ടാവില്ല വർക്കിൻ്റെ അകത്തുള്ള മിസ്റ്റേക്സ് കണ്ടുപിടിക്കാൻ. എപ്പോഴും റിവ്യൂ നടത്തുന്നത് സീനിയർ ലെവൽ റിവ്യൂ ആയിരിക്കണം. അതായത് ഒരു ഇന്റേൺ ചെയ്ത വർക്ക് അവരുടെ മേലുള്ള സ്റ്റാഫ് റിവ്യൂ ചെയ്യണം, സ്റ്റാഫ് ചെയ്ത വർക്ക് അവരുടെ മേലുള്ള സീനിയേഴ്സ് റിവ്യൂ ചെയ്യണം, സീനിയേഴ്സ് ചെയ്തവർക്ക് അസിസ്റ്റന്റ് മാനേജേഴ്സ് ആയിരിക്കും റിവ്യൂ ചെയ്യുന്നുണ്ടാവുക, അവർ ചെയ്തവർക്ക് മാനേജേഴ്സ് റിവ്യൂയും സീനിയർ മാനേജർ റിവ്യൂയും ED റിവ്യൂയും അതിനുശേഷം മേലോട്ട് പോയി കീ ഓഡിറ്റ് പാർട്ണർ റിവ്യൂയും ദെൻ എൻഗേജ്മെന്റ് പാർട്ണർ റിവ്യൂയും ആൻഡ് ഫൈനലി ക്വാളിറ്റി കൺട്രോൾ റിവ്യൂയും. അപ്പോൾ നമുക്ക് ഈ ഹൈറാർക്കി ലെവൽസ് പറയാൻ പറ്റില്ല, കാരണം ഡിപ്പെൻഡിങ് ഓൺ ദി സൈസ് ഓഫ് ദി ഫേം അത് മാറിക്കൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു ചെറിയ ഫേം ആണെന്നുണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് പ്രിൻസിപ്പൽ ഓഡിറ്റർ അതായത് എൻഗേജ്മെന്റ് പാർട്ണറും പിന്നെ കുറച്ച് സ്റ്റാഫും മാത്രമേ ഉണ്ടാവുള്ളൂ. വലിപ്പം കൂടുന്നതിനനുസരിച്ച് പൊസിഷൻ ഹൈറാർക്കി ലെവൽസും കൂടുകയും കുറയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എനിവേ ഇത് പ്രോപ്പർലി സൂപ്പർവൈസ്ഡ് ആൻഡ് റിവ്യൂഡ് ആണെന്ന് നോക്കണം. ആൻഡ് റിവ്യൂവിന് വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ ആളുകൾ ഒരുമിച്ച് വന്നിട്ടാണ് റിവ്യൂ നടത്തിയതെന്നൊക്കെ പറയും. അങ്ങനെയല്ല, ഒരാൾ റിവ്യൂ ചെയ്ത് അതിൻ്റെ കറക്ഷൻസ് നടത്തിയിട്ട് വേണം അടുത്ത ആൾ റിവ്യൂ ചെയ്യാൻ. അല്ലാതെ എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നിരുന്ന് റിവ്യൂ ചെയ്തതിനും കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ പ്രോപ്പർലി വർക്ക് സൂപ്പർവൈസ്ഡ് ആൻഡ് റിവ്യൂഡ് ആണോ എന്നും നിങ്ങൾ നോക്കുന്നുണ്ടാവണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, എക്സാം അപ്രോച്ചിൽ ക്വാളിറ്റി കൺട്രോളിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ടാവുക. നമ്മളവിടെ എന്തൊക്കെയാണ് നോക്കേണ്ടത്? ISA ഫോളോ ചെയ്തിട്ടുണ്ടോ നോക്കുക, അപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് സ്റ്റാഫിനെ കൊണ്ട് തന്നെ വർക്ക് ചെയ്യിച്ചേക്ക് നോക്കുക, ടൈം പ്രഷർഡ് ആയിരുന്നു നോക്കുക, ടൈപ്പ് ഓഫ് എവിഡൻസ് അപ്രോപ്രിയേറ്റ് ആയിരുന്നു നോക്കുക, പ്ലാൻ പ്രകാരമാണ് ഓഡിറ്റ് പെർഫോം ചെയ്തേക്ക് നോക്കണം, ഓഡിറ്റ് പ്രോപ്പർലി സൂപ്പർവൈസ്ഡ് ആണോ റിവ്യൂഡ് ആണോ എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുന്നുണ്ടാവണം. ആൻഡ് നമ്മളിപ്പോൾ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു റിട്രീവർ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. അപ്പം ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് ഇങ്ങനെ ഇവിടെ പറഞ്ഞേക്കാണ് 2 of the juniors were given the task of auditing trade payables and going concern. The audit manager asked us to review each other's work as it would be a good training for us, and he did not have the time to review everything. നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 2 ജൂനിയേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചേക്കാണ് ട്രേഡ് പേബിൾസിൻ്റെയും ഗോയിങ് കൺസേണിൻ്റെ ഓഡിറ്റ് ഇവരോട് ചെയ്തു കൊടുക്കാവുന്നു. ആൻഡ് നമ്മളോട് പറഞ്ഞു ഇവർ ജൂനിയേഴ്സാണ്, ജൂനിയേഴ്സിനോട് പറയാണ് നിങ്ങൾ തന്നെ പരസ്പരം വർക്ക് റിവ്യൂ ചെയ്താൽ മതി, മാനേജർക്കെല്ലാം റിവ്യൂ ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല, ഇവർക്ക് നല്ല ട്രെയിനിങ് ആയിരിക്കും എന്ന്. അപ്പം ഇതാണ് നിങ്ങൾ പറയേണ്ടത്. നിങ്ങൾ ആ ഇഷ്യൂ എന്താണെന്നുള്ളത് ജസ്റ്റ് പിക്ക് ചെയ്യുക, അത് എന്തുകൊണ്ടാണ് ഇഷ്യൂ ആവുന്നത് എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുക ഓൺ വേർഡ്സിൽ. അത്രയും ചെയ്താൽ മതി. ആൻഡ് എന്താണ് ശരിക്കും ചെയ്യേണ്ടതെന്നുള്ളതും പറയാം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, ട്രേഡ് പേബിൾസ് ആൻഡ് ഗോയിങ് കൺസേൺ ഓഡിറ്റും കൊടുത്തേക്കുന്നത് ജൂനിയേഴ്സിനാണ്. നമുക്ക് എന്താ പറയാൻ പറ്റുക, നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം ദി ജൂനിയേഴ്സ് വെയർ ആസ്ക്ഡ് ടു പെർഫോം ദ ഓഡിറ്റ് ടാസ്ക് റിലേറ്റിംഗ് ടു ദ ട്രേഡ് പേബിൾസ് ആൻഡ് ഗോയിങ് കൺസേൺ. However, these are one of the key areas of the auditing, especially considering the going concern. Going concern should be audited only by senior members of the engagement team, as it consists of a lot of assumption, and it is a fundamental assumption on the basis of which the financial statements are prepared. And the juniors might not be having adequate expertise and knowledge to value the judgments relating to going concern, due to which there can be chances that they might reach inappropriate conclusion, resulting in providing an inappropriate opinion on the financial statements. Then അടുത്ത നിങ്ങൾ ഹെഡിങ് കൊടുക്കുക റിവ്യൂ ഓഫ് വർക്ക്. എന്നിട്ട് നിങ്ങൾ അവിടെ എന്താ പറയണ്ടേ, the audit manager have asked the juniors to review each other's work. However, the junior staff members will not be having appropriate level of knowledge to review other person's work, and this may result in not identifying the misstatements that were there in the works carried out by the juniors, due to which there can be chances that they might provide inappropriate opinion in relation to this as well. Clear ayo? Yes, sir. Clear? Okay. And അവിടെ ഒരു corrective action പറയാം. Therefore, each other's work should not be reviewed. Instead, the work need to be reviewed by the audit manager itself.
അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മൾ ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ക്വസ്റ്റ്യൻ ഒരിക്കലും ക്വാളിറ്റി മാനേജ്മെന്റ് മാത്രമല്ല ചോദിക്കുന്നത്, എത്തിക്സും ചോദിക്കും, പ്രൊഫഷണൽ മാറ്റേഴ്സും ചോദിക്കും. എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സെൽഫ് ഇൻട്രസ്റ്റ്, സെൽഫ് റിവ്യൂ, അഡ്വക്കസി, ഫെമിലിയാരിറ്റി, ഇന്റിമിഡേഷൻ ത്രെട്ട് ആൻഡ് മാനേജ്മെന്റ് ത്രെട്ട്. അത് ഏതിലുണ്ടോ എന്ന് നോക്കണം. പ്രൊഫഷണൽ മാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി അഗൈൻസ്റ്റ് ദ ഫണ്ടമെന്റൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ്, വിച്ച് വിൽ മീൻസ് ദാറ്റ് വിൽ ബി അഗൈൻസ്റ്റ് ദ ഇന്റഗ്രിറ്റി ഓഫ് ദി ഓഡിറ്റർ, ഒബ്ജക്ടിവിറ്റി ഓഫ് ദി ഓഡിറ്റർ, ദെൻ കോൺഫിഡൻഷ്യാലിറ്റി, പ്രൊഫഷണൽ കോമ്പറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ, പ്രൊഫഷണൽ ബിഹേവിയർ. ഓഡിറ്റർ എന്തെങ്കിലും ഇന്റൻഷനലി കള്ളത്തരം കാണിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ സിനാരിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഓൾവേസ് ബി അഗൈൻസ്റ്റ് ദ ഇന്റഗ്രിറ്റി ഓഫ് ദി ഓഡിറ്റർ. ഓഡിറ്ററിന്റെ ജഡ്ജ്മെന്റിനെ എങ്ങനെയെങ്കിലും രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, അതായത് ഏതെങ്കിലും എത്തിക്കൽ ത്രെട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി അഗൈൻസ്റ്റ് ദ ഒബ്ജക്ടിവിറ്റി ഓഫ് ദി ഓഡിറ്റർ. പ്രൊഫഷണൽ കോമ്പറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ, ഓഡിറ്റർ എന്തെങ്കിലും തെറ്റായ ട്രീറ്റ്മെന്റ് പറഞ്ഞു കൊടുക്കുമോ, ഓഡിറ്റർക്ക് പ്രോപ്പർ നോളജ് ഇല്ലാന്ന് കാണിക്കുകയോ വരുന്ന സാഹചര്യങ്ങളിലെല്ലാം പ്രൊഫഷണൽ കോമ്പറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ ആയിരിക്കും. ഓഡിറ്റർ എന്തെങ്കിലും ക്ലയന്റിൻ്റെതായ ഇൻഫർമേഷൻസ് മറ്റാരുടെയെങ്കിലും പറയുമോ, ക്ലയന്റിന്റെ ഓഡിറ്റിന് വേണ്ടിയിട്ട് വാങ്ങിയ ഇൻഫർമേഷൻ വേറെ എന്തെങ്കിലും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി അഗൈൻസ്റ്റ് ദ കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ദി ഓഡിറ്റർ. ദെൻ അഗെയിൻ ക്ലയന്റിന്റെ അടുത്ത് ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ലോ ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്യുകയോ പ്രൊഫഷണൽ ബോഡിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന പോലത്തെ കാര്യങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ that will be against the professional behavior. So these are the professional matters. So quality control questions will be consisting of quality management, ethical and professional matters. So you need to trace each one of these. So ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. Is that clear everyone? Yes, sir. Perfect. ഇനി ക്വാളിറ്റി മാനേജ്മെന്റ് പോലെ തന്നെ നമുക്ക് അപ്രൈസൽ നടത്താനായിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു അഡ്വർടൈസ്മെന്റ് ആൻഡ് പബ്ലിസിറ്റി എന്ന് പറയുന്ന ഏരിയ. നമ്മളവിടെ പഠിച്ചു ACC റൂൾ ബുക്ക് പ്രകാരം നിങ്ങൾക്ക് നിങ്ങളുടെ സർവീസസ് അഡ്വർടൈസ് ചെയ്യാം. ബട്ട് നമ്മൾ പഠിച്ച കണ്ടീഷൻ ഇതായിരുന്നു, വെനെവർ യു ഗീവ് ആൻ അഡ്വർടൈസ്മെന്റ് ഇറ്റ് ഷുഡ് നോട്ട് ബി ഇൻ സച്ച് എ വേ ദാറ്റ് മേ ഡിസ്ക്രെഡിറ്റ് അതർ പ്രൊഫഷണൽസ്, അല്ലെങ്കിൽ ACCയെ ഓ അക്കൗണ്ടിങ് പ്രൊഫഷണൽസ് എ ഹോൾ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന രീതിയിൽ ആവരുത് അഡ്വർടൈസ്മെന്റ് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു ദ എയിം ഓഫ് അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ബാക്കിയുള്ളവരെ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം അബൌട്ട് ദ സർവീസസ് വിച്ച് വി ഓഫർ റാദർ ദാൻ ഇംപ്രസിങ് അതേഴ്സ്. ആൻഡ് നമ്മൾ പറഞ്ഞു അഡ്വർടൈസ്മെന്റ് നടത്തുന്ന സമയത്ത് നമ്മുടെ പ്രാക്ടീസ് നെയിം ആൻഡ് ഡിസ്ക്രിപ്ഷന്റെ മേലെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞു ACC മെമ്പർ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിന്റെ കൂട്ടത്തിൽ ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടന്റ് എന്നോ സർട്ടിഫൈഡ് അക്കൗണ്ടന്റ് എന്നോ ACC എന്നോ, ഒരു ഫെല്ലോ മെമ്പർ ആണെങ്കിൽ FCC എന്നോ ഉള്ള ടേംസ് നിങ്ങൾക്ക് വയ്ക്കാം. ബട്ട് നിങ്ങൾ ഒരു രജിസ്റ്റേർഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ നെയിമിന്റെ കൂട്ടത്തിലോ വെബ്സൈറ്റിന്റെ കൂട്ടത്തിലോ ഇമെയിൽ IDയിലോ ഒന്നും ACC എന്നുള്ള ടേം യൂസ് ചെയ്യാൻ പാടില്ല. ബട്ട് നിങ്ങളൊരു ഫേം ആണ്. വാട്ട് മേക്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ എ കമ്പനി ആൻഡ് എ ഫേം? ഫേം വിൽ ബി എ പാർട്ണർഷിപ്പ്, കമ്പനി വിൽ ബി എ രജിസ്റ്റേർഡ് എൻറ്റിറ്റി. അപ്പോൾ ഒരു ഫേം ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേം ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ് എന്നോ സർട്ടിഫൈഡ് അക്കൗണ്ടൻസ് എന്നോ ACC പ്രാക്ടീസ് എന്നുള്ള ടേം യൂസ് ചെയ്യാം. ബട്ട് നമ്മൾ പറഞ്ഞു ഹാഫ് ഓഫ് ദി പാർട്ണേഴ്സ് ആരായിരിക്കണം? ACC മെമ്പേഴ്സ് ആയിരിക്കണം. ആൻഡ് അറ്റ്ലീസ്റ്റ് 51% മേലെ വോട്ടിംഗ് റൈറ്റും ഇവർക്ക് ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മുടെ ഫേമിലെ എല്ലാവരും ACC മെമ്പേഴ്സ് ആണെങ്കിൽ മെമ്പേഴ്സ് ഓഫ് അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ് പ്രൊഫഷണൽ സ്റ്റേഷനറിയിൽ വയ്ക്കാം. ദെൻ നമ്മൾ പറഞ്ഞു മിക്സഡ് ഫേം ആണെങ്കിൽ പാർട്ണേഴ്സ് ഓഫ് ദിസ് ഫേം മെമ്പേഴ്സ് ഓഫ് ഈതർ, ഏതൊക്കെയാണ് പ്രൊഫഷണൽ ബോഡീസ് അതിന്റെ പേര് വേണം പറയാൻ. അതേപോലെ തന്നെ ACCയുടെ ലോഗോ യൂസ് ചെയ്യുന്നതോട് റിലേറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞു അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ACC മെമ്പർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോഗോ യൂസ് ചെയ്യാം. ACCയുടെ ലോഗോയും ഫേമിന്റെ ലോഗോയും സെപ്പറേറ്റ് ആയിരിക്കണം. ACCയുടെ ലോഗോയുടെ പൊസിഷനും സൈസും കളറും എല്ലാം ACCയുടെ ലോഗോ ആണെന്ന് തന്നെ ക്ലിയർലി റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അത് നമുക്ക് ACCയുടെ വെബ്സൈറ്റിൽ നിന്ന് ലോഗോ ഡൗൺലോഡ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി നെയിം ഓഫ് പ്രാക്ടീസിങ് ഫേം നമ്മൾ പറഞ്ഞു പ്രാക്ടീസിങ് ഫേമിന്റെ പേര് പ്രൊഫഷന്റെ ഡിഗ്നിറ്റി ആയിട്ട് ചേർന്ന പേരായിരിക്കണം. അത് മിസ്ലീഡിങ് ആവാൻ പാടില്ല. ഓൾറെഡി ഉള്ള ഒരു ഫേമിന്റെ പേരുമായിട്ട് കൺഫ്യൂസിങ് ആവാൻ പാടില്ല. അത് നിങ്ങളൊരു സോൾ പ്രാക്ടീഷണർ ആണ്, വേറെ ആരും നിങ്ങളുടെ കൂട്ടത്തിൽ ഫേമിലില്ല. അങ്ങനെയാണെങ്കിൽ ആൻഡ് പാർട്ട്നേഴ്സ് എന്നുള്ളത് ഫേമിന്റെ കൂട്ടത്തിൽ യൂസ് ചെയ്യാൻ പാടില്ല. വിച്ച് മീൻസ് സോൾ പ്രാക്ടീഷണർ ആണെന്നുണ്ടെങ്കിൽ ഫേമിന്റെ കൂട്ടത്തിലല്ല, നിങ്ങളുടെ പേരിന്റെ കൂട്ടത്തിൽ. അലൻ എന്ന് പറയുന്ന സോൾ പ്രാക്ടീഷണർ ആയിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അലൻ ആൻഡ് പാർട്ട്നേഴ്സ് എന്നുള്ള ടേം യൂസ് ചെയ്യാൻ പാടില്ല. ഇത്രയായിരുന്നു നമ്മൾ അഡ്വർടൈസ്മെന്റിൽ റൂൾസ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് അഡ്വർടൈസ്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. സോ ബേസിക്കലി നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, സാൻസിയോ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. സോ ബേസിക്കലി ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് റിക്വയർമെന്റ് വരുന്നുണ്ടാവുക. യൂസിങ് ദി ഇൻഫർമേഷൻ കണ്ടെയ്ൻഡ് ഇൻ എക്സിബിറ്റ് 1, കമന്റ് ഓൺ സ്യൂട്ടബിലിറ്റി ഓഫ് ദി അഡ്വർടൈസ്മെന്റ്, ഡിസ്കസിങ് എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ ഇഷ്യൂസ് റേസ്ഡ്. അപ്പോൾ നിങ്ങളോട് പറഞ്ഞേക്കാണ് നിങ്ങൾക്ക് എക്സിബിറ്റ് 1 തന്നേക്കുന്ന ഇൻഫർമേഷൻ യൂസ് ചെയ്ത് ഇവിടെ പറഞ്ഞേക്കുന്ന അഡ്വർടൈസ്മെന്റ് അവിടെ അഡ്വർടൈസ്മെന്റ് സ്യൂട്ടബിൾ ആണോ എന്നുള്ള കാര്യം കമന്റ് ചെയ്യണം.
സെയിം as that അഡ്വർടൈസ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ ഇഷ്യൂസ് എന്തൊക്കെയാണോ അതും എന്തൊക്കെയാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് അഡ്വർടൈസ്മെന്റ് തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ അഡ്വർടൈസ്മെന്റ് മൊത്തം ക്രിട്ടിക്കലി അപ്രൈസ് ചെയ്യണം. വേർഡ് ടു വേർഡ് വായിച്ച് നോക്കുക നമ്മളിപ്പോൾ പഠിച്ച റൂൾസിന് എന്തിനേലും എഗനിസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ എന്ന്. ആൻഡ് സെയിം as that അഡ്വർടൈസ്മെന്റ് മാത്രമല്ല എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ ഇഷ്യൂസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നിങ്ങൾ കുറച്ചു മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞ പോലെ തന്നെ എത്തിക്കൽ ഇഷ്യൂസും പറയണം, അവിടെ ഉണ്ടാകുന്ന പ്രൊഫഷണൽ ഇഷ്യൂസ് എന്നുള്ള പോസിബിലിറ്റിയും പറയണം. അപ്പൊ ഇങ്ങനെയായിരിക്കും അഡ്വർടൈസ്മെന്റ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. ഇപ്പൊ ഇവിടെ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ആർ&കോ എന്ന് പറയുന്ന ഫേമിന് 12 ഓഫീസും 30 പാർട്ട്നേഴ്സും ആണുള്ളത്. അതിൽ 10 പേര് ACCA മെമ്പേഴ്സ് ആണ് ഉള്ളതെന്ന് പറഞ്ഞു. നിങ്ങളുടെ അഡ്വർടൈസ്മെന്റ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ അഡ്വർടൈസ്മെന്റ് ആണ് നിങ്ങളോട് ക്രിട്ടിക്കലി അപ്രൈസ് ചെയ്യാനായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇവിടെ തന്നെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ആർ&കോ ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ് എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ നമ്മളോട് ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ, ഔട്ട് ഓഫ് 30 പാർട്ട്നേഴ്സ് എത്ര പേരെ ACCA മെമ്പേഴ്സ് ആയിട്ടുള്ളൂ, 10 പേര് മാത്രമേ ACCA മെമ്പേഴ്സ് ആയിട്ടുള്ളൂ. ബട്ട് നമ്മളിപ്പോൾ പഠിച്ച റൂൾ ആയിരുന്നു 30-ൽ മോർ ദാൻ 50% ACCA മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ് ഉള്ള ഫേമിന്റെ പേരിന്റെ അടുത്ത് വെക്കാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് നോട്ട് ദ കേസ് ഹിയർ. സോ ഇറ്റ് ഷുഡ് നോട്ട് ബി യൂസ്, ദാറ്റ് ഷുഡ് ബി റിമൂവ്ഡ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി 1 മാർക്ക് ആയിരിക്കും കിട്ടുക. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് തന്നെ എന്താ തെറ്റ് എങ്ങനെ കറക്റ്റ് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇവിടെ ഇപ്പോൾ നിങ്ങൾ പറയുക ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ് എന്നുള്ള ഹെഡിങ് കൊടുത്തു. എന്നിട്ട് നിങ്ങൾ പറയുക ആർ&കോ ഹാവ് യൂസ്ഡ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടന്റ് along with their name. However, in order to use this, the firm should be having at least 50% of their partners as ACCA members, and they should be having more than 15% of the voting right. However, in this case, there is only 10 partners as ACCA members out of the whole 30 partners. Therefore, they haven't met the criteria, and due to which chartered certified accountants should be removed from the name of ആർ&കോ. ഇതായിരിക്കും നമ്മളവിടെ പറയുന്നുണ്ടാവുക. ഇതുപോലെ തന്നെ നിങ്ങൾ 1 by 1 ഓരോ കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യണം. ഇവിടെ എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ ഇഷ്യൂസും കൺസിഡർ ചെയ്യണം. അപ്പൊ ഇവിടെ നിങ്ങളോട് ചോദിക്കുകയാണ് how you have enough of your accountant charging you too much for the poor quality services. So it's like discrediting other professionals. നിങ്ങൾ ചോദിക്കുകയാണ് അഡ്വർടൈസ്മെന്റിനകത്ത് നിങ്ങൾ വർക്ക് കൊടുക്കുന്ന ആളുകൾ പുവർ ക്വാളിറ്റി സർവീസ് എന്ന് നിങ്ങളിൽ നിന്ന് കുറെ കാശ് വാങ്ങി പോകുന്നുണ്ടോ. സോ ഇറ്റ്സ് ലൈക്ക് ഡിസ്ക്രെഡിറ്റിംഗ് അതേഴ്സ് ഇൻ ദ പ്രൊഫഷൻ. സോ ഇറ്റ് ഷുഡ് നോട്ട് ബി ഡൺ. കാരണം നമ്മൾ പറഞ്ഞു the aim of advertisement should be to inform others rather than impressing others, and advertisement should not be in a way that discredit others in the profession. ആൻഡ് നിങ്ങൾ അവിടെ ബേസ്ലെസ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടോ എന്ന് നോക്കുക. ഇവർ പറയുന്ന മോസ്റ്റ് കോംപ്രിഹെൻസീവ് റേഞ്ച് ഓഫ് ഫിനാൻസ് സർവീസസ്, ലീഡിംഗ് ടാക്സ് ടീം, അതൊക്കെ റീസണബിൾ ക്ലെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതേക്കുറിച്ച് നോക്കാൻ പറയാം. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തായിരുന്നു. അപ്പോൾ ഇതൊന്നും കൂടി നോക്കുക. അതേപോലെ തന്നെ എത്തിക്കൽ ഇഷ്യൂസും നോക്കണം. ഇവിടെ പറഞ്ഞേക്കാണ് അവർ ഫ്രീ ബിസിനസ് അഡ്വൈസ് ടു ഓൾ ന്യൂ ഓഡിറ്റ് ക്ലയന്റ് ഇവർ കൊടുക്കുന്നത്. സോ ഫ്രീ ബിസിനസ് അഡ്വൈസ് ടു ഓൾ ന്യൂ ഓഡിറ്റ് ക്ലയന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ്സ് എ സെൽഫ് റിവ്യൂ ത്രെഡ്. കാരണം നമ്മൾ ചെയ്യാൻ പോകുന്ന ഓഡിറ്റ് ക്ലയന്റിന് ബിസിനസ് അഡ്വൈസ് കൊടുത്തു കഴിഞ്ഞാൽ ദേ ക്യാൻ ബി ചാൻസസ് ദാറ്റ് ഇറ്റ് മൈറ്റ് അഫക്ട് ദ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഓഫ് ദിസ് കമ്പനി, ആൻഡ് വി വിൽ നോട്ട് ബി ഇൻ എ പൊസിഷൻ ടു ക്വസ്റ്റ്യൻ ദിസ് ഇൻ കേസ് ഇഫ് വി ഹാവ് ഗിവൺ ദ അഡ്വൈസ്. സോ ഇറ്റ് മേ റിസൾട്ട് ഇൻ സെൽഫ് റിവ്യൂ ത്രെഡ്. ആൻഡ് നിങ്ങൾക്ക് അതിന് സേഫ് ഗാർഡ് അവിടെ തന്നെ കൊടുക്കാം. യു ക്യാൻ മെൻഷൻ ദാറ്റ് യു ഹാവ് ടു കൺസിഡർ വെദർ ഇറ്റ്സ് എ ലിസ്റ്റഡ് ഓർ എ നോൺ ലിസ്റ്റഡ് ക്ലയന്റ്. So in case of a non-listed client, നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, you can use separate engagement team, and for a listed client you cannot give that. So അത് മെൻഷൻ ചെയ്യാൻ പറയാം. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ക്രിട്ടിക്കൽ അപ്രൈസലിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയാം ഫോർ അഡ്വർടൈസ്മെന്റ്. അപ്പൊ അഡ്വർടൈസ്മെന്റിന്റെ ക്രിട്ടിക്കൽ അപ്രൈസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു നീഡ് ടു ലേൺ ദ അഡ്വർടൈസ്മെന്റ് റിലേറ്റഡ് ക്രൈറ്റീരിയസ് പ്ലസ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് എത്തിക് ആൻഡ് റിലേറ്റഡ് ഏരിയ. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് അഡ്വർടൈസ്മെന്റിന്റെ ഏരിയ ക്ലിയർ ചെയ്യാൻ പറ്റുക. കാരണം അഡ്വർടൈസ്മെന്റിന്റെ ഏരിയയിൽ എപ്പോഴും അഡ്വർടൈസ്മെന്റ് എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ ഇഷ്യൂസ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ എത്തിക്സിന്റെ നോട്ട്സ് നല്ലപോലെ വായിക്കാം. നമ്മൾ ഡിസ്കസ് ചെയ്ത നോട്ട്സ് അല്ല, നമ്മുടെ ഞാൻ നോട്ട്സ് ആയിട്ട് തന്ന ഓരോ എത്തിക്കൽ ത്രെഡ്സും സേഫ് ഗാർഡ്സിന്റെ എക്സാമ്പിൾ ഫയൽ. കാരണം എനിവേ നിങ്ങൾക്ക് അത് വെച്ച് തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. ബട്ട് ഓൺ വേർഡ്സിൽ തന്നെ സിനാനോയെ ബേസ് ചെയ്ത് എഴുതാനും നോക്കാം കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? എടാ നമ്മൾ ഓൾറെഡി പ്രാക്ടീസ് ചെയ്ത സെയിം ക്വസ്റ്റൻ ആണ്, പഠിച്ച സെയിം തിയറിയാണ്. അതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. നമ്മൾ ക്ലാസ്സിൽ എടുക്കുന്ന പോലെ എടുക്കാൻ സമയമില്ല. കാരണം നമുക്ക് അഡ്വർടൈസ്മെന്റ് ഒക്കെ നമ്മൾ ഒരു ദിവസം എന്ന് പഠിച്ച ടോപ്പിക്കാണ്. അതാണ് നമ്മൾ 5 minutes റിവൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. ബട്ട് ഇഫ് യു ആർ നോട്ട് ഗെറ്റിംഗ് എനി സ്പെസിഫിക് പോയിന്റ് പ്ലീസ് ലെറ്റ് മീ നോ. നമുക്ക് അതൊന്നും കൂടെ പറയാം കേട്ടോ. ഓക്കെ, ഇനി ഫീസ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പഠിച്ചിരുന്നു. കൺസിഡറിങ് ദ ഓഡിറ്റ് ഫീ. സോ വെൻ വി ഡിറ്റർമൈൻ ദ ഓഡിറ്റ് ഫീ ഓഫ് എ ക്ലയന്റ് കമ്പനി, അവിടെ നമ്മൾ പറഞ്ഞു ഫീസ് ഫെയർ ആൻഡ് റീസണബിൾ ആയിട്ട് ഓഡിറ്റർക്ക് തോന്നുന്ന എത്രയാണോ അത് ചാർജ് ചെയ്യാം. ദർ ഇസ് നോ ഇഷ്യൂസ് വിത്ത് ദാറ്റ്.
സോ അവിടെ നമ്മൾ പറഞ്ഞു ദർ ഇസ് നോ അപ്പർ ലിമിറ്റ് ഫോർ ദ ഫീസ്. നിങ്ങൾ കൊടുക്കുന്ന സർവീസിന്, അതിപ്പോൾ ഏത് കേസിലാണെങ്കിലും, നിങ്ങൾ എന്ത് സർവീസ് ആർക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ നിങ്ങൾ കൊടുക്കുന്ന സർവീസ് എന്താണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ സർവീസ് എത്ര വാല്യുബിൾ ആയിട്ട് തോന്നുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രൈസ് ചാർജ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പം ഇനി ഓഫറിന് പ്രൈസ് കൊടുക്കണോ അത് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ നിങ്ങളോട് ACC വെക്കുന്ന റൂൾ ഇതാണ്, ഫെയർ ആൻഡ് റീസണബിൾ ആയിട്ട് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് നിങ്ങൾ കൊടുക്കുന്ന സർവീസിന് അതാണ് നിങ്ങൾക്ക് ചാർജ് ചെയ്യേണ്ടത്. സോ യു കൻ ഡു ദാറ്റ്. പക്ഷേ മിനിമം നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, എത്രയാണോ നിങ്ങൾ ഈ സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇൻകർ ആവുന്ന കോസ്റ്റ് അത് റിക്കവർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ വേണം ഫീസ് ചാർജ് ചെയ്യാൻ. അല്ലെങ്കിൽ പ്രശ്നം എന്തായിരിക്കും, നമ്മൾ കൊടുക്കുന്ന വർക്കിന്റെ ക്വാളിറ്റി കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് പറയുന്നത് ഫെയർ ആൻഡ് റീസണബിൾ ആയിട്ടുള്ള എത്ര വേണമെങ്കിലും കയറ്റി വെച്ചോ, പക്ഷെ കുറയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം, മിനിമം നിങ്ങളുടെ കോസ്റ്റ് റിക്കവർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഫീസ് ആയിരിക്കണം നിങ്ങൾ ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് പ്രൊവൈഡിങ് സർവീസ് എപ്പോഴും കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞു. ദെൻ നമ്മൾ പറഞ്ഞു അവിടെ കുറേ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യാനുണ്ട് ഫീസ് ഡിറ്റർമൈൻ ചെയ്യുന്ന സമയത്ത്. എന്തൊക്കെയായിരുന്നു? നമ്മൾ പറഞ്ഞൊരു വർക്ക് അണ്ടർടേക്ക് ചെയ്യുന്ന സമയത്ത് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചാർജ് ചെയ്യാം. 2, നമ്മൾ പറഞ്ഞു നമ്മൾ ക്ലയൻറ്റുമായിട്ട് ചിലപ്പോൾ ഓൾറെഡി എഗ്രി ചെയ്തിട്ടുണ്ടാവും എങ്ങനെയാണ് ഫീസ് ചാർജ് ചെയ്യാൻ പോകുന്നതെന്ന്. അതിൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫീസ് ചാർജ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു സ്പെഷ്യലൈസ്ഡ് ഏരിയ ഓഫ് ഓഡിറ്റ് ആണ്, ഒരു സ്പെസിഫിക് ഇൻഡസ്ട്രിയിലേക്കുള്ള ഓഡിറ്റിൽ എല്ലാവരും സാധാരണ ചാർജ് ചെയ്യാറുള്ള ഒരു എമൗണ്ട് ഉണ്ടാവും, അത് തന്നെ നിങ്ങളും ചാർജ് ചെയ്യുക. അത് നമ്മൾ പറഞ്ഞ കസ്റ്റം ബേസിസിൽ ഒരു സ്പെഷ്യലൈസ്ഡ് ഏരിയയിൽ എത്രയാണ് എല്ലാവരും ചാർജ് ചെയ്യാറ് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ ചാർജ് ചെയ്യാം. ബട്ട് നിങ്ങൾ ചെയ്ത വർക്കിനനുസരിച്ചാണ് നിങ്ങൾ ഫീസ് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം. ഒന്ന്, സീനിയോറിറ്റി ഓഫ് ദി പേഴ്സൺ കൺസിഡർ ചെയ്യുന്നുണ്ടാവണം. ഓരോരുത്തർ എത്ര ടൈം സ്പെൻഡ് ചെയ്തു എന്നുള്ളത് കൺസിഡർ ചെയ്യണം. റിസ്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവണം. ഏർജൻസി ഓഫ് വർക്ക് ടു ദ ക്ലയൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇമ്പോർട്ടൻസ് ഓഫ് വർക്ക് ടു ദ ക്ലയൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഓവർ എക്സ്പെൻസസ് കൺസിഡർ ചെയ്യണം. നമ്മളിത് എന്തുകൊണ്ടാണ് കൺസിഡർ ചെയ്യേണ്ടതെന്ന് ഓരോന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചായിരുന്നു. സോ ഇപ്പോൾ ഫോർ ദി ടൈമിംഗ് എന്ത് കൺസിഡർ ചെയ്യണം എന്നുള്ളത് മാത്രം നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് കൺസിഡർ ചെയ്യേണ്ടത്? ആ വർക്കിൽ ഇൻവോൾവ് ആവുന്ന ആളുകളുടെ സീനിയോറിറ്റി നോക്കണം. ഓരോരുത്തരും എത്ര ടൈമാണ് ഈ വർക്കിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നതെന്നുള്ളത് നോക്കണം. ദെൻ റിസ്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റി നോക്കുക. ക്ലയൻറ്റിനെ സംബന്ധിച്ച് ഈ വർക്ക് എത്ര അർജന്റ് ആണെന്നുള്ളത് നോക്കുക, എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നോക്കുക, ഓവർ എക്സ്പെൻസസ് എന്തൊക്കെ ഇൻകർ ആവുന്നുള്ളത് നോക്കണം. ദെൻ നമ്മൾ പറഞ്ഞു ഫീസ് ചാർജ് ചെയ്യുന്ന സമയത്ത് പെർസെൻറ്റേജ്, കണ്ടിജൻസി അല്ലെ സിമിലർ ബേസിസിലൊന്നും ഫീസ് ചാർജ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ലോ ബോളിങ്ങും റെഫറൽ ഫീസും ഉണ്ടാവാനും പാടില്ല. ഓൾട്ടർനേറ്റീവ്ലി നമ്മൾ പറഞ്ഞു അക്കൗണ്ടിങ് ഫേമിന് വേണമെന്നുണ്ടെങ്കിൽ അവർലി റേറ്റിൽ ഫീസ് ചാർജ് ചെയ്യാം. ഓരോരുത്തരും എത്ര അവേഴ്സ് ആണോ നമ്മുടെ എൻഗേജ്മെന്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് വേണമെങ്കിൽ ഫീസ് ചാർജ് ചെയ്യാം. അഡീഷണൽ നമ്മൾ പറഞ്ഞു ഇനി ഓഡിറ്റർക്ക് ഫീസ് എങ്ങാനും കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് തോന്നുന്ന ഫീസ് എത്ര വേണമെങ്കിലും കുറച്ച് വെച്ചോ, പ്രശ്നമൊന്നുമില്ല. പ്രശ്നം നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ എന്തായിരിക്കണം ചെയ്യുന്നത്, പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സും അതേപോലെ തന്നെ ലീഗൽ റിക്വയർമെന്റ്സും പ്രകാരം തന്നെ വേണം വർക്ക് ചെയ്യാൻ. ആൻഡ് ക്വാളിറ്റി ഓഫ് ദി വർക്ക് ഒരു രീതിയിലും കുറയാൻ പാടില്ല. സോ ക്വാളിറ്റി ഓഫ് ദി വർക്ക് കുറയാതെ രീതിയിൽ നിങ്ങൾക്ക് വർക്കിന് വേണ്ടിയിട്ട് ചാർജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാർജ് ചെയ്യാം. സോ ഇത്രയായിരുന്നു നമ്മൾ ഫീസ് റിലേറ്റഡ് ആയിട്ട് തിയററ്റിക്കൽ ഏരിയാസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു വെസ്റ്റേൺ എന്ന് പറഞ്ഞ്. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ നമ്മളോട് ഇങ്ങനെയായിരുന്നു ചോദിച്ചിരുന്നത്, അസ്യൂമിങ് വെസ്റ്റേൺ ആൻഡ് കോ ഈസ് അപ്പോയിന്റഡ് ടു പ്രൊവൈഡ് ഓഡിറ്റ് സർവീസസ് ടു ജോൺസ് കമ്പനി, ഡിസ്കസ് ദ ഇഷ്യൂസ് ടു ബി കൺസിഡേർഡ് ബൈ ദ ഓഡിറ്റ് ടീം, by the firm, a fee for the audit including any ethical matters raised. So actually speaking നമ്മളോട് ഇവിടെ 2 റിക്വയർമെന്റ് ചോദിച്ചിട്ടുണ്ട്. ഒന്ന്, നമ്മളോട് ചോദിച്ചേക്കുന്നത് ഫീസ് ഡിറ്റർമൈൻ ചെയ്യുന്നതുമായിട്ട് റിലേറ്റ് ചെയ്ത് കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഈ എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. സോ ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ നമ്പർ 1. 2, എത്തിക്കൽ ഇഷ്യൂസ് ഇവിടെ എന്തൊക്കെയാണ് ഫീസ് ഡിറ്റർമൈൻ ചെയ്യുന്നതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ട്. ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ നമ്പർ 2. അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് എപ്പോഴും നോക്കാം എന്തൊക്കെയാണ് മാറ്റേഴ്സ് കൺസിഡർ ചെയ്യേണ്ടത് ഫീസ് ഡിറ്റർമൈൻ ചെയ്യുന്നതിന് മുന്നേ. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഈ മാറ്റേഴ്സ്. ദീസ് ആർ ദ മാറ്റേഴ്സ് ടു കൺസിഡർ ബിഫോർ ഡിറ്റർമൈനിങ് ദ ഫീസ്. സോ ദാറ്റ്സ് എ ഡയറക്റ്റ് തിയററ്റിക്കൽ ഏരിയ. അതേ സ്ഥാനത്ത് നിങ്ങളോട് രണ്ടാമത് ചോദിച്ചത് എന്തായിരുന്നു, ഫീസ് ഡിറ്റർമൈൻ ചെയ്യുന്നതിനെ ബേസ് ചെയ്തുള്ള എത്തിക്കൽ ഇഷ്യൂ. അപ്പോൾ ഫീനെ ബേസ് ചെയ്തിട്ട് വരുന്ന എത്തിക്കൽ ഇഷ്യൂസ് മാത്രം നിങ്ങളോട് പറഞ്ഞാൽ മതി. അപ്പം ഇവിടെ ഇപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ അവർ പറഞ്ഞിട്ടുണ്ട്, ഐ എം ഹോപ്പിംഗ് ദാറ്റ് ദ ഫീസ് വിൽ ബി ക്വയറ്റ് ലോ, ദേ ആർ വില്ലിംഗ് ടു പേ മോർ ഫോർ ദ സർവീസസ് വിച്ച് ദേ കൺസിഡർ ബെനിഫിഷ്യൽ ഫോർ ദ ബിസിനസ്, ദേ നീഡ് ടു ഗെറ്റ് എ കോമ്പറ്റീവ് ഫീ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഫീസ് ഭയങ്കര കുറവാണ് അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി മാറും, ഇറ്റ് മേ റിസൾട്ട് ഇൻ ലോ ബോളിംഗ്. ലോ ബോളിംഗ് ഈസ് നോട്ട് അലൗഡ് ആസ് ഇറ്റ് ക്രിയേറ്റ് സെൽഫ് ഇൻട്രസ്റ്റ് റേറ്റ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് സെയിം ആസ് അവർ പറയാണ് ദേ വുഡ് ലൈക്ക് ദ ഫീ ടു ബി ലിങ്ക് ടു ദ ജോൺസ് കമ്പനി സക്സസ് ഇൻ എക്സ്പാൻഡിങ് ഓവർസീസ്. അവർക്ക് ജോൺസ് കമ്പനി ഓവർസീസിൽ എക്സ്പാൻഡ് ആവുന്ന സക്സസിനെ ബേസ് ചെയ്ത് ഫീസ് വെക്കാനാണ് താല്പര്യം എന്ന് പറഞ്ഞു. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇറ്റ്സ് എ കണ്ടിജൻസി ഫീ. സോ പെർസെൻറ്റേജ് ഒരു കണ്ടിജന്റ് ബേസിസുള്ള ഫീസ് അലൗഡ് അല്ല. സോ ഇറ്റ് കനോട്ട് ബി ഡൺ. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞ് ഇങ്ങനെ നമ്മൾ നോക്കി നോക്കുക നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് അവിടെ ഉണ്ടോയെന്ന്. സോ കോമ്പറ്റീറ്റീവ് ഓഡിറ്റ് ഫീ ആണെന്ന് പറയുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തിനേലും ലിങ്ക് ചെയ്തിട്ടുള്ള ഫീസ് ആണെന്ന് പറയുന്നു. അപ്പോൾ ഒക്കെ നിങ്ങൾക്ക് എന്താ പറയാം,
പെർസെൻറ്റേജ് അല്ലെങ്കിൽ കണ്ടിജന്റ് ബേസിസ് ഉള്ള ഫീസ് ഒന്നും അലൗഡ് അല്ല എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ എത്തിക്കൽ ഇഷ്യൂസും ചോദിക്കുന്നുണ്ടാവും, അതേപോലെ തന്നെ ക്വാളിറ്റി മാനേജ്മെന്റ് റിലേറ്റഡ് ഫീസിനെ ബേസ് ചെയ്തിട്ടുള്ള ഫാക്ടേഴ്സ് ടു കൺസിഡറും ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിലായിരിക്കും നമ്മൾ ഈ ഫീസിന്റെ റിലേറ്റഡ് തിയറി യൂസ് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞ് ഫീസ് റിലേറ്റഡ് തിയറീസ് നിങ്ങൾക്ക് വരാതിരിക്കാം, വന്നാൽ ഇങ്ങനെയാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തായിരുന്നു. ആരെങ്കിലും ഈ ക്വസ്റ്റ്യൻ ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ചെയ്ത് നോക്കണേ. ഓക്കെ സാറ്, ഇപ്പൊ നമ്മൾ ഒരാളെ റെഫർ ചെയ്ത അത് എത്തിക്കൽ ത്രെഡ് വല്ലതും ക്രിയേറ്റ് ചെയ്യുമോ? സെൽഫ് ഇൻട്രസ്റ്റ് വരും. നമ്മൾ അവരെ റെഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പൈസ വാങ്ങിച്ചല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നീട് അവർക്ക് എഗൈൻസ്റ്റ് സംസാരിക്കാൻ പറ്റാണ്ട് വരും. അപ്പോൾ പൈസ കിട്ടിയ കാരണം കൊണ്ട് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തായിരിക്കും പറയുന്നുണ്ടാവുക. സോ ബിക്കോസ് ഓഫ് അവർ പേഴ്സണൽ ഇൻട്രസ്റ്റ്, അപ്പോൾ അതെന്താവും, സെൽഫ് ഇൻട്രസ്റ്റ് ആവും. അതുകൊണ്ട് നമ്മൾ പറയുന്നത് റെഫറൽ ഫീസ് അലൗഡ് അല്ല. ഓക്കെ, റെഫറൽ ഫീസ് അല്ല സാറേ, നമ്മുടെ ഉള്ളൊരു ക്ലയന്റ് വേറൊരു ക്ലയന്റിനോട് പറയുകയാണെങ്കിൽ എനിക്കിങ്ങനെ ഒരു ഓഡിറ്റർ ഉണ്ട്, നിങ്ങളുടെ സർവീസസ് നിങ്ങൾക്ക് സർവീസ് പുള്ളിയുടെ പറയുവാണ് ഓർഡർ ഉണ്ടെന്നുള്ള കംപ്ലീറ്റ് ബേസ്ഡ് ഓൺ സിനാരിയോക്കകത്ത് പറഞ്ഞേക്കുന്ന കാര്യം നോക്കിയിട്ട് എത്തിക്കൽ ത്രെട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, എന്ത് കാര്യമാണെങ്കിലും നമ്മൾ എങ്ങനെയാണ് ജസ്റ്റിഫൈ ചെയ്യുന്നത് അങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ അവിടെ ത്രെട്ട് ഉണ്ടെന്ന് നിങ്ങൾക്ക് വേണേൽ പറയാം, ഇല്ലാന്ന് വേണേൽ പറയാം. നമ്മൾ ത്രെട്ട് ഉണ്ടെന്നായിരിക്കും എപ്പോഴും പറയുന്നുണ്ടാവുക. അത് എങ്ങനെയാണ് ത്രെട്ടായിട്ട് വരുന്നത് നമ്മുടെ പ്യൂർ കോമൺ സെൻസിലുള്ള ജസ്റ്റിഫിക്കേഷൻ ആയിരിക്കും. അതുകൊണ്ട് നമ്മളോട് പറഞ്ഞേക്കുന്നത് വാട്ട് എവർ യു റൈറ്റ് വിൽ ബി ഗെറ്റിംഗ് മാർക്ക്, ഇറ്റ് ഷുഡ് ബി എ റീസണബിൾ ജസ്റ്റിഫിക്കേഷൻ. അവർ പറയുന്നത് എന്താ, കറക്റ്റ് ജസ്റ്റിഫിക്കേഷൻ, അബ്സല്യൂട്ട് ജസ്റ്റിഫിക്കേഷൻ ആവണമെന്നില്ല, നീഡ്സ് ബി എ റീസണബിൾ ജസ്റ്റിഫിക്കേഷൻ. ന്യായമായി എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇറ്റ്സ് എ ഏരിയ കോൾഡ് ഗോയിങ് കൺസേൺ. സോ ബേസിക്കലി ഗോയിങ് കൺസേൺ എന്ന് പറയുന്ന ഏരിയ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ബേസിക്കലി വെൻ ഇറ്റ് കംസ് ടു ദ ഏരിയ ഓഫ് ഗോയിങ് കൺസേൺ, നിങ്ങളോട് ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവുക, ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ മാറ്റേഴ്സ് വിച്ച് മേ കാസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡൗട്ട് ഓൺ കമ്പനീസ് എബിലിറ്റി ടു കണ്ടിന്യൂസ് ഗോയിങ് കൺസേൺ. ഒരു കമ്പനി ഗോയിങ് കൺസേൺ ബേസിസിൽ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ കമ്പനിയുടെ ഗോയിങ് കൺസേൺ എബിലിറ്റിയിൽ നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ ഇറ്റ്സ് കംപ്ലീറ്റ്ലി നിങ്ങളുടെ തോന്നൽ. അപ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ ഗോയിങ് കൺസേൺ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു, നിങ്ങൾക്ക് ജസ്റ്റ് അതിനെ ഐഡന്റിഫൈ ചെയ്ത് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത്. സോ ഇവിടെ ഇപ്പോൾ ഈ സിനാരിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സിനാരിയോയിൽ കുറേ കഥകൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവർ പറയുകയാണ് ഇവർക്കൊരു ബാങ്ക് ലോൺ പുതുതായിട്ട് എടുക്കേണ്ടതായിട്ട് വന്നു. സോ ആ ലോൺ എടുത്തേക്കുന്ന സമയത്ത് അവർ പ്രോപ്പർട്ടി കമ്പനിയുടെ എന്തായിട്ട് കൊടുത്തിട്ടുണ്ട്, സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവർ പറയുകയാണ് ഈ പ്രോപ്പർട്ടി സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തേക്കുന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള ലോണിന്റെ ഫസ്റ്റ് റീപേയ്മെന്റ് വരുന്നത് 30th June 2016 അപ്കമിങ് ഇയറിലാണ്. $350,000 ആണ് അതിന് വേണ്ടിയിട്ട് പേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ദെൻ നിങ്ങളോട് തൊട്ട് മേലെ പറഞ്ഞേക്കാണ് കമ്പനിയുടെ ക്യാഷ് ബാലൻസ് 150 ഉള്ളൂ എന്ന്. അപ്പോൾ നമ്മൾ ലോജിക്കലി അവിടെ പറയാം വാട്ട് വിൽ ഹാപ്പൻ ഇൻ ദിസ് കേസ്, എന്തായിരിക്കും സംഭവിക്കുക? അതായത് കമ്പനി ഈസ് ഹാവിംഗ് എ ക്യാഷ് ബാലൻസ് ഓഫ് ജസ്റ്റ് $150,000 ഫോർ ദി ഇയർ, ആൻഡ് ഇൻ ദ അപ്കമിങ് ഇയർ ദേ നീഡ് ടു റീപേ എ സിഗ്നിഫിക്കന്റ് എമൗണ്ട് ഓഫ് ബാങ്ക് ലോൺ which is secured on the company's property, especially company's manufacturing site and head office. What if the company is not able to pay the first installment? There can be chances that bank might seize the company's property, and in that case the company will not be able to carry out their manufacturing process, as well as they will not be able to carry out their administrative activity, as both the head office and manufacturing site will be seized by the bank. So in this case it might affect the going concern ability of the company. So ഇങ്ങനെ ജനറൽ ആയിട്ടായിരിക്കും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. രണ്ടാമത് ഇവർ പറഞ്ഞു ഇവരൊരു സപ്ലയറിൻ്റെ അടുത്ത് നിന്ന് ഒരു എക്സ്റ്റൻഷൻ എടുത്തിട്ടുണ്ട്, 50 days 80 days ക്രെഡിറ്റ് പീരീഡ് കൂട്ടി. ഇവിടെ മേജർ സപ്ലയർ ആണെന്ന് പറഞ്ഞു. നമുക്ക് എന്താ പറയാൻ പറ്റുക? ദ കമ്പനി ഹാവ് എക്സ്റ്റെൻഡഡ് ദ ക്രെഡിറ്റ് ടേംസ് വിത്ത് ദ സപ്ലയർ by around a month. Since it's one of the major supplier, there can be chances that in long run this supplier might get dissatisfied and they will not be willing to provide any further credit for the company. In that case the company will not be able to continue with the production process, as they will not receive supplies on time. So it might affect the going concern of the company. ഇങ്ങനെ ജനറൽ ആയിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി കമ്പനിയുടെ ഗോയിങ് കൺസേൺ എബിലിറ്റി എങ്ങനെയാണ് അഫക്റ്റഡ് ആവുന്നതെന്ന്. നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അത് നമ്മൾ പറഞ്ഞ് സിഗ്നിഫിക്കൻറ്റ് ഡൗട്ട് എന്താണ് കമ്പനിയുടെ ഗോയിങ് കൺസേണിനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്താണോ അത് ഐഡന്റിഫൈ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നിങ്ങളോട് പറയുന്നത്. ആൻഡ് രണ്ടാമത് അവിടെ ചോദിച്ചേക്ക് നോക്കി, recommend the audit procedures to be performed in relation to the going concern matters identified. നിങ്ങൾ കണ്ടുപിടിച്ച ഗോയിങ് കൺസേൺ മാറ്റേഴ്സിനെ ബേസ് ചെയ്ത് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു. അവിടെ നോക്കുക
ഇൻ റിലേഷൻ ടു ദ ഗോയിങ് കൺസേൺ മാറ്റേഴ്സ് ഐഡന്റിഫൈഡ്. ജനറൽ ആയിട്ടുള്ള ഗോയിങ് കൺസേണിന്റെ സബ്സ്റ്റാൻറ്റീവ്സ് കൊണ്ട് എഴുതി വെച്ച മാർക്ക് കിട്ടില്ല. ഇവിടെ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടുപിടിച്ച ഗോയിങ് കൺസേൺ പ്രശ്നം എന്താണോ അതിനെ ബേസ് ചെയ്ത് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കണ്ടുപിടിച്ച ഗോയിങ് കൺസേണിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെ നിങ്ങൾ എഴുതണം. അപ്പൊ നിങ്ങൾ ഇവിടെ പറഞ്ഞു സപ്ലയർ ഡിസാറ്റിസ്ഫൈഡ് ആവുന്നു. അപ്പൊ അങ്ങനെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, reviews correspondence between Kandinsky company and the supplier of cocoa bean to confirm whether the supplier have agreed to the extended payment term from 50 days to 80 days and there are any chances that the supplier is dissatisfied. ഇനി ഇവിടെ ഇവർ പറഞ്ഞു ലോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് അബൌട്ട് ദെയർ അപ്കമിംഗ് ഇയേഴ്സ് ക്യാഷ് ഫ്ലോസ് to consider whether the company will be able to repay the amount of 350,000 which is due to be paid on 30th of June 2016. അല്ലെ ഓൾട്ടർനേറ്റീവ്ലി നിങ്ങൾക്ക് എന്ത് പറയാം, review the forecasted cash flow statements of the company in order to understand whether the company will be able to generate cash flows in the upcoming year to settle their first repayment of loan capital which is due on 30th June 2016. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം, ഓൾറെഡി കോവനൻസ് എന്തെങ്കിലും ബ്രീച്ച് ആയിട്ടുണ്ടോ എന്ന് അറിയണം. You can obtain external confirmation from the bank to determine whether any covenants relating to the bank loan over which the company have provided head office and manufacturing site as security is breached. Clear ആയോ? അപ്പൊ ഇങ്ങനെ നിങ്ങൾ കണ്ടുപിടിച്ച ഗോയിങ് കൺസേൺ ഇഷ്യൂസ് എന്താണോ അത് ശരിക്കും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണോ ആ പ്രൊസീജിയേഴ്സിനെ കുറിച്ച് മാത്രമായിരിക്കണം നിങ്ങൾ സംസാരിക്കുന്നത്. സോ ദിസ് ഈസ് വാട്ട് യു നീഡ് ടു കൺസിഡർ വൈൽ ഡൂയിങ് ക്വസ്റ്റ്യൻസ് ഇൻ റിലേഷൻ ടു ഗോയിങ് കൺസേൺ. അപ്പം ഗോയിങ് കൺസേണിനെ ബേസ് ചെയ്ത് സിഗ്നിഫിക്കൻറ്റ് ഡൗട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളതാണ് നോക്കേണ്ടത്. അതുപോലെ തന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഓഡിറ്റ് പ്രൊസീജിയേഴ്സുമാണ് എഴുതേണ്ടത്. ക്ലിയർ ആയോ? പക്ക സർ, ഓരോ പോയിന്റിനും ഒരു 3 to 4 സെന്റൻസസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയാവും. എടാ ഈ സിഗ്നിഫിക്കൻറ്റ് ഡൗട്ട് എന്ന് പറയുന്ന പോയിന്റിനൊക്കെ റഫ്ലി വിൽ ബി ഗെറ്റിംഗ് ഓൺലി അപ്രോക്സിമേറ്റ്ലി അറൌണ്ട് 2 മാർക്സ്. അപ്പം അങ്ങനെ ഒരു 2 മാർക്ക് വരുമ്പം അറൌണ്ട് ഒരു 3 ഒക്കെ മതി. കാരണം എന്താ വെച്ചാൽ അതിന് മേലെ എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കംപ്ലീറ്റ് ചെയ്യാൻ ടൈം ഉണ്ടാവില്ല. പിന്നെ പ്രൊസീജിയേഴ്സിന് എപ്പോഴും എന്ത് തന്നെ ആയിരിക്കും, നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ whenever it comes to the procedure part you will be getting 1 mark per point. പ്രൊസീജിയേഴ്സിന് എപ്പോഴും 1 മാർക്ക് ആയിരിക്കും. അതിപ്പോൾ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ആണെങ്കിലും PFID ആണെങ്കിലും KPID ആണെങ്കിലും എല്ലാം. ഓക്കെ ഓക്കെ സർ. ഇനി ഇവിടെ തന്നെ ഒരു പാർട്ട് ബി ഉണ്ട്, ബട്ട് ഇറ്റ്സ് കംപ്ലീറ്റ്ലി എ സെപ്പറേറ്റ് ഏരിയ ആൻഡ് അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് 2 സെപ്പറേറ്റ് ഏരിയാസ് ആൻഡ് ഇറ്റ്സ് ഏരിയ ഓഫ് KPI, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. നമ്മൾ KPIനെ ബേസ് ചെയ്ത് 3 ക്വസ്റ്റ്യൻസ് ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. മൂസ്വുഡ് ഹോസ്പിറ്റൽ, ദെൻ ന്യൂമാൻ എന്ന് പറഞ്ഞ ഒരു കേസ് ആൻഡ് ദിസ് കണ്ടിൻസ്കി. സോ ബേസിക്കലി റോക്തോ യൂണിവേഴ്സിറ്റി. സോ ബേസിക്കലി നമ്മൾ ഇങ്ങനെയുള്ള KPI, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും നമുക്കിവിടെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. സോ നമുക്കറിയാം കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ സക്സസ് ഫാക്ടേഴ്സിനാണ് KPI എന്ന് പറയാം. സോ KPIസിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ദീസ് ആർ ദ ഹിസ്റ്റോറിക് ഇൻഫർമേഷൻ ഇറ്റ് സെൽഫ്. അതായത് ഓൾറെഡി നടന്നു പോയ കാര്യങ്ങളാണ്, കമ്പനി അച്ചീവ് ചെയ്തു എന്ന് കമ്പനി അവകാശപ്പെടുന്ന കാര്യങ്ങളാണ് KPI എന്ന് പറയാം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ടാവും, ഇവിടെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യാനായിട്ട് പറ്റും, അൺലൈക്ക് PFI. സോ KPI എന്ന് പറയുമ്പോൾ ഇവിടെ ഈ തന്നേക്കുന്ന ഇതിനെ ഓരോന്നിനെയാണ് നമ്മൾ KPI അല്ലെങ്കിൽ പെർഫോമൻസ് മെഷേഴ്സ് എന്ന് വിളിക്കുക. അതായത് 85% ഓഫ് സ്റ്റുഡൻസ് അവരുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, 20% സ്റ്റുഡൻസിന് ഡിസ്റ്റിങ്ഷൻ കിട്ടി, 65% സ്റ്റുഡൻസ് അവരുടെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തു, 70% സ്റ്റുഡൻറ്റ് എക്സലന്റ് അല്ലെങ്കിൽ വെരി ഗുഡ് എന്ന് പറഞ്ഞ അവരുടെ യൂണിവേഴ്സിറ്റി എക്സ്പീരിയൻസ് റേറ്റ് ചെയ്തു. ഇതൊക്കെയാണ് പെർഫോമൻസ് മെഷേഴ്സ് എന്ന് പറയുന്നത്. നമ്മളോട് ഇവിടെ ഒരു റയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ആദ്യമേ, ഡിസ്കസ് ദ റെലവൻസ് ആൻഡ് മെഷറബിലിറ്റി ഓഫ് ദി റിപ്പോർട്ടഡ് പെർഫോമൻസ് ഇൻഫർമേഷൻ. ഈ പെർഫോമൻസ് ഇൻഫർമേഷനുകൾ ഓരോന്നും റെലവൻ്റ് ആണോ മെഷറബിൾ ആണോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നേക്കുന്ന ഒരു പെർഫോമൻസ് ഇൻഫർമേഷൻ റെലവൻ്റ് ആണോ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു അവിടെ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഇവിടുത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് നോക്കണം. സോ ഇതൊരു റോക്തോ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെ ഒരു സ്മോൾ യൂണിവേഴ്സിറ്റിയാണ്, ഗവൺമെന്റ് ഫണ്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ആണെന്ന് പറഞ്ഞു. ആൻഡ് ബാക്കിയൊക്കെ സാധാരണ പറയുന്ന പോലെ തന്നെ സെനാരിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ആലോചിച്ച് നോക്കുക ഇവിടുത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ്. സോ സിൻസ് ഇറ്റ്സ് എ ഗവൺമെന്റ് ഫണ്ടഡ് യൂണിവേഴ്സിറ്റി ഡെഫിനറ്റ്ലി ഗവൺമെന്റ് വിൽ ബി എ സ്റ്റേക്ക് ഹോൾഡർ. കറന്റ് സ്റ്റുഡൻസ് ഉണ്ടാവും, പൊട്ടൻഷ്യൽ സ്റ്റുഡൻസ് ഉണ്ടാവും, അവരുടെ പേരൻസ് ഉണ്ടാവും, ഫാക്കൽറ്റീസ് ഉണ്ടാവും, ദെൻ ന്യൂസ് ആൻഡ് മീഡിയാസ് ഉണ്ടാവും, എംപ്ലോയേഴ്സ് ഉണ്ടാവും. ഇങ്ങനെയുള്ളവരൊക്കെയാണ് ഇവിടെയുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയാം. ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഓരോരുത്തർക്കും ഈ പറയുന്ന പെർഫോമൻസ് മെഷേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് നോക്കിയാൽ മതി. ഗ്രാജുവേഷൻ റേറ്റ്, അക്കാഡമിക് പെർഫോമൻസ്, എംപ്ലോയബിലിറ്റി, കോഴ്സ് സാറ്റിസ്ഫാക്ഷൻ,
സോ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ സംബന്ധിച്ച് ഇത് ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ് നോക്കുക. ആണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് റെലവൻറ്റ്. ഇനി മെഷറബിൾ ആണോ ഒരു കാര്യം എന്നറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യേണ്ടി വരിക? യു നീഡ് ടു കൺസിഡർ വെദർ ദിസ് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ഓർ ക്വാളിറ്റേറ്റീവ്. ബൈ എമൗണ്ട് അല്ലെങ്കിൽ ബൈ നമ്പർ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതാണ് നോക്കുക. യെസ്, ഗ്രാജുവേഷൻ റേറ്റ് ഈസ് മെഷറബിൾ, കോഴ്സ് സാറ്റിസ്ഫാക്ഷൻ ഈസ് നോട്ട് മെഷറബിൾ. അങ്ങനെ ഓരോന്നും നോക്കുക. ക്വാണ്ടിറ്റേറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് പറയാം മെഷറബിലിറ്റി ഉണ്ടെന്ന്, അല്ലെങ്കിൽ പറയാം മെഷറബിൾ അല്ല എന്ന്. ഇങ്ങനെയായിരുന്നു റെലവൻസ് ആൻഡ് മെഷറബിലിറ്റി നമ്മൾ കൺസിഡർ ചെയ്യണമെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. ആൻഡ് രണ്ടാമത് നമ്മളോട് ചോദിച്ചേക്കുന്ന എക്സാമിനേഷൻ പ്രൊസീജിയേഴ്സ് ആണ് PFIനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഇവർ പറഞ്ഞു 85% ആളുകൾക്ക് ഗ്രാജുവേഷൻ പ്രോഗ്രാം കിട്ടി. അപ്പം അത് കിട്ടിയോ എന്നറിയാൻ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ പറയാം. ദെൻ 20% ആളുകൾക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടി. 65% ആളുകൾക്ക് ഗ്രാജുവേഷൻ ലെവലിലുള്ള എംപ്ലോയ്മെന്റ് കിട്ടി. 70% ആളുകൾ യൂണിവേഴ്സിറ്റി എക്സ്പീരിയൻസ് എക്സലന്റ് അല്ലെങ്കിൽ വെരി ഗുഡ് എന്ന് പറഞ്ഞ് റേറ്റ് ചെയ്തു. അപ്പോൾ ഇത് ഓരോന്നും നമുക്ക് കൺഫേം ചെയ്യണം. അപ്പോൾ അത് കൺഫേം ചെയ്യാൻ എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്കിവിടെ ലോജിക്കലി കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രൊസീജിയേഴ്സ് തന്നെ ഡിസ്കസ് ചെയ്യാം. മാനേജ്മെന്റുമായിട്ട് എന്താ ഇവിടെ ചോദിക്കാൻ പറ്റുക, അല്ലെങ്കിൽ എക്സ്റ്റേണൽ കൺഫർമേഷൻ വാങ്ങാൻ പറ്റുമോ, കറസ്പോണ്ടൻസ് റിവ്യൂ ചെയ്യാൻ പറ്റുമോ, അനലിറ്റിക്കൽ പ്രൊസീജിയർ ചെയ്യാൻ പറ്റുമോ, ബോർഡ് മിനിറ്റ്സും എല്ലാം നോക്കാൻ പറ്റുമോ, അതേപോലെ തന്നെ ഇപ്പം നമുക്ക് റീകാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഓരോന്നും പറയാം. നമ്മളന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു. ഇപ്പം ഡിസ്റ്റിങ്ഷൻ കിട്ടിയെന്ന് പറഞ്ഞ് 20% സ്റ്റുഡൻസുകൾക്ക് നമുക്ക് എന്താ പറ്റുക? റിവ്യൂ എ സാമ്പിൾ ഓഫ് സ്റ്റുഡൻസ് മാർക്ക് ലിസ്റ്റ് ഹു ഹാവ് അച്ചീവ് ഡിസ്റ്റിങ്ഷൻ ഇൻ ഓർഡർ ടു കൺഫേം വെദർ ദേ ഹാവ് റീച്ച് ഡിസ്റ്റിങ്ഷൻ ലെവൽ മാർക്സ്. പറഞ്ഞൂടെ? അവർ പറഞ്ഞിട്ട് 70% സ്റ്റുഡൻസ് എക്സലന്റ് അല്ലെങ്കിൽ ഗുഡ് എന്ന് പറഞ്ഞിട്ടാണ് യൂണിവേഴ്സിറ്റി എക്സ്പീരിയൻസ് റേറ്റ് ചെയ്തത്. യു ക്യാൻ റിവ്യൂ എ സാമ്പിൾ ഓഫ് ഫീഡ്ബാക്ക് ഫോംസ് ടു കൺഫേം വെദർ മജോറിറ്റി ഓഫ് സ്റ്റുഡൻസ് ഹാവ് റേറ്റഡ് ദെയർ എക്സ്പീരിയൻസസ് എക്സലന്റ് അല്ലെങ്കിൽ വെരി ഗുഡ്. ഇനി ഇവർ പറഞ്ഞു 65% ആളുകൾക്ക് ഗ്രാജുവേഷൻ ലെവലിലുള്ള എംപ്ലോയ്മെന്റ് കിട്ടി. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒബ്റ്റെയിൻ എക്സ്റ്റേണൽ കൺഫർമേഷൻ ഫ്രം എ സാമ്പിൾ ഓഫ് സ്റ്റുഡൻസ് ഹു ഹാവ് അച്ചീവ്ഡ് എംപ്ലോയ്മെന്റ് ടു കൺഫേം വെദർ മജോറിറ്റി ഓഫ് ദം ഹാവ് ഒബ്റ്റെയിൻ ഗ്രാജുവേഷൻ ലെവൽ എംപ്ലോയ്മെന്റ് ഇറ്റ് സെൽഫ്. ഇനി 85% ആളുകൾ ഗ്രാജുവേഷൻ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ റിവ്യൂ ദ ബോർഡ് മിനിറ്റ്സ് ടു അണ്ടർസ്റ്റാൻഡ് വെദർ ബോർഡ് ഹാവ് അപ്രൂവ് ദാറ്റ് ദ 85% ഓഫ് ദി സ്റ്റുഡൻസ് ഹാവ് completed their graduation program. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? You can recalculate the graduation rate by considering a number of students who have cleared the exam by the number of students who have attended for the graduation program to ensure that the graduation rate is 85%. ഇങ്ങനെയുള്ള ഓരോന്നും പറയാം. ക്ലിയർ ആയോ? Yes, sir. Is it clear everyone? ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഓക്കെ. ഇനി ഈ പറയുന്ന KPI നമ്മൾ നേരെ പോകാൻ പോകുന്ന PFIയിലേക്കാണ്. സോ ബേസിക്കലി വെൻ ഇറ്റ് കംസ് ടു PFI, നമുക്കറിയാം PFIയും KPIയും കമ്പയർ ചെയ്യാൻ പറ്റില്ലാത്ത രണ്ട് കാര്യങ്ങളാണ്. മാറിപ്പോവരുത്. KPI എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആൻഡ് PFI എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ്സ് എ പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. സോ വെൻ ഇറ്റ് കംസ് ടു പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ്സ് പ്രോസ്പെക്റ്റീവ് വിച്ച് ഈസ് ഗോയിങ് ടു കം. ഇതുവരെ സംഭവിച്ചിട്ടില്ല. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഫോർകാസ്റ്റ് ആൻഡ് ബഡ്ജറ്റ് ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? PFI എന്ന് വിളിക്കുക. അപ്പൊ ഇത് ഇതുവരെ സംഭവിക്കാത്ത കാര്യങ്ങൾ ആയതുകൊണ്ട് തന്നെ വി വിൽ നോട്ട് ബി ഏബിൾ ടു ഒബ്റ്റെയിൻ സഫിഷ്യന്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ്. നമുക്ക് പ്രോപ്പർ എവിഡൻസ് ഇവിടെ കിട്ടൂല. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഇതുവരെ സംഭവിക്കാത്ത കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്തായിരിക്കും ചെയ്യേണ്ടി വരിക? PFIയുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് മെയിൻലി ചെയ്യാൻ പറ്റുന്ന റിക്വയർമെന്റ് ഇതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ അത് ഞാൻ പറയാം. നമുക്ക് വരുന്ന റിക്വയർമെന്റ് ഇങ്ങനെയായിരിക്കും: ഡിസൈൻ ദ എക്സാമിനേഷൻ പ്രൊസീജിയേഴ്സ് യു ഷുഡ് പെർഫോം ഇൻ റിവ്യൂ ഓഫ് വോട്ടേഴ്സ് കമ്പനീസ് ഫോർകാസ്റ്റ് P&L. നമുക്ക് വോട്ടേഴ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഫോർകാസ്റ്റഡ് P&L ഇങ്ങനെ തന്നിട്ടുണ്ട്. ഈ ഫോർകാസ്റ്റഡ് P&L റിവ്യൂ ചെയ്യുന്നതായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു. അവിടെ നമ്മൾ പറഞ്ഞു ഇവിടെ നിങ്ങളോട് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറ്റുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ പറയാനുള്ള തന്നെ റിട്ടേൺ റെപ്രസെന്റേഷൻ വാങ്ങുക, എക്സ്റ്റേണൽ കൺഫർമേഷൻ വാങ്ങുക, ബോർഡ് മിനിറ്റ്സ് നോക്കുക, ഇതൊന്നും പറയരുത്. നിങ്ങൾക്ക് അവിടെ മെയിൻലി ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു, നമ്മൾ മെയിൻലി ചെയ്യുന്നുള്ള പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻക്വയറി ആൻഡ് അനലിറ്റിക്കൽ പ്രൊസീജിയർ. എൻക്വയറി ആൻഡ് അനലിറ്റിക്കൽ പ്രൊസീജിയർ ആയിരിക്കും നമ്മൾ മെയിൻലി ചെയ്യാറുള്ള പ്രൊസീജിയർ ഇൻ കേസ് ഓഫ് ഫോർകാസ്റ്റ് ഇൻഫർമേഷൻ. അപ്പോൾ എൻക്വയറിയും അനലിറ്റിക്കൽ പ്രൊസീജിയറിന്റെ മേലെ തന്നെ വേണം നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ. ഇവിടെ അപ്പോൾ നിങ്ങൾ എന്ത് പറയാം? ഇവിടുത്തെ ഫിഗേഴ്സ് ഒക്കെ വെച്ച് നിങ്ങൾ അനലിറ്റിക്കൽ പ്രൊസീജിയർ ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ പറയാം. നിങ്ങൾ പറയാം ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് അബൌട്ട് ദ റീസൺ ഫോർ ആൻറ്റിസിപ്പേറ്റഡ് ഇൻക്രീസ് ഇൻ റവന്യൂ വിച്ച് ഈസ് ഫോർകാസ്റ്റഡ് ടു ഇൻക്രീസ് ബൈ ഡാഷ് പെർസെൻറ്റേജ്
in 2016 and dash percentage in 2017. Then finance cost പറഞ്ഞു. അവിടെ നിങ്ങൾക്ക് എന്ത് പറയാം? Recalculate the finance cost in order to confirm whether the finance cost consists of planned new loans. ഇനി അവിടെ ഫിനാൻസ് കോസ്റ്റ് ഒന്നുകൂടി പിന്നെ കുറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാം? Discuss with the management about the reason for decrease in finance cost in 2017 forecast to confirm whether it is due to repayment of any loan. ഇനി ഇവർ പറഞ്ഞു ഇതെൻ്റെ റവന്യൂ അവർ ഫോർകാസ്റ്റ് ചെയ്തേക്കുന്നത് 35,000 ആണ്, ഇതിന് 43 ആണ്, 46 ആണെന്ന്. ഇവിടെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് റവന്യൂ എന്ന് പറയുന്നത് ടിക്കറ്റ് പ്രൈസ് 7.5 10 ആവുന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് എന്ത് പറയാം? Discuss with the management about the rationale on the basis of which they have considered the increase in ticket price from 7.5 to 10 to consider whether it is reasonable. അല്ലെങ്കിൽ ഇവർ പറയുന്ന പോലെ ഇത് ശരിക്കും നടക്കുന്നതാണെന്ന് അറിയാൻ എന്ത് ചെയ്യുക? Perform analytical procedure by comparing the new ticket price of $10 with that of the market price to confirm whether it is reasonable and discuss with the management in case of any variance. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മൾ ഓരോന്നും പറഞ്ഞു പോവുക PFI യുടെ കേസിൽ. PFI യുടെ കേസിൽ നിങ്ങൾക്ക് എളുപ്പമാക്കി തരാൻ വേണ്ടിയിട്ട് ഞാൻ അന്നൊരു കാര്യം ചെയ്തിരുന്നു. നമ്മൾ കുറച്ച് നോട്ട്സ് നിങ്ങൾക്ക് തന്നിരുന്നു, കുറച്ച് സാമ്പിൾ ആയിട്ടുള്ള PFI യുടെ പോയിന്റ്സ് വെച്ചിട്ട്. പക്ഷെ അത് ഞാൻ പ്രത്യേകം തന്ന സമയത്ത് തന്നെ പറഞ്ഞൊരു കാര്യമാണ്, അതിൻ്റെ അകത്ത് കുറച്ച് ജനറൽ ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ട്. നിങ്ങൾ ബാക്കിൽ റിവിഷൻ കിറ്റിൻ്റെ ആൻസർ നോക്കി കഴിഞ്ഞാൽ ഈ ജനറൽ ആയിട്ടുള്ള പോയിന്റ് തന്നെയാണ് ഉള്ളത്. ആൻഡ് ഇത് ഞാൻ കയ്യിൽ നിന്ന് ഉണ്ടാക്കിയതൊന്നുമല്ല, നമ്മൾ കിറ്റിൽ ആൻസർ ചെയ്യുന്നതിന് എടുത്താണ്, അല്ല പാസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് എടുത്താണ്. അപ്പോൾ അവിടെയുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നിങ്ങൾ ഇരുന്ന് എഴുതുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ ക്ലാസ് 100 കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഈ 100 കുട്ടികളും ഈ സെയിം പോയിന്റ്സ് തന്നെ കൊണ്ട് എഴുതി വെക്കുക. സോ ദർ ഇസ് നോ പോയിന്റ് ഓഫ് റൈറ്റിംഗ് ദ സെയിം പോയിന്റ്സ് ബൈ എവ്രി വൺ. നിങ്ങൾക്ക് അവിടെ ഓട്ടോമാറ്റിക്കലി അതിന് മാർക്ക് കിട്ടുകയില്ല. അപ്പം കൺസിഡർ അവോയ്ഡിങ് ജനറൽ പോയിന്റ്സ്, മാക്സിമം സിനാരിയോ സ്പെസിഫിക് ആയിട്ടുള്ള എക്സാമിനേഷൻ പ്രൊസീജിയേഴ്സ് തന്നെ എഴുതാൻ നോക്കുക. ഈ സിനാരിയോ സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ്സിന് പുറമെ ഒരു രീതിയിലും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ജനറൽ പോയിന്റ്സ് യൂസ് ചെയ്യാം. പക്ഷേ ഇതും ജനറൽ ആയിട്ട് കൊണ്ട് എഴുതി വെക്കരുത്, മാക്സിമം സിനാരിയോയിലേക്ക് സ്പെസിഫിക് ആക്കാനായിട്ട് നോക്കുക. ഇപ്പോൾ റീകാൽക്കുലേറ്റ് ദ ഫോർകാസ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ടു കൺഫേം അരിത്തമെറ്റിക്കൽ ആക്യുറസി എന്ന് പറയുന്നതിന് പകരം നിങ്ങളോട് ഫോർകാസ്റ്റ് തന്നേക്കുന്നത് ഇപ്പോൾ ഏതിൻ്റെയാ പറയാം? അപ്പോൾ ഫോർകാസ്റ്റഡ് P&L ആണ് തന്നേക്കുന്നത്, അലൻ കമ്പനിയുടെയാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും പറയാം, റീകാൽക്കുലേറ്റ് ദ ഫോർകാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് അലൻ കമ്പനി ടു കൺഫേം അരിത്തമെറ്റിക്കൽ ആക്യുറസി. ഓക്കെ, ബെയർ മിനിമം അങ്ങനെയെങ്കിലും സ്പെസിഫിക് ആക്കാൻ നോക്കുക കേട്ടോ. അത് ഞാൻ പറഞ്ഞു, നമ്മൾ സ്പെസിഫിക് ആക്കാൻ പറയുന്ന കമ്പനിയുടെ പേര് കയറ്റി എഴുതിയാൽ മാത്രം സ്പെസിഫിക് ആവില്ല. മാക്സിമം നമ്മൾ സിനാരിയോയിൽ തന്നേക്കുന്ന ഡാറ്റ വെച്ചിട്ട് തന്നെ അനലിറ്റിക്കൽ പ്രൊസീജിയർ എൻക്വയറിയും ചെയ്യാൻ നോക്കുക. അവിടെ റീകാൽക്കുലേഷൻ നിങ്ങൾക്ക് ചെയ്യാം, പിന്നെ അതിന് പുറമെ എന്ത് ചെയ്യാം? ജനറൽ പ്രൊസീജിയേഴ്സും കൂടി യൂസ് ചെയ്യാം. ബട്ട് പ്രൈമറി ഫോക്കസ് ഷുഡ് ബി ഓൺ സ്പെസിഫിക് പോയിന്റ്സ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്ത വോട്ടേഴ്സിന്റെ ക്വസ്റ്റ്യൻ നല്ലപോലെ ചെയ്ത് നോക്കുക. നമ്മൾ വേറെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായി, അതൊക്കെ ഒന്ന് എടുത്ത് നോക്കുക. സോ വിൽ ഗെറ്റ് എ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ്. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഓർമ്മയുണ്ടോ? ഓക്കെ. ഇനി ഈ വോട്ടേഴ്സിന്റെ ക്വസ്റ്റിനെ ബേസ് ചെയ്ത് തന്നെയാണ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു തരാനായിട്ടുള്ളത്. സോ ബേസിക്കലി നമ്മളോട് മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ എൻഗേജ്മെന്റ് ചോദിക്കും. സോ വെൻ ഇറ്റ് കംസ് ടു ദ മാറ്റേഴ്സ് ടു കൺസിഡർ ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ എൻഗേജ്മെന്റ്, ഓരോ എൻഗേജ്മെന്റും അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ മാറ്റേഴ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിച്ചിരുന്നു. അവിടെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ജനറൽ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനുള്ള കുറേ മാറ്റേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞു, നിങ്ങൾ എപ്പോഴും ഒരു എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് റിസോഴ്സ് അവൈലബിലിറ്റി ഉണ്ടോ എന്ന് നോക്കണം. ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് സ്റ്റാഫ്, ഇൻ ടേംസ് ഓഫ് ടൈം, ഓരോന്നിനും റിസോഴ്സ് ഉണ്ടോ എന്ന് നോക്കുക. CAT ആയിരിക്കാം, കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഓഡിറ്റിംഗ് ടെക്നിക് ആയിരിക്കാം, ഡാറ്റ അനലിറ്റിക്സ് ആയിരിക്കാം, അതൊക്കെ യൂസ് ചെയ്യാനുള്ള റിസോഴ്സസ് ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയാം. നിങ്ങൾ എപ്പോഴും റിസ്ക് കൺസിഡർ ചെയ്യണം. റിസ്ക് കൺസിഡർ ചെയ്യണം എന്ന് പറയുമ്പോൾ എല്ലാ ക്ലയന്റിന്റെ റിസ്ക് വെറുതെ കൺസിഡർ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ പറയുക ക്ലയന്റിന്റെ റിസ്ക്കും എൻഗേജ്മെന്റ് ടീമിന്റെ റിസ്ക്കും മാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എങ്കിലും എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയാം. അപ്പോൾ നിങ്ങളത് ചുമ്മാ കയറ്റി പറഞ്ഞാൽ പോലെ സിനാരിയോയ്ക്ക് പറഞ്ഞേക്കുന്ന പോയിന്റ്സ് ഓരോന്നും എടുക്കുക. ഇപ്പോൾ പ്രയർ ഇയറിൽ അവർ മോഡിഫൈഡ് ഒപ്പീനിയൻ ആണ് റിസീവ് ചെയ്തേക്കുന്ന ക്ലയന്റിന്. പ്രീവിയസ് ഇയറിൽ കുറേ ഫ്രോഡ് നടന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ക്ലയന്റ് ഭയങ്കര കോംപ്ലക്സ് എൻറ്റിറ്റിയാണ്, ഒരുപാട് സബ്സിഡറീസ് ഉണ്ട്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റിസ്ക് വിൽ ബി ഹൈ. സോ ദ ഓഡിറ്റ് ടീം ഷുഡ് കൺസിഡർ ദ റിസ്ക് ബിഫോർ അക്സെപ്റ്റിംഗ് ദ എൻഗേജ്മെന്റ് നിങ്ങൾ പറഞ്ഞാൽ മതി. അല്ലാതെ നിങ്ങൾ എൻഗേജ്മെന്റ് എടുക്കണോ വേണ്ടതെന്നൊന്നും പറയണ്ട. നിങ്ങളോട് ആകെ ചോദിക്കുന്നത് വാട്ട് ആർ ദ മാറ്റേഴ്സ് ടു കൺസിഡർ ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ എൻഗേജ്മെന്റ് എന്നാണ്. അപ്പോൾ നിങ്ങൾ ഓരോ ഫാക്ടേഴ്സും സിനാരിയോ നോക്കിയിട്ട് ഓക്കെ റിസോഴ്സിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അല്ലേ റിസ്കിനെ ബേസ് ചെയ്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് സിനാരിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ സിനാരിയോയിൽ റിസ്കിനെ ബേസ് ചെയ്ത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് പറയുന്നത് എന്നുള്ളത് പിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പറയാം റിസ്കിനെ ബേസ് ചെയ്ത് ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ട്. സോ വി ഷുഡ് കൺസിഡർ ദി റിസ്ക് ബിഫോർ അക്സെപ്റ്റിംഗ് ദ എൻഗേജ്മെന്റ്. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ സ്റ്റേറ്റ് ചെയ്ത് തരാം. നമ്മളോടിപ്പോൾ സിനാരിയോക്കകത്ത് റിസ്കിനെ കുറിച്ച് പറയണം. അപ്പോൾ നമ്മൾ റിസ്ക് എന്ന് ഹെഡിങ് കൊടുത്തു. എന്നിട്ട് നമ്മൾ പറയാണ് കൺസിഡറിംഗ് ദ റിസ്ക് ഓഫ് ദി എൻഗേജ്മെന്റ്, ദ ക്ലയന്റ് കമ്പനി ഹാവ് റിസീവ്ഡ്
modified opinion on their previous year financial statements. So there can be chances that the current year opening balances might be misstated. In addition to that, the client is a complex entity as they are having around 40 subsidiary. There will be a lot of intra-group transaction and the possibility of misstatement in relation to this will be high. And in addition, there were multiple fraudulent transactions reported in the prior year. So there can also be possibility of having the same kind of fraud in the current year financials as well. Therefore, the audit team should consider whether the level of risk of this client is acceptable for the engagement team, and the engagement should be accepted only if the risk level can be matched. Done. ഇത്രയാണ് നമ്മൾ എഴുതേണ്ടത് ഒരു പോയിന്റ് ആയിട്ട്. നിങ്ങളോട് ചോദിക്കുന്നത് വാട്ട് ആർ ദ മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ എൻഗേജ്മെന്റ് എന്നാണ്. അപ്പോൾ അവിടെ ജസ്റ്റ് റിസ്ക് എന്നൊരു ഹെഡിങ് കൊടുക്കുക, അതിൻ്റെ ഇടയിൽ എഴുതി വെക്കുക, കഴിഞ്ഞു. നിങ്ങൾ അതുകൊണ്ട് എൻഗേജ്മെന്റ് എടുക്കണം വേണ്ട എന്നൊന്നും പറയണ്ട. എൻഗേജ്മെന്റ് എടുക്കുന്നതിന് മുന്നേ ഇത് കൺസിഡർ ചെയ്യണം എന്ന് മാത്രം പറഞ്ഞാൽ മതി. മനസ്സിലായോ? Yes, sir. Yeah. And when it comes to the fees, കുറച്ച് പിന്നെ നമ്മൾ പറഞ്ഞ ഫീസിന്റെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യാം. നമുക്ക് അക്സെപ്റ്റബിൾ ലെവൽ ഓഫ് ഫീസ് തന്നെയാണോ, വർക്കിന്റെ എമൗണ്ട് റിക്കവർ ചെയ്യാൻ പറ്റുമോ, അതായത് വർക്കിൽ നിന്നുള്ള കോസ്റ്റ്. പ്രൊഫഷണൽ കോമ്പീറ്റൻസ് നിങ്ങളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടാവും ക്ലയന്റ് ഏതെങ്കിലും സ്പെസിഫിക് ഇൻഡസ്ട്രിയിലുള്ള ക്ലയന്റ് ആണെന്ന്. ക്ലയന്റിന്റെ സബ്സിഡറി വേറെ ഏതെങ്കിലും ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് ആണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടാവും. ക്ലയന്റ് കുറേ സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അവിടെയൊക്കെ സിനാരിയോ എന്ന് പറയണം. ലിസ്റ്റിംഗ് റിക്വയർമെന്റ്സിനെ കുറിച്ച് ഓഡിറ്റർക്ക് നോളജ് ഉണ്ടോ നോക്കണം. ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻസിന്റെ കാര്യങ്ങളെ കുറിച്ച് നോളജ് ഉണ്ടോ നോക്കണം. ഈ പറയുന്ന ഫോറിൻ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്കിനെ കുറിച്ച് നോളജ് ഉണ്ടാവണം. ആൻഡ് സെയിം ഇസ് ദാറ്റ് ഇവര് ഏത് ഇൻഡസ്ട്രിയിലാണ്, ഇൻഡസ്ട്രി സ്പെസിഫിക് നോളജ് ഉള്ള ആരെങ്കിലും എൻഗേജ്മെന്റ് ടീമിലുണ്ടോ നോക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാൻ പാടുള്ളൂ എന്ന് പറയാം. ദെൻ നമ്മൾ പറഞ്ഞിരുന്നു ക്ലയന്റിന്റെ റെപ്യൂട്ടേഷൻ കൺസിഡർ ചെയ്യണം എന്നുള്ളൊരു കാര്യം ഇമ്പോർട്ടന്റ് ആണ്. ഈ ക്ലയന്റിന്റെ റെപ്യൂട്ടേഷൻ കാരണം കൊണ്ട് ഓഡിറ്റ് ഫേമിന്റെ റെപ്യൂട്ടേഷൻ അഫക്റ്റഡ് ആവുന്ന സിറ്റുവേഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയണമെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ പ്രീവിയസ് ഇയറിലെ ക്ലയന്റ് ഒന്ന് വലിയ ഫ്രോഡ് ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കാരണം കൊണ്ട് ക്ലയന്റ് കുറെ നെഗറ്റീവ് റെപ്യൂട്ടേഷൻ അഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, അച്ചീവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. സോ ഡ്യൂ ടു വിച്ച് നമ്മുടെ ഫേം ഈ വർക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കും കിട്ടുക സാരം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് അക്സെപ്റ്റബിൾ ആണോ എന്ന് നോക്കിയിട്ട് എൻഗേജ്മെന്റ് എടുക്കാൻ പാടുള്ളൂ എന്ന് പറയാം. ഇനി പ്രീ കണ്ടീഷൻസ് ഫോർ ദ ഓഡിറ്റും പ്രൊഫഷണൽ ക്ലിയറൻസും ഇത് നമ്മൾ പറഞ്ഞിരുന്നു. ഇത് രണ്ടും ഒരു ഓഡിറ്റ് എൻഗേജ്മെന്റിന് മാത്രമേ ആപ്ലിക്കബിൾ ആവുള്ളൂ. ബാക്കി നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്ത പോയിന്റ് ഏത് എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ചോദിച്ചാലും നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആണ്. KPI ആണെങ്കിലും PFI ആണെങ്കിലും ഡ്യൂ ഡിലിജൻസ് ആണെങ്കിലും ഏതാണെങ്കിലും പറയാം. ഇൻഡിപെൻഡൻസ് ആൻഡ് ഒബ്ജക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുന്നത് എന്തായിരിക്കും, എത്തിക്കൽ ത്രെട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നുണ്ടോ എന്ന് നോക്കുക. അത് നമുക്ക് മെയിൻലി പറയേണ്ടി വരിക, നമ്മളിപ്പോൾ ഓൾറെഡി ഒരു ഓഡിറ്റ് ക്ലയന്റ് ആയിരിക്കും, അവരെന്തെങ്കിലും PFI എൻഗേജ്മെന്റ് ഒക്കെ നമ്മുടെ അടുത്ത് കൊണ്ടുവന്നായിരിക്കും പറയുന്നത്. അപ്പോൾ ആണ് നമ്മൾ ആ പോയിന്റ് പറയുന്നത്. മാനേജ്മെന്റ് ഇന്റഗ്രിറ്റി, മാനേജ്മെന്റ് ഫ്രോഡ് ആണെന്ന് കാണിക്കുന്ന എന്തെങ്കിലും സാധനം സിനാരിയോ ഉണ്ടോ നോക്കുക. കാരണം അങ്ങനെയാണെങ്കിൽ റിസ്ക് ഓഫ് മിസ്റ്റേക്സ് കൂടുതലായിരിക്കും. ഇനി മണി ലോണ്ടറിങ്ങിനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്ന് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് വേണം ഏതൊരു എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യാൻ. അപ്പോൾ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു കൺസിഡർ ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഫാക്ടർ കൺസിഡർ ചെയ്യേണ്ടത്. ആൻഡ് ഇത് നേരെ കൊണ്ട് എഴുതി വെക്കരുത്. സിനാരിയോയിൽ എന്താണ് പറഞ്ഞേക്കുന്നത് നോക്കിയതിന് ശേഷം മാത്രമേ എഴുതാവുള്ളൂ, എങ്കിലേ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ. ഇനി ഇതിന് പുറമെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ച ഒരു സാധനമായിരുന്നു PFI എൻഗേജ്മെന്റ്. വാട്ട് ആർ ദ മാറ്റേഴ്സ് ടു കൺസിഡർ ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞ് PFIയുടെ ചോദിക്കും. ഇതുണ്ടോ, ഇവാലുവേറ്റ് ദ മാറ്റേഴ്സ് ടു കൺസിഡർ ബൈ ഹണ്ട് ആൻഡ് കോ, അതായത് ഓഡിറ്റ് ഫേം, ബിഫോർ അക്സെപ്റ്റിംഗ് എൻഗേജ്മെന്റ് ടു റിവ്യൂ ആൻഡ് റിപ്പോർട്ട് ഓൺ വോട്ടേഴ്സ് കമ്പനീസ് PFI. വോട്ടേഴ്സ് കമ്പനിയുടെ PFI എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെയാണ് നോക്കേണ്ടത് എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ വോട്ടേഴ്സ് കമ്പനിയുടെ PFI എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കീപ് ദിസ് വൺ ഇൻ മൈൻഡ്. ഈ പോയിന്റ്സ് ഇത്രയും കണ്ണും പൂട്ടി നിങ്ങൾക്ക് എഴുതാം. പക്ഷെ പോയിന്റ് ആയിട്ട് മാത്രം കൊണ്ട് ലിസ്റ്റ് ചെയ്യരുത്, ഇത് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യണം. അതിന് യു ക്യാൻ ഡു വൺ തിങ്. ഇപ്പം നമ്മൾ പറഞ്ഞ ഈ വോട്ടേഴ്സ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ തന്നെ നോക്കിയാൽ മതി, അതിൻ്റെ അകത്ത് എക്സ്പ്ലനേഷൻ ഉണ്ട്. ബട്ട് PFI എൻഗേജ്മെന്റിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ പോയിന്റ്സ് നിങ്ങൾക്ക് എന്തുവാണേലും എഴുതാം. കാരണം എന്താ, ഇത് ISI ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓൺ അഷുറൻസ് എൻഗേജ്മെന്റ് എന്ന് പറയുന്ന എൻഗേജ്മെന്റ് പ്രകാരം ഒരു ഓഡിറ്റർ PFI എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ മാൻഡേറ്ററി ആയിട്ടും കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ആസ് പെർ ISI 3400 ഓഡിറ്റർ ഷുഡ് കൺസിഡർ ദി ഫോളോയിങ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത് പറയാം. ഇൻ അഡീഷൻ ടു ദാറ്റ് നിങ്ങൾ ഈ പറയുന്ന ഫാക്ടേഴ്സും കൺസിഡർ ചെയ്യണം. അപ്പം ഇറ്റ് ഷുഡ് ബി എ കോമ്പിനേഷൻ ഓഫ് ദീസ് ആൻഡ് ദിസ് ഇൻ കേസ് ഓഫ് PFI എൻഗേജ്മെന്റ്. ക്ലിയർ ആയോ? Yes, sir. ആൻഡ് PFI എൻഗേജ്മെന്റിന്റെ കേസിൽ എന്തൊക്കെയായിരുന്നു നമ്മൾ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്മൾ പറഞ്ഞു ഇന്റൻഡഡ് യൂസ് ഓഫ് ഇൻഫർമേഷൻ എന്താണെന്നുള്ളത് നോക്കണം. ജനറൽ ആണോ അതോ ലിമിറ്റഡ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടാണോ എന്നുള്ള കാര്യം നോക്കണം. നേച്ചർ ഓഫ് അസംഷൻസ് ഇവർ എന്തൊക്കെയാണ് എടുത്തേക്കുന്നത് എന്നുള്ളത് കൺസിഡർ ചെയ്യണം എന്ന് പറയാം. എലമെന്റ്സ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഇൻഫർമേഷൻ എന്തൊക്കെയാണെന്നുള്ളത് നോക്കണം എന്ന് പറയാം. പീരിയഡ് കവേർഡ് ബൈ ദി ഇൻഫർമേഷൻ നോക്കണം എന്ന് പറയാം. സോ ദീസ് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് വി നീഡ് ടു കൺസിഡർ വൈൽ കൺസിഡറിങ് PFI എൻഗേജ്മെന്റ്സ്. അപ്പോൾ എന്തൊക്കെയായിരിക്കും നോക്കുന്നുണ്ടാവുക? ഇന്റൻഡഡ് യൂസ് ഓഫ് ദി ഇൻഫർമേഷൻ നോക്കണം. ജനറൽ ആണോ ലിമിറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ വേണ്ടിയിട്ടാണോ നോക്കണം.
നേച്ചർ ഓഫ് അസംഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കണം, എലമെന്റ്സ് ടു ബി ഇൻക്ലൂഡഡ് നോക്കണം, പീരിയഡ് കവേർഡ് ബൈ ദി ഇൻഫർമേഷൻ നോക്കണം. ക്ലിയർ ആയോ? Yes, sir. ഓക്കെ. സോ ഇവിടെ നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ്ലി ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ക്വസ്റ്റ്യൻ ഉണ്ട്. ദാറ്റ്സ് എ ഡ്രാഗൺ ഗ്രൂപ്പ്. ഭയങ്കര നല്ല ക്വസ്റ്റ്യൻ ആണ്. സോ പ്ലീസ് ഡു ഗോ ത്രൂ ദിസ് ക്വസ്റ്റ്യൻ. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ചെയ്തതാണ് ഡ്രാഗൺ. സോ ഈ ഡ്രാഗണിന്റെ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഇപ്പം നമ്മൾ പറഞ്ഞ വോട്ടേഴ്സിൻ്റെ അത് മാറ്റേഴ്സ് ടു ബി കൺസിഡർ ബിഫോർ അക്സെപ്റ്റിംഗ് PFI എൻഗേജ്മെന്റിന്റെ. പക്ഷെ ഒരു നോർമൽ ഓഡിറ്റ് എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യേണ്ടതെന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡ്രാഗൺ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ചെയ്യാം. സോ ഇവിടെ കൃത്യമായിട്ട് നമുക്ക് ആ ഫാക്ടേഴ്സ് ഒക്കെ വെച്ച് പിക്ക് ചെയ്യാൻ പറ്റും. സോ പ്ലീസ് ഡു ഗോ ത്രൂ ദിസ് ക്വസ്റ്റ്യൻ കോൾ ഡ്രാഗൺ. ഓക്കെ, ഡ്രാഗൺ നമ്മൾ ചെയ്തായിരുന്നു. ഇനി നമ്മളിപ്പോൾ പറഞ്ഞു മാറ്റേഴ്സ് ടു കൺസിഡർ ബിഫോർ അക്സെപ്റ്റിംഗ് ആൻഡ് ഓഡിറ്റ് എൻഗേജ്മെന്റ്. ഇതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നോക്കിയേ, ഹോക്ക് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ 2021 റിവിഷൻ കിറ്റിലുണ്ട്. അവിടെ നമ്മളോട് ചോദിച്ചേക്കുന്നത് ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദ മാറ്റേഴ്സ് ദാറ്റ് ഷുഡ് ബി കൺസിഡേർഡ് ഇൻ എഗ്രീയിങ് ദ ടേംസ് ഓഫ് എൻ എൻഗേജ്മെന്റ് എന്നാണ്. മാറ്റേഴ്സ് ടു കൺസിഡർ ഇൻ എഗ്രീയിങ് ദ ടേംസ് ഓഫ് എൻ എൻഗേജ്മെന്റ്. നമ്മുടെ ക്ലാസ് ഡിസ്കസ് ചെയ്തായിരുന്നു ഓൾറെഡി. മാറ്റേഴ്സ് ടു കൺസിഡർ നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താ? ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ എൻഗേജ്മെന്റ്. ഓക്കെ, സോറി, ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ എൻഗേജ്മെന്റ് ആണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ഇവിടെ ചോദിച്ചേക്കുന്ന അതേ സ്ഥാനത്ത് എന്താ? ബിഫോർ എഗ്രീയിങ് ദ ടേംസ് ഓഫ് ആൻ എൻഗേജ്മെന്റ് ആണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. സോ ബോത്ത് ആർ എൻറ്റയർലി ഡിഫറെന്റ്. അക്സെപ്റ്റിംഗ് ദ എൻഗേജ്മെന്റ് എന്ന് പറയുന്നതും ടേംസ് ഓഫ് ആൻ എൻഗേജ്മെന്റ് എന്ന് പറയുന്നതും ഒരു കോമൺ സാധനം പോലെ തോന്നുന്നുണ്ടെങ്കിലും രണ്ടും തമ്മിലൊരു ബന്ധമില്ല. കാരണം നമ്മൾ പറഞ്ഞിരുന്നു മാറ്റേഴ്സ് ടു കൺസിഡർ ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ എൻഗേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു എൻഗേജ്മെന്റ് എടുക്കുന്നതിന് മുന്നേ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അതേ സ്ഥാനത്ത് ബിഫോർ എഗ്രീയിങ് ദ ടേംസ് എന്ന് പറഞ്ഞാലോ നമ്മുടെ എൻഗേജ്മെന്റ് ടേംസ് എവിടെയായിരിക്കും മെൻഷൻ ചെയ്യുന്നുണ്ടാവുക? അത് മെൻഷൻ ചെയ്യുന്നുണ്ടാവുക എവിടെയായിരിക്കും? യെസ്, എക്സാക്ട്ലി, എൻഗേജ്മെന്റ് ലെറ്ററിന്റെ അകത്തായിരിക്കും നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഫാക്ടേഴ്സ് ടു കൺസിഡർ ബിഫോർ എഗ്രീയിങ് ദ ടേംസ് ഓഫ് എൻ എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പറയേണ്ടത്? എൻഗേജ്മെന്റ് ലെറ്ററിന്റെ കോണ്ടന്റ് വേണം പറയാൻ. അപ്പം ബിഫോർ എഗ്രീയിങ് ദ ടേംസ് ഓഫ് എൻ എൻഗേജ്മെന്റ് എന്തൊക്കെ നോക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ നോക്കണം? ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്കോപ്പ് ഓഫ് ദി ഓഡിറ്റ്, റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ഓഡിറ്റർ, റെസ്പോൺസിബിലിറ്റി ഓഫ് ദി മാനേജ്മെന്റ്, ആപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്, ഫോം ആൻഡ് കോണ്ടന്റ് ഓഫ് ദി റിപ്പോർട്ട്. ഇതാണ് നമ്മൾ നോക്കേണ്ടത്. എൻഗേജ്മെന്റ് ലെറ്ററിന്റെ കോണ്ടന്റ് വേണം പറയാൻ. ബട്ട് വെൻ ഇറ്റ് കംസ് ടു PFI എൻഗേജ്മെന്റ്, അവിടെ നിങ്ങൾ എന്ത് പറയണം? എൻഗേജ്മെന്റ് ലെറ്ററിന്റെ കോണ്ടന്റ് പ്ലസ് PFIയുടെ കോസ്റ്റ്യൂമിനെ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്പെസിഫിക് ഫാക്ടേഴ്സ് വേണം പറയാൻ. അതായത് ജനറൽ ആണോ, ലിമിറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ ആണോ, എന്ത് തരത്തിലുള്ള അസംഷൻ ആണ് യൂസ് ചെയ്തേക്കുന്നത്, പീരിയഡ് കവേർഡ് ബൈ ദി ഇൻഫർമേഷൻ, അതും കൂടെ ആഡപ്പ് ചെയ്യണം. കാരണം നോർമലി PFIയുടെ എൻഗേജ്മെന്റ് ലെറ്ററിൻ്റെ അകത്ത് അതും വരുന്നുണ്ടാവും. അപ്പോൾ ഓഡിറ്റ് എൻഗേജ്മെന്റിന്റെ ടേംസ് ഓഫ് ആൻ എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നുള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എൻഗേജ്മെന്റ് ലെറ്ററിന്റെ കോണ്ടന്റ് മാത്രമായിരിക്കും വരിക. PFI എൻഗേജ്മെന്റിന്റെ ചോദിച്ചു കഴിഞ്ഞാൽ എൻഗേജ്മെന്റ് ലെറ്ററും വരും, PFI എൻഗേജ്മെന്റിന്റെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളും വരുന്നുണ്ടാവും. ക്ലിയർ ആയോ? ഓക്കെ. സോ ഇവിടെ പറഞ്ഞു അസ്തർ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഇല്ലേ, അതിലും ഇതേ സെയിം സാധനം ഉണ്ട്. അതാ ഇത് തന്നെയാണ്. ഇതുപോലെ തന്നെ ആയിരിക്കും ചെയ്യേണ്ടത്. ബിഫോർ എഗ്രീയിങ് ദ ടേംസ് ചോദിക്കുമ്പോൾ ഇത് തന്നെ ആയിരിക്കും ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ജസ്റ്റ് എ മൊമെന്റ്. എൻഗേജ്മെന്റ് ലെറ്ററിന്റെ ലാസ്റ്റ് പോയിന്റ് ഒന്ന് പറഞ്ഞുതരൂ. അതായത് നമ്മൾ കൊടുക്കാൻ പോകുന്ന ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ഫോം ആൻഡ് കോണ്ടന്റ്, അതായത് എന്ത് തരത്തിലുള്ള അഷുറൻസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടാവുക, റീസണബിൾ അഷുറൻസ് ആണോ, ലിമിറ്റഡ് അഷുറൻസ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ. അതുപോലെ തന്നെ എൻഗേജ്മെന്റ് ലെറ്ററിന്റെ കോണ്ടന്റ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞതിലേക്ക് ലിമിറ്റഡ് അല്ല കേട്ടോ. ദീസ് ആർ ദ ബേസിക് ഫാക്ടേഴ്സ് ടു ബി ഇൻക്ലൂഡഡ്. ഇതിന് പുറമെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഴുതണോ അതെല്ലാം എൻഗേജ്മെന്റ് ലെറ്ററിൽ ഉണ്ടാവും. ലൈക്ക് ഫീസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അവിടെ എന്ത് വരില്ല, നമ്മളിപ്പോൾ പറയാറുള്ള ബിഫോർ അക്സെപ്റ്റിംഗ് ആൻഡ് എൻഗേജ്മെന്റ് ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് കാര്യങ്ങൾ കോമൺ ആയിട്ട് വരും. ഫീസ് കൺസിഡർ ചെയ്യണം എന്ന് പറയും. സോ അവിടെ ഫീസ് കൺസിഡർ ചെയ്യുന്നത് എന്താ? നമ്മൾ പറഞ്ഞ ഫീസ് തന്നെയാണോ അതിൻ്റെ അകത്തുള്ളതെന്നായിരിക്കും നോക്കുന്നുണ്ടാവുക. അതേ സ്ഥാനത്ത് ബിഫോർ അക്സെപ്റ്റിംഗ് ആൻഡ് എൻഗേജ്മെന്റ് നമ്മൾ എന്താ നോക്കുന്നത്? റിസോഴ്സ് നമുക്കുണ്ടോ, നമുക്ക് കോമ്പീറ്റൻസ് ഉണ്ടോ, അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന ക്ലയന്റിന്റെ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ പറ്റുമോ, റിസ്ക് ഓക്കെ ആണോ, എത്തിക്കൽ ഇഷ്യൂ ഉണ്ടോ, അതൊക്കെ നമ്മൾ നോക്കുന്നത്. അതൊന്നും ഇവിടെ നോക്കണ്ട, എൻഗേജ്മെന്റ് ലെറ്ററിൻ്റെ അകത്ത് നോക്കണ്ട. കാരണം ടേംസ് ഓഫ് ദി എൻഗേജ്മെന്റ് അഗ്രിമെന്റ് എന്തായിരിക്കും നോക്കുക? നമ്മൾ ഒരു മുദ്രപത്രം സൈൻ ചെയ്യുന്നതിന് മുന്നേ എന്താ നോക്കാന്ന് ചോദിച്ചാൽ എന്താ നോക്കുക? അതിനകത്ത് എഴുതിയേക്കുന്ന കാര്യങ്ങൾ. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും പറയുന്നത്. അതേ പറഞ്ഞേക്കുന്നുണ്ടോ? അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും കൂടെ ഒരു അഷുറൻസ് കിട്ടാൻ വേണ്ടി ഇതെടുത്ത് എക്സാമിനർ പറഞ്ഞേക്കുന്ന നോക്കി, ദിസ് ആസ്ക് ഫോർ agreeing the terms of an engagement. So these are the matters that need to be included in an engagement letter for the assignment. A good approach to take for this question is to identify matters which could be
leading to misunderstanding in future, which the firm would want to clarify in writing to avoid such misunderstanding. നിങ്ങളോട് പറഞ്ഞേക്കാണ് ഒരു ഗുഡ് അപ്രോച്ച് ആയിട്ട് ഇവിടെ എടുക്കേണ്ടത് എന്താണ്? ഫേം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെക്കുറിച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണോ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എൻഗേജ്മെന്റ് ലെറ്ററിൻ്റെ അകത്ത് എഴുതി വെക്കുന്നത്, ആ എൻഗേജ്മെന്റ് ലെറ്ററിൻ്റെ അകത്ത് എഴുതി വെച്ചേക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആയിരിക്കണം നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ടാവുക റിലേറ്റിംഗ് ടു മാറ്റേഴ്സ് ടു കൺസിഡർ ബിഫോർ അക്സെപ്റ്റിംഗ് ടേംസ് ഓഫ് ആൻ എൻഗേജ്മെന്റ്. ആൻഡ് ദിസ് മേക്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ accepting an engagement and before agreeing terms of an engagement. So there is only very slight difference in the requirement. Mari povaradu before accepting an engagement ആണോ before agreeing the terms of an engagement ആണോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കണം. ക്ലിയർ ആയോ? Yes, sir. Is that clear everyone? Okay. So next ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് it's an area called tendering. So basically tendering എന്ന് പറയുന്ന ഏരിയയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് ടെൻഡറിംഗ് എന്ന് പറയുന്ന ഏരിയ പലപ്പോഴും ഓഡിറ്റ് പ്രൊപ്പോസൽ എന്ന് പറഞ്ഞിട്ടായിരിക്കും ചോദിക്കാറുള്ളത്. സോ ഓഡിറ്റ് പ്രൊപ്പോസൽ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ടെൻഡറിംഗ് എന്ന് പറഞ്ഞ് ചോദിക്കുന്ന സമയത്ത് നമ്മളോട് ഒരിക്കലും ഒരു ടെൻഡർ ഡോക്യുമെന്റ് ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല പറയുക. പകരം നമ്മളോട് പറയുന്നുണ്ടാവുക ഒരു ടെൻഡറിൻ്റെ അകത്ത് എന്തൊക്കെ ആയിരിക്കണം ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നായിരിക്കും നമ്മളോട് ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ ഒരു ടെൻഡർ ഡോക്യുമെന്റിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ആൻഡ് നോർമലി അത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്താണെന്ന് മാത്രമല്ല അത് എന്തിനു വേണ്ടിയിട്ടാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നുള്ളതും നമ്മൾ പറയുന്നുണ്ടാവണം. സോ ദാറ്റ് ഈസ് വാട്ട് വി നീഡ് ടു കൺസിഡർ ഇൻ ദിസ് ഏരിയ. ആൻഡ് എക്സാമിനർ നിങ്ങളോട് പറയുന്ന അപ്രോച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രീവിയസ്ലി ഉള്ള ടെൻഡറിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രോപ്പർലി റെഫർ ചെയ്യുക. ആൻഡ് യു നീഡ് ടു ഗെറ്റ് ആൻ ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ ടെൻഡറിങ്. എന്നിട്ട് അതിൽ നിന്നുള്ള നോളജ് പാർട്ട് സിനാരിയോയിലേക്ക് അപ്ലൈ ചെയ്തിട്ട് എഴുതാനാണ് എക്സാമിനർ പറയുന്നത്. എക്സാമിനർ പ്രത്യേകം പറഞ്ഞേക്കുന്ന കാര്യമാണ്. അവിടെ ഏത് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കി കഴിഞ്ഞാലും റിപ്പോർട്ടിൽ നിങ്ങൾക്ക് കാണാം ഒരു കാരണവശാലും റോട്ട് ലൈൻ നോളജ് മാത്രം എഴുതി വെക്കരുത്, മാർക്ക് തരൂല്ല എന്നുള്ളത് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം സ്പെസിഫിക് ആക്കാനായിട്ട് നോക്കുക. ബട്ട് ഇൻ സം കേസസ് ചില പോയിന്റ്സ് നമുക്ക് ജനറൽ ആയിട്ട് തന്നെ എഴുതാനും പറ്റുള്ളൂ. സോ ടെൻഡറിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു ക്ലയന്റിനെ കോട്ട് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് ടെൻഡറിംഗ് എന്ന് പറയുക. സോ ബേസിക്കലി ലിറ്ററലി നമ്മളൊരു അഡ്മിഷൻ എടുക്കാൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തരാറുള്ള ബ്രോഷർ പോലെ തന്നെ ഫേമിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ആ ഒരു പർട്ടിക്കുലർ സർവീസിന് വേണ്ടിയിട്ട് എത്ര ഫീസ് ചാർജ് ചെയ്യും എന്ന് പറയുന്ന പ്രോസസ്സാണ് ടെൻഡറിംഗ് എന്ന് പറയുക. അപ്പോൾ സിനാരിയോയ്ക്കകത്ത് നമുക്ക് ക്ലയന്റിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടാവും. ക്ലയന്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് യൂസ് ചെയ്തിട്ടായിരുന്നു നമ്മൾ ടെൻഡറിംഗ് പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ ഓൾമോസ്റ്റ് ഇങ്ങനെയായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരിക. റെക്കമെൻഡ് ആൻഡ് ഡിസ്ക്രൈബ് പ്രിൻസിപ്പൽ മാറ്റേഴ്സ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ യുവർ ഫേംസ് ടെൻഡർ ഡോക്യുമെന്റ് ടു പ്രൊവൈഡ് ഓഡിറ്റ് സർവീസസ് ടു ഡ്രാഗൺ കമ്പനി. ഡ്രാഗൺ കമ്പനി എന്ന് പറയുന്ന ആ ഗ്രൂപ്പിന് ഓഡിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് ഒരു ടെൻഡർ ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ടെൻഡർ ഡോക്യുമെന്റ് അകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് ചോദിച്ചേക്കുന്നത് റെക്കമെൻഡ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്, ഡിസ്ക്രൈബ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ വേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അത് എന്തുകൊണ്ടാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്ത് പറയാ, ഔട്ട്ലൈൻ ഓഫ് ദി ഫേം അവിടെ തന്നെ സ്പെസിഫിക് ആക്കുക. ഔട്ട്ലൈൻ ഓഫ് ഡ്രാഗൺ ഗ്രൂപ്പ് എന്ന് ഡ്രാഗൺ അല്ലായിരുന്നു ക്വസ്റ്റിന്റെ പേരെന്താണോ, ഓഡിറ്ററിന്റെ പേരെന്താണോ, ഓഡിറ്ററിന്റെ പേരെന്താന്നുള്ളത് പറയാം. യൂണിക്കോൺ ആൻഡ് കോ ആണ്. സോ അപ്പോൾ എന്ത് പറയാം, ഔട്ട്ലൈൻ ഓഫ് യൂണിക്കോൺ ആൻഡ് കോ എന്ന് പറഞ്ഞിട്ട് എഴുതുക. എന്നിട്ട് ഇവിടെ നിങ്ങൾ എന്ത് പറയണം, യു നീഡ് ടു ഇൻക്ലൂഡ് എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ദി ഫേം എന്ന് പറഞ്ഞിട്ട് നമുക്ക് എപ്പോഴും ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിലെ ഫേമിനെ കുറിച്ച് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടാവും. 150 കൺട്രീസിൽ ഓപ്പറേഷൻസ് ഉണ്ട് ഈ ഫേമിന്. ദെൻ അവരെന്തിനാണ് ഫോക്കസ് ചെയ്തേക്കുന്ന ബിസിനസ്, അവരെന്ത് തരത്തിലുള്ള കമ്പനിയുടെ ഓഡിറ്റാണ് ചെയ്യാറുള്ളത്, ഈ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് പിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അത് എന്തുകൊണ്ടാണ് വേണ്ടതെന്നുള്ളത് ക്ലയൻറ്റുമായിട്ട് മാച്ച് ചെയ്തിട്ട് എഴുതുക. ദെൻ രണ്ടാമത് ഐഡന്റിഫൈങ് ദ റിക്വയർമെന്റ്സ് ഓഫ് ദി ക്ലയന്റ്. അപ്പം ഇത് 100% സ്പെസിഫിക് ആയിട്ട് തന്നെ എഴുതണം, ക്ലയന്റുമായിട്ട് സ്പെസിഫിക് ആയിട്ട് തന്നെ എഴുതണം. ഐഡന്റിഫൈങ് ദി റിക്വയർമെന്റ്സ് ഓഫ് ദി ക്ലയന്റ് എന്ന് പറയുന്നത് 100% നമുക്ക് സ്പെസിഫിക് ആയിട്ട് എഴുതാൻ പറ്റില്ല, കുറേയൊക്കെ ജനറൽ ആയിരിക്കും. സോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, പാർഷ്യലി സ്പെസിഫിക് ആയിട്ട് എഴുതുക. എസ്പെഷ്യലി ഇപ്പം ഫസ്റ്റ് ടൈം അവരാണ് ക്ലയന്റിന്റെ ഓഡിറ്റ് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. നമ്മളല്ല, മൊത്തത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഓഡിറ്റേ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ they will not be familiar with the regulatory framework, duties and responsibilities of the auditor and management. അപ്പോൾ അതേക്കുറിച്ചിട്ടൊക്കെ പറയണമെന്ന് പറയാം. ഇനി പ്രൊപ്പോസ്ഡ് ഓഡിറ്റ് അപ്രോച്ച്, ഇതും പാർഷ്യലി സ്പെസിഫിക് ആയിരിക്കും. ഓഡിറ്റ് അപ്രോച്ച് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് പറയണം. ഏത് രീതിയിലാണ് ഓഡിറ്റ് ചെയ്യുന്നത്, പേരന്റ് സബ്സിഡറി ഉണ്ടെങ്കിൽ അവരുടെ ഓഡിറ്റ് എങ്ങനെയായിരിക്കും കൊണ്ടുപോകുന്നത്, ഈ കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പം നമ്മൾ നേരത്തെ കണ്ട വെസ്റ്റേൺ ആൻഡ് കോ എന്ന് പറയുന്ന ക്വസ്റ്റിനകത്ത് അവർ എഴുതിയേക്കുന്ന ഒരു കാര്യമുണ്ട്, ക്ലയന്റിന് ഓഡിറ്റ് ഡിസ്ക്രിപ്റ്റീവ് ആവാതെ നടക്കണം എന്ന്, അവരുടെ കറണ്ട് ഓപ്പറേഷൻസ്. അപ്പോൾ നിങ്ങൾ എന്ത് പറയാം, നിങ്ങൾ അവിടെ മെൻഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. The audit team should also mention that how they will be able to perform the audit without creating much disruptions to the client as the client have requested for the same. അപ്പോൾ അങ്ങനെ പറഞ്ഞൊരു സെന്റൻസും കൂടി ഇൻക്ലൂഡ് ചെയ്താൽ മതി. ഇനി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതും ഓൾമോസ്റ്റ് ജനറൽ തന്നെ ആയിരിക്കും.
സോ അവിടെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ പാർഷ്യലി സ്പെസിഫിക് ആയിട്ട് പറയാൻ നോക്കുക. ഓൾമോസ്റ്റ് ജനറൽ തന്നെ ആയിരിക്കും വരുന്നുണ്ടാവുക കമ്മ്യൂണിക്കേഷൻ പാർട്ട്. ഇനി ഡെഡ് ലൈൻസ് 100% സ്പെസിഫിക് ആയിട്ട് തന്നെ നിങ്ങൾ പറയണം. അതായത് നിങ്ങളോട് ക്വസ്റ്റ്യൻ പറയും ക്ലയന്റ് 3 months ഡെഡ് ലൈനിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. നിങ്ങൾ അവിടെ എന്ത് പറയാ? The audit firm should clarify the time scale by which they will be able to carry out and complete the audit engagement. The client company have requested the audit to be completed within a period of 3 months. Since it's a reasonable time period, audit team should communicate that they will be able to complete the engagement within the specified time period. അതേ സ്ഥാനത്ത് ഇപ്പോൾ 3 months എന്ന് പറയുന്ന മൾട്ടിപ്പിൾ എൻഗേജ്മെന്റ് ഉണ്ട്, നമുക്ക് പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ എന്ത് പറയാ? The audit firm should clarify the time scale by which they will be able to complete the engagement. Since the client have requested the audit to be completed within a period of 3 months, and as they are having multiple subsidiaries, this will not be considered as a reasonable time period. Therefore, the audit team should clearly communicate that they will not be able to complete the engagement by the requested time period. An alternative timeline should be specified. എന്ന് പറഞ്ഞു പറയാം. ഇനി കീ സ്റ്റാഫ് ആൻഡ് റിസോഴ്സസ് അത് 100% സ്പെസിഫിക് ആക്കുക. സിനാരിയോയ്ക്ക് അത് ഇവർക്ക് എന്തെങ്കിലും കീ സ്റ്റാഫോ റിസോഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് മീറ്റ് ചെയ്യാൻ പറയുന്നത് എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു പോവാം. ഫീസ് അതും 100% സ്പെസിഫിക് ആയിരിക്കും, ക്ലയന്റിന്റെ സ്പെസിഫിക് ആയിട്ട് തന്നെ എഴുതുക. ക്വാളിറ്റി കൺട്രോൾ ഒക്കെ ഓൾമോസ്റ്റ് എന്തായിരിക്കും? നമ്മൾ പറഞ്ഞിരുന്നു പാർഷ്യലി മാത്രമേ സ്പെസിഫിക് ആക്കാൻ പറ്റുള്ളൂ. ഇനി അതേ സ്ഥാനത്ത് നമ്മളോട് നോൺ ഓഡിറ്റ് ആൻഡ് അഷുറൻസ് സർവീസസ് റിക്വസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയാം. അത് 100% സ്പെസിഫിക് ആക്കണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എസ്പെഷ്യലി നമ്മുടെ ക്വസ്റ്റിൻ്റെ അത് പറയും, നമ്മൾ നേരത്തെ വെസ്റ്റേൺ അത് കണ്ട പോലെ തന്നെ അവർ കൂടുതൽ പേ ചെയ്യാൻ റെഡി ആയിട്ടുള്ളത് ഓഡിറ്റ് അല്ലാണ്ട് വേറെ റിലേറ്റഡ് സർവീസസിനൊക്കെ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേമിന് ആ സർവീസസ് കൊടുക്കാനുള്ള എബിലിറ്റിനെ കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് പറയാം. അപ്പോൾ അത് എങ്ങനെയാണോ സിനാരിയോയ്ക്ക് അത് പറഞ്ഞിരിക്കുന്നത് മാക്സിമം സ്പെസിഫിക് ആയിട്ട് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരിക്കണം നമ്മുടെ ഓഡിറ്റ് പ്രൊപ്പോസലിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. സോ ഈ സ്ട്രക്ചറും അതിനകത്തുള്ള കോണ്ടന്റിനെ കുറിച്ച് ഒരുവിധം നല്ല ഐഡിയ ഉണ്ടാവണം. അത് സിനാരിയോയിലേക്ക് അപ്ലൈ ചെയ്യാൻ നോക്കുക. നമ്മൾ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്തായിരുന്നു, ഡ്രാഗണും വെസ്റ്റണും ഒക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഒന്നും കൂടി റീപ്രാക്ടീസ് ചെയ്ത് നോക്കുക നിങ്ങൾ. അപ്പോൾ എന്തൊക്കെയായിരുന്നു വേണ്ടത്? ആദ്യമേ ഔട്ട്ലൈൻ ഓഫ് ദി ഫേം ആയിരിക്കണം പ്രൊപ്പോസലിനകത്ത് വേണ്ടത്. അതെന്തിനാണ് വേണ്ടതെന്നുള്ളതും പറയാം. ദെൻ റിക്വയർമെന്റ്സ് ഓഫ് ദി ക്ലയന്റ് വേണം, ഓഡിറ്റ് അപ്രോച്ച് എന്താണെന്നുള്ളത് വേണം, കമ്മ്യൂണിക്കേഷൻ വേണം, ഡെഡ് ലൈൻ പറഞ്ഞിട്ടുണ്ടാവണം, കീ സ്റ്റാഫ് ആൻഡ് റിസോഴ്സസ് പറയണം, ഫീസ് പറയണം, ക്വാളിറ്റി കൺട്രോൾ ആൻഡ് എത്തിക്സ് പറയണം, അഡീഷണൽ നോൺ ഓഡിറ്റ് ആൻഡ് അഷുറൻസ് സർവീസസ് പറയണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരിക്കും ഒരു ഓഡിറ്റ് പ്രൊപ്പോസലിലെ ടെൻഡർ ഡോക്യുമെന്റിനകത്ത് വേണ്ടത്. ക്ലിയർ ആണോ? Yes, sir. ഇനി when it comes to the next part, it's the area of due diligence engagements. So ഡ്യൂ ഡിലിജൻസ് തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, മൾട്ടിപ്പിൾ ഡ്യൂ ഡിലിജൻസിന്റെ ക്വസ്റ്റൻസ് ഉണ്ട് നമുക്ക്. പക്ഷെ അതിന്റെ തന്നെ 2 പാറ്റേൺ ഓഫ് ക്വസ്റ്റൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ടു നോ ആൻ ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ സെയിം ഏരിയ. സോ ബേസിക്കലി നമുക്ക് സീറ്റ എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റൻ ഉണ്ട്. ഓക്കെ, ചീറ്റ എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റൻ ഉണ്ട്. സോ ഈ ചീറ്റ എന്ന് പറയുന്ന ക്വസ്റ്റനോട് കമ്പാരിറ്റീവ്ലി ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് കുറവുള്ള ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റൻ നമ്മൾ പറഞ്ഞ് ചെയ്തത്. സോ ഇവിടെ നിങ്ങളോട് ചോദിച്ചേക്കുന്നത് എക്സ്പ്ലെയിൻ വൈ ദ മാറ്റേഴ്സ് റിക്വയർ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആസ് പാർട്ട് ഓഫ് ഡ്യൂ ഡിലിജൻസ് റിവ്യൂ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് റെക്കമെൻഡ് ദ ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയേഴ്സും പറഞ്ഞിട്ടുണ്ട്. സോ എക്സ്പ്ലെയിൻ വൈ ദ ഫാക്ടേഴ്സ് റിക്വയർ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇവിടെ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾക്ക് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു ആദ്യം നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് സിനാരിയോയ്ക്കകത്ത് എന്താണ് പറഞ്ഞേക്കുന്നത് എന്നുള്ളതാണ്. സോ അപ്പോൾ സിനാരിയോയ്ക്കകത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും ഓഡിറ്ററായി നിങ്ങൾക്ക് എന്തിനാണ് ഈ വർക്ക് തന്നേക്കുന്നത്, ഓഡിറ്റർ അല്ല പ്രാക്ടീഷണറായി നിങ്ങൾക്ക് എന്തിനാണ് ഈ വർക്ക് തന്നേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആസ് പാർട്ട് ഓഫ് ദി ഡ്യൂ ഡിലിജൻസ് റിവ്യൂ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞേക്കുന്ന പ്രോസസ്സ് എന്താണ്? യു ഹാവ് ബീൻ ആസ്ക്ഡ് ടു പ്രൊവൈഡ് വാല്യുവേഷൻ ഓഫ് സീബ്ര കമ്പനീസ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, അനാലിസിസ് ഓഫ് ദി കമ്പനീസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഫോർകാസ്റ്റ്, and this will assist the Cheetah company in determining appropriate purchase price. So നിങ്ങളോട് വാല്യുവേഷൻ ഓഫ് സീബ്ര കമ്പനിയുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വാല്യുവേഷൻ ഓഫ് സീബ്ര കമ്പനീസ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് നിങ്ങൾ നോക്കുന്നുണ്ടാവണം. 2 നിങ്ങളോട് അനാലിസിസ് ഓഫ് കമ്പനീസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഫോർകാസ്റ്റ് നടത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട്. 3 അപ്രോപ്രിയേറ്റ് പർച്ചേസ് പ്രൈസ് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണ്ടതെന്ന്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സിനാരിയോ വായിച്ചിട്ട് ഇവിടെ പറഞ്ഞേക്കുന്ന ഓരോ കാര്യങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളിലാണോ നമ്മുടെ കമ്പനിയുടെ വാല്യുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിനെ അഫക്ട് ചെയ്യുന്നത് നോക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഫോർകാസ്റ്റിനെ അഫക്ട് ചെയ്യുന്നത് നോക്കുക, എന്തൊക്കെ കമ്പനീസ് ആണ് കമ്പനിയുടെ അതുവഴി പർച്ചേസ് പ്രൈസിനെ അഫക്ട് ചെയ്യുന്നത് നോക്കുക. അപ്പോൾ അത് നോക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളിവിടെ ചെയ്യേണ്ടത്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തതായിരുന്നു, ഇത് പ്രോപ്പർലി ഒന്ന് ചെയ്ത് നോക്കുക.
ബട്ട് ഇതല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞത്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മൾട്ടിപ്പിൾ ടൈം ടെസ്റ്റ് ചെയ്തിട്ടുള്ള പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജേക്കബ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ്റെ അകത്ത് ഉണ്ടായിരുന്ന പോലെയാണ്. നിങ്ങളോട് ചോദിക്കുക, റെക്കമെൻഡ് ദ അഡീഷണൽ ഇൻഫർമേഷൻ വിച്ച് ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ ഫോർ യുവർ ഫേംസ് ഡ്യൂ ഡിലിജൻസ് റിവ്യൂ. എക്സ്പ്ലെയിൻ ദ നീഡ് ഫോർ ദ ഇൻഫർമേഷൻ. നിങ്ങളോട് പറയുകയാണ്, നിങ്ങളൊരു ഡ്യൂ ഡിലിജൻസ് എൻഗേജ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്നതാണ്. ഈ ഡ്യൂ ഡിലിജൻസ് എൻഗേജ്മെന്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് വേണ്ടത്? അത് നിങ്ങളോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് വേണ്ടതെന്ന്. അപ്പം ഡ്യൂ ഡിലിജൻസ് എൻഗേജ്മെന്റിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ അഡീഷണൽ ഇൻഫർമേഷൻ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനാരിയോയ്ക്ക് അത് പറഞ്ഞേക്കുന്ന കഥ നോക്കുക. ഇപ്പോൾ ഇവിടെ നിങ്ങളോട് പറഞ്ഞേക്കാണ്, ലോക്കി കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനീനെ ജേക്കബ് കമ്പനി എന്ന് പറയുന്ന കമ്പനി അക്യൂർ ചെയ്യാൻ പോയേക്കാണ്. ആൻഡ് നമ്മളോട് ലോക്കി കമ്പനി എന്ന് പറയുന്ന കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം പറഞ്ഞിട്ടുണ്ട്. ലോക്കി കമ്പനി എന്ന് പറയുന്ന ഒരു ഓൺ ആൻഡ് മാനേജ് ബിസിനസ് ആണ്. 3 ഔട്ട് ഓഫ് 5 ബോർഡ് മെമ്പേഴ്സ് എന്ന് പറയുന്ന അവരുടെ കമ്പനിയുടെ ഫൗണ്ടേഴ്സ് തന്നെയാണ്. കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് 30 years ആയി. കമ്പനിയുടെ ഒരു പ്രസ്റ്റീജിയസ് ബിൽഡിങ്ങിൽ തന്നെയാണ് അവരുടെ ഓഫീസ് ഇരിക്കുന്നത്. അത് ഫാമിലി ഓൺഡ് ബിൽഡിംഗ് ആണെന്ന് പറഞ്ഞു. അവരൊരു പുതിയ പീസ് ഓഫ് ലാൻഡ് വാങ്ങിച്ചിട്ടുണ്ട്, പുതിയ ഹെഡ് ഓഫീസ് പണിയാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ലോജിക്കലി ആലോചിച്ച് നോക്കുക, നിങ്ങളോട് ഇതൊരാൾ പറയാണ്, നിങ്ങളാണ് ബയ്യർ, അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് അറിയണം എന്നുള്ളത്. സോ ഒരാളൊരു സ്ഥലം വാങ്ങിച്ചു എന്ന് പറഞ്ഞു, അപ്പോൾ നിങ്ങൾ എന്ത് പറയുക? ഡീറ്റെയിൽസ് ഇൻ റിലേഷൻ ടു ദ ന്യൂ പ്രോപ്പർട്ടി. എന്തൊക്കെയായിരിക്കും അറിയേണ്ടി വരിക? ലോജിക്കലി ആലോചിച്ച് നോക്കുക. ഒരാളൊരു സ്ഥലം വാങ്ങി എന്ന് പറയുമ്പോൾ എന്തൊക്കെ അറിയേണ്ടി വരും? എത്രയാണ് സ്ഥലം വാങ്ങിയത്, എത്ര ഏക്കറാണോ, അല്ലെ എത്ര സെന്റാണ് സ്ഥലം വാങ്ങിയത്, എത്ര രൂപയ്ക്കാണ് സ്ഥലം വാങ്ങിയത്, ഏത് ലൊക്കേഷനിലാണ് വാങ്ങിച്ചത്, കോസ്റ്റ് എത്രയാണ്, അതിന്റെ ഓണർഷിപ്പ് ആരുടെ പേരിലാണ്. സോ ഈ സെയിം കാര്യങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾ ഇവിടെ ചോദിക്കേണ്ടി വരിക. കാരണം എന്തായിരിക്കും? അക്വിസിഷന് ശേഷം നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ നിങ്ങളത് പ്രൊഫഷണലി ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തായിരിക്കും പറയുക? നിങ്ങൾ പറയും ഡീറ്റെയിൽസ് ഇൻ റിലേഷൻ ടു ദ അക്യൂർഡ് പ്രോപ്പർട്ടി. അവിടെ നിങ്ങൾ എന്തായിരിക്കും പറയേണ്ടത്? അഡീഷണൽ ഇൻഫർമേഷൻ ഇൻ റിലേഷൻ ടു ദ അക്യൂർഡ് പ്രോപ്പർട്ടി ഷുഡ് ബി ഒബ്റ്റൈൻ, ഇൻക്ലൂഡിംഗ് ദ ഏരിയ വേർ ദ പ്രോപ്പർട്ടി ഈസ് പർച്ചേസ്, location where the property is purchased, the area of the property, purchase price, and the ownership under which the property is purchased, in order to confirm whether the company will be able to exercise rights over the property once after acquiring the Loki company. ഇനി അവർ പറഞ്ഞു ഇവരുടെ കമ്പനിയുടെ ബോർഡ് സ്ട്രക്ചറിനെയൊക്കെ കുറിച്ചിട്ട്. സോ യു ക്യാൻ ഓൾവേസ് കൺസിഡർ റിക്വസ്റ്റിംഗ് ഫോർ ദ കോർപ്പറേറ്റ് സ്ട്രക്ചർ ഓഫ് ദി കമ്പനി ടു അണ്ടർസ്റ്റാൻഡ് വെദർ ദ കോർപ്പറേറ്റ് സ്ട്രക്ചർ വിൽ ബി ഏബിൾ ടു ബി ബ്ലെൻഡഡ് വിത്ത് ദ കറന്റ് ഓപ്പറേറ്റിംഗ് സ്ട്രക്ചർ ഓഫ് ജേക്കബ് കമ്പനി. ദെൻ നമ്മളെപ്പോഴും കോമൺ ആയിട്ട് പറയാനുള്ള കുറേ കാര്യങ്ങൾ പറയാമെന്ന് നമ്മൾ പഠിച്ചിരുന്നു. എന്തൊക്കെയായിരുന്നു? prior year audited financial statements can be considered. Then most recent management accounts should be considered. Then forecasted financial statements need to be obtained. Then ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ കമ്പനിയുടെ എന്തൊക്കെയാണോ ജനറൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന കോൺട്രാക്ട് ലെറ്റേഴ്സ് നോക്കാം. ഇവിടെ പറഞ്ഞു ഡയറക്ടേഴ്സ് സർവീസ് കോൺട്രാക്ട്സ് നോക്കാം. ഡയറക്ടേഴ്സ് ഇതൊരു എക്സിറ്റ് റൂട്ട് ആയിട്ട് കൺസിഡർ ചെയ്യോ, വെദർ ദേ വിൽ ബി വില്ലിംഗ് ടു കണ്ടിന്യൂ വിത്ത് ദ കമ്പനി ആഫ്റ്റർ അക്യൂറിംഗ് ദം. ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണമെന്ന് പറയാം. ഇങ്ങനെയായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഒരു ലോൺ എടുത്തു എന്ന് പറഞ്ഞു, അവിടെ അഡീഷണൽ ഇൻഫർമേഷൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയാം? ഡീറ്റെയിൽസ് ഇൻ റിലേഷൻ ടു ദ ബാങ്ക് ലോൺ ഒബ്റ്റൈൻ ചെയ്യണം. എത്രയാണ് എമൗണ്ട് ഓഫ് ലോൺ, കോവനൻസ് എന്തൊക്കെയാണ്, ലോണിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ഈ ലോൺ വെദർ ഇറ്റ്സ് ഇറ്റ് സെക്യൂർഡ് ഓൺ എനി കമ്പനീസ് അസെറ്റ്, ലോണിന്റെ റീപേയ്മെന്റ് എമൗണ്ട് എത്രയാണ്, റീപേയ്മെന്റ് പീരീഡ് എത്രയാണ്. ബിക്കോസ് ആഫ്റ്റർ അക്വിസിഷൻ the company will be liable to settle off this loan, so they need to consider the liability amount which they are taking as part of the acquisition. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മൾ പറഞ്ഞു പോകുന്നുണ്ടാവുക when it comes to ഡ്യൂ ഡിലിജൻസ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എന്തൊക്കെ അഡീഷണൽ ഇൻഫർമേഷൻ വേണ്ടെന്നുള്ളതും പറയണം. ആ ഇൻഫർമേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് ഒബ്റ്റൈൻ ചെയ്യുന്നത് എന്നുള്ളതായിരിക്കണം ഡ്യൂ ഡിലിജൻസിന്റെ ക്വസ്റ്റ്യൻസിൽ പറയേണ്ടി വരിക. ഫസ്റ്റ് റിക്വയർമെന്റിനെ പറ്റി ഒന്ന് പറയോ? സോ ഫസ്റ്റ് റിക്വയർമെന്റിന്റെ അകത്ത് നമ്മളോട് ചോദിച്ചേക്കുന്നത് ഡ്യൂ ഡിലിജൻസ് റിവ്യൂ നമ്മൾ ഈ കമ്പനിയുടെ അണ്ടർടേക്ക് ചെയ്യാണ്. സോ ബേസിക്കലി ഒരു കമ്പനിയുടെ ഡ്യൂ ഡിലിജൻസ് റിവ്യൂ അണ്ടർടേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു എക്സ്റ്റേണലി ഉള്ള ഒരു ഓഡിറ്റർ അല്ലെങ്കിൽ ഒരു പ്രാക്ടീഷണർ വന്നിട്ട് ഡ്യൂ ഡിലിജൻസ് റിവ്യൂ ചെയ്യുന്നത് കൊണ്ടുള്ള പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. മനസ്സിലായോ? സോ ഇറ്റ് വിൽ ബി കോമൺ ടു മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ്. അതായത് വേറെ ഏത് ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാലും സിനാരിയോ സ്പെസിഫിക് ആയിട്ട് മാത്രം ചെയ്താൽ മതി. അതായത് ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളോട് ഓൾറെഡി ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ജേക്കബ് കമ്പനി എന്ന് പറയുന്ന കമ്പനി ദേ ആർ ന്യൂ ഇൻ ടു ദിസ് ഇൻഡസ്ട്രി. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അക്വിസിഷൻ നടത്താൻ അവർക്ക് ആ ഒരു ഇൻഡസ്ട്രിയിലുള്ള ബിസിനസ് നടത്താൻ പറ്റാത്തതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ലോക്കി കമ്പനി എന്ന് പറയുന്ന കമ്പനീനെ അക്യൂർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ജേക്കബ് കമ്പനിക്ക് ഇങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഡ്യൂ ഡിലിജൻസ് റിവ്യൂ നടത്തുന്നതുകൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെനിഫിറ്റ് എന്തായിരിക്കും? ആഫ്റ്റർ അക്വിസിഷൻ ഇവർക്ക് ഈ ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് ഇൻഡസ്ട്രിയിൽ പ്രോപ്പർലി പെർഫോം ചെയ്യാൻ പറ്റുമെന്നുള്ളത് അറിയാൻ പറ്റും. 2, ഇവർ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് എത്രയാണോ ആ ഇൻവെസ്റ്റ്മെന്റ് ബെനിഫിഷ്യൽ ആയിരിക്കുമോ എന്നുള്ളത് അറിയാൻ പറ്റും. ഇങ്ങനെയുള്ള കോമൺ പോയിന്റ്സ് നമ്മൾ സ്പെസിഫിക് ടു സിനാരിയോ ആക്കിയിട്ടായിരിക്കും പറയാൻ പോകുന്നത്. മനസ്സിലായോ? ഓക്കെ. സോ ഇങ്ങനെയായിരിക്കും നമുക്ക് ഡ്യൂ ഡിലിജൻസ് എൻഗേജ്മെന്റിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. ആൻഡ് ജസ്റ്റ് ഗോ ത്രൂ ദ പാർട്ട് 1 ഓഫ് ദിസ് ക്വസ്റ്റ്യൻ ഓർ എനി അതർ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ജസ്റ്റ് പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഇത് സെഷൻ എടുത്ത സമയത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അലോങ് വിത്ത് ദ തിയറി പാർട്ട്. ഓക്കെ,
സോ ഇതാണ് നമുക്ക് ഡ്യൂ ഡിലിജൻസ് എന്ന് പറയുന്ന ഏരിയ. ചോദിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല. ഇപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കുറേ റാൻഡം ഏരിയാസ് ഉണ്ട്. അത്രയും ഏരിയാസിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ചോദിക്കുക. അതായത് ഇതെല്ലാം ഡെഫിനറ്റ്ലി ചോദിക്കില്ല. നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്ത അത്ര എണ്ണത്തിൽ നിന്ന് ചിലപ്പോൾ 1-2 മിക്സ് ആയിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ ഒരു സിംഗിൾ ഏരിയ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ഇനി നമുക്ക് വൺ ഓഫ് ദി തിയററ്റിക് ഏരിയ ഉണ്ട്, മെയിൻ ഏരിയ ആയിട്ട്. അത് ചോദിക്കുമെന്ന് ഉറപ്പില്ല. ചോദിച്ചാൽ ഭയങ്കര രസമുള്ള ഏരിയ ആണ്. നിങ്ങൾക്ക് ഈസിലി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്. ദാറ്റ്സ് ഏരിയ ഓഫ് മണി ലോണ്ടറിങ്. പഠിച്ചോ വേണ്ടോ? സോ Yes, sir. ബേസിക്കലി മണി ലോണ്ടറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിരുന്നു. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ്സ് എ പ്രോസസ് ബൈ വിച്ച് പ്രൊസീഡ്സ് ഫ്രം ആൻ ഇല്ലെജിറ്റിമേറ്റ് സോഴ്സ് വിൽ ബി converted to proceeds which are being seems to earn from a legitimate source. ഇല്ലെജിറ്റിമേറ്റ് സോഴ്സിൽ നിന്ന് ഏൺ ചെയ്ത ഫണ്ടിനെ ലെജിറ്റിമേറ്റ് സോഴ്സിൽ നിന്ന് ഏൺ ചെയ്ത ഫണ്ട് പോലെ കാണിക്കുന്നതിനെയാണ് മണി ലോണ്ടറിങ് എന്ന് പറയുക. ആൻഡ് നമ്മൾ പറഞ്ഞു ഇറ്റ്സ് എ ക്രിമിനൽ ഒഫൻസ് ആൻഡ് ദർ ആർ 3 stages ഇൻ മണി ലോണ്ടറിങ്. ഏതൊക്കെയായിരുന്നു? പ്ലേസ്മെന്റ്, വിച്ച് ഈസ് ദ ഇനീഷ്യൽ ഡിസ്പോസൽ ഓഫ് ഇല്ലെജിറ്റിമേറ്റ് ഫണ്ട് ഇൻ ടു എ ലെജിറ്റിമേറ്റ് ബിസിനസ്. ലെയറിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇറ്റ്സ് എ ട്രാൻസ്ഫർ ഓഫ് മണി ഫ്രം പ്ലേസ് ടു പ്ലേസ്, അല്ലെങ്കിൽ ബിസിനസ് ടു കൺസീൽ ദ ഒറിജിനൽ സോഴ്സ് ഓഫ് ദി ഫണ്ട്. ഇന്റഗ്രേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫൈനലി ദ മണി വിൽ ഹാവ് അപ്പിയറൻസ് ഓഫ് ലെജിറ്റിമേറ്റ് ഫണ്ട്. അതാണ് ഇന്റഗ്രേഷൻ സ്റ്റേജ്. ആൻഡ് ദർ ആർ മൾട്ടിപ്പിൾ ഒഫൻസസ് റിലേറ്റിംഗ് ടു മണി ലോണ്ടറിങ്, ഇൻക്ലൂഡിംഗ് ഫെയിലിയർ ടു റിപ്പോർട്ട്, ടിപ്പിംഗ് ഓഫ് ആൻ ഫിനാൻഷ്യൽ സർവീസ് ഓർഗനൈസേഷൻ ഫെയിൽസ് ടു മീറ്റ് ദെയർ ഒബ്ലിഗേഷൻ അണ്ടർ മണി ലോണ്ടറിങ്. ഇതാണ് ഓഡിറ്ററായി നമ്മളെ അഫക്ട് ചെയ്യുന്ന 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞ്. ഫെയിലിയർ ടു ഡിസ്ക്ലോസ് നമ്മൾ പറഞ്ഞു. ഓഡിറ്ററായി നമ്മൾ മണി ലോണ്ടറിങ് റിലേറ്റഡ് സസ്പീഷ്യസ് ആക്ടിവിറ്റീസ് എന്തെങ്കിലും കണ്ടിട്ട് അത് മണി ലോണ്ടറിങ് റിപ്പോർട്ടിംഗ് ഓഫീസർ എന്ന് പറയുന്ന ഓഫീസറിന് അടുത്ത് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ദാറ്റ് വിൽ ബി എ ക്രിമിനൽ ഒഫൻസ്. ആൻഡ് ഇൻ കേസ് എങ്ങാനും ഓഡിറ്റർ ഹാവ് റിപ്പോർട്ടഡ് ടു ദ മണി ലോണ്ടറിങ് റിപ്പോർട്ടിംഗ് ഓഫീസർ ബട്ട് ദ MLRO ഫെയിൽസ് ടു റിപ്പോർട്ട് ഇറ്റ് ടു ദ റെഗുലേറ്ററി അതോറിറ്റി, അങ്ങനെയാണ് MLRO ഒഫൻസ് ചെയ്തിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുക. ടിപ്പിംഗ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി ലോണ്ടറിങ് സസ്പെക്ട് ആരാണോ, അതായത് മണി ലോണ്ടറിങ് ചെയ്ത ആളാരാണോ ആ സസ്പെക്റ്റിനെ മണി ലോണ്ടറിങ് ഇൻവെസ്റ്റിഗേഷൻ അണ്ടറിലാണ് അയാൾ എന്ന് ഇൻഫോം ചെയ്യുന്നതിനാണ് ടിപ്പിംഗ് ഓഫ് എന്ന് പറയുക. ഓഡിറ്റിങ്ങിന്റെ കേസ് നമ്മൾ പറഞ്ഞു, ക്ലയന്റിന്റെ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് മണി ലോണ്ടറിങ് സസ്പീഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും തോന്നിയിട്ട് നമ്മൾ ക്ലയന്റിനെ തന്നെ മണി ലോണ്ടറിങ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ടിപ്പിംഗ് ഓഫ് ഒഫൻസ് ആയിട്ട് തന്നെയായിരിക്കും ട്രീറ്റ് ചെയ്യുക. ഇനി നമ്മൾ പറഞ്ഞു ഒരു ഫിനാൻഷ്യൽ സർവീസ് ഓർഗനൈസേഷൻ മണി ലോണ്ടറിങ് റിലേറ്റഡ് ആയിട്ടുള്ള ആന്റി മണി ലോണ്ടറിങ് പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാവണം ഓർഗനൈസേഷനിൽ. സോ ഒരു ഫേം ആണെങ്കിൽ അവർ ഈ പറയുന്ന പ്രോഗ്രാം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദേ വിൽ ബി ലയബിൾ. സോ അവിടെ ഈ ആന്റി മണി ലോണ്ടറിങ് പ്രോഗ്രാം പഠിക്കണം. കാരണം നിങ്ങളോട് ചിലപ്പോൾ ആ മണി ലോണ്ടറിങ് പ്രോഗ്രാമിനെ കുറിച്ച് തന്നെ ഡയറക്റ്റ്ലി ചോദിക്കും തിയറി ആയിട്ട്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു മണി ലോണ്ടറിങ് പ്രോഗ്രാമിൻ്റെ അകത്ത് ആന്റി മണി ലോണ്ടറിങ് പ്രോഗ്രാമിൻ്റെ അകത്ത് എന്താ കാര്യം വരിക? മണി ലോണ്ടറിങ് ആൻഡ് ടെററിസ്റ്റ് ഫിനാൻസിങ് റിസ്ക് അസസ്മെന്റ് എൻറ്റിറ്റി നടത്തുന്നുണ്ടാവണം. പ്രോപ്പർ സിസ്റ്റവും പോളിസിയും കൺട്രോൾസും പ്രൊസീജിയേഴ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. മണി ലോണ്ടറിങ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടോ എന്ന് അറിയാൻ കസ്റ്റമർ ഡ്യൂ ഡിലിജൻസും എൻഹാൻസ് ഡ്യൂ ഡിലിജൻസും സിംപ്ലിഫൈഡ് ഡ്യൂ ഡിലിജൻസ് റിക്വയർമെന്റ്സ് ഫുൾഫിൽ ചെയ്യണം. അതുപോലെ തന്നെ എൻഹാൻസ് റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് ഡാറ്റ പ്രൊട്ടക്ഷൻ സിസ്റ്റവും ഫോളോ ചെയ്യുന്നുണ്ടാവണം. ആൻഡ് ഇതിന് ഓരോന്നിന്റെ മീനിങ് നമ്മൾ പഠിച്ചു. കസ്റ്റമർ ഡ്യൂ ഡിലിജൻസ് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് KYC, നോയിങ് യുവർ കസ്റ്റമർ, ആൻഡ് അൺനോയിങ്ലി ഹൈ റിസ്ക് കസ്റ്റമേഴ്സിന് വർക്ക് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എൻഹാൻസ് ഡ്യൂ ഡിലിജൻസ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ കസ്റ്റമറിന്റെ ബാക്ക്ഗ്രൗണ്ടും പേർപ്പസും എല്ലാം നോക്കിയിട്ടായിരിക്കണം ഒരു എൻഗേജ്മെന്റ് എടുക്കുന്നത്. ആൻഡ് ലോ റിസ്ക് ക്ലയന്റിന് വേണ്ടിയിട്ട് സിംപ്ലിഫൈഡ് ഡ്യൂ ഡിലിജൻസ് ചെയ്താൽ മതി. എൻഹാൻസ് റെക്കോർഡ് കീപ്പിംഗ് എന്ന് പറയുമ്പോൾ എല്ലാ കസ്റ്റമേഴ്സിനും ഡ്യൂ ഡിലിജൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ആൻഡ് ട്രാൻസാക്ഷൻ വിത്ത് ഈച്ച് ക്ലയന്റ് നോക്കുന്നുണ്ടാവണം. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ മണി ലോണ്ടറിങ് സസ്പീഷ്യസ് ആക്ടിവിറ്റി റിപ്പോർട്ട് നമ്മൾ നോക്കുന്നുണ്ടാവണം. ആൻഡ് മണി ലോണ്ടറിങ് സസ്പെക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് മണി ലോണ്ടറിങ് റിലേറ്റഡ് കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ റെക്കോർഡ്സ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലയന്റുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ക്ലോസ് ചെയ്ത് അവിടുന്ന് 5 years കൂടി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞു. ആൻഡ് ദർ വിൽ ബി 2 people appointed in the company, appointed in the firm. മണി ലോണ്ടറിങ് കംപ്ലൈൻസ് പ്രിൻസിപ്പൾ ഉണ്ടായിരിക്കും, മണി ലോണ്ടറിങ് റിപ്പോർട്ടിംഗ് ഓഫീസർ ഉണ്ടാവും. Money laundering complaints principal will take care of complaints related requirements relating for the money laundering, and MLRO will be taking up a reporting role of money laundering. And reporting relating to money laundering നിങ്ങളോട് ചോദിക്കും. മണി ലോണ്ടറിങ്ങിന്റെ കേസ് ആണെന്നൊന്നും നിങ്ങളോട് എടുത്തു പറയൂല സിനാരിക്കകത്ത്. റിപ്പോർട്ടിംഗ് പക്ഷെ ചോദിക്കുമ്പോൾ നേരെ കൊണ്ടുപോയിട്ട് ഒരു കാരണവശാലും മണി ലോണ്ടറിങ്ങിൻ്റെതായ പോയിന്റ് എഴുതി വെക്കരുത്. ഓഡിറ്റ് റിപ്പോർട്ടിലുള്ള റിപ്പോർട്ടിങ്ങിന്റെ പോയിന്റ് എഴുതി വെക്കരുത്. പകരം മണി ലോണ്ടറിങ്ങിന്റെ റിപ്പോർട്ടിംഗ് ചോദിക്കുമ്പോൾ നിങ്ങൾ അവിടെ എന്തൊക്കെയായിരിക്കും നോക്കേണ്ടത്? നിങ്ങൾ ആദ്യം പറയേണ്ടത് മണി ലോണ്ടറിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരാളെ കമ്പനിയിൽ അപ്പോയിന്റ് ചെയ്യണം, അതാണ് MLRO. അത് നമ്മൾ പറഞ്ഞു ഓർഗനൈസേഷൻ്റെ അകത്ത് ആർക്കെങ്കിലും സസ്പീഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ട ആരുടെ അടുത്താണ്? MLROയുടെ അടുത്താണ്. MLRO എന്ത് ചെയ്യണം? ആസ് സസ്പീഷ്യസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആൾക്ക് കിട്ടിയേക്കുന്ന എവിഡൻസിന്റെ ബേസിസിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ശരിക്കും നോക്കണം. ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ MLRO എന്ത് ചെയ്യാം? ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റിലെ നാഷണൽ ക്രൈം ഏജൻസിയുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാം. ആൻഡ് MLRO സ്റ്റാൻഡേർഡ് ഫോം കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അവിടെ സസ്പെക്ടിന്റെ നെയിമും അഡ്രസ്സും
അതുപോലെ നാഷണാലിറ്റിയും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യണം. ഐഡന്റിഫിക്കേഷൻ അല്ലെ റെഫറൻസസ് പറയാം. സസ്പീഷ്യസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള പറയണം. വേറെ എന്തെങ്കിലും റെലവെന്റ് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അതും കൊടുക്കണം. ഇതാണ് മണി ലോണ്ടറിംഗിന്റെ റിപ്പോർട്ടിംഗ്. ആൻഡ് നമ്മൾ എത്തിക്കൽ ഗൈഡൻസ് ഓൺ മണി ലോണ്ടറിംഗ് പഠിച്ചിരുന്നു. അതായത് ഇവിടെ നമുക്ക് ഒരു എത്തിക്കൽ ഡിലേമ ഉണ്ടാവും എന്ന് പറഞ്ഞു. അതായത് ആസ് എൻ ACCA മെമ്പർ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ ആസ് എ പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ ഒരു ഓഡിറ്റിംഗ് പ്രൊഫഷണൽ എന്നുള്ള രീതിയിലുള്ള നിങ്ങളുടെ ഡ്യൂട്ടിയാണ് കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. ആൻഡ് ആസ് എ സിറ്റിസൺ ഫോർ ദ കൺട്രി നിങ്ങളുടെ ഒരു ഡ്യൂട്ടിയാണ് മണി ലോണ്ടറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്രിമിനൽ ഒഫൻസ് എന്തെങ്കിലും കണ്ട് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ഒരിടത്ത് കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം, ഒരിടത്ത് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളോട് പറയായിരുന്നു ഗുഡ് ഫെയ്ത്തിലാണ്, വിത്ത് റീസണബിൾ ഗ്രൗണ്ട്സ് ആണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ബി ട്രീറ്റഡ് എസ് എ ബ്രീച്ച് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി, നിങ്ങൾക്ക് അത് റിപ്പോർട്ട് ചെയ്യാം. ബട്ട് ബാഡ് ഫെയ്ത്തിലാണ്, വിത്തൗട്ട് ഹാവിങ് എനി റീസണബിൾ ഗ്രൗണ്ട്സ് ആണ്, ഒരു സംശയം തോന്നാതെ നിങ്ങൾ വിളിച്ചാൽ പറയാണ് ഇവർ മണി ലോണ്ടറിങ് ചെയ്യുന്നുണ്ടെന്ന്. സോ ഇൻ ദാറ്റ് കേസ് യു വിൽ ബി ലയബിൾ. അതാണ് നമ്മൾ പറഞ്ഞ് മണി ലോണ്ടറിങ് റിലേറ്റഡ് സസ്പീഷ്യസ് ആക്ടിവിറ്റീസ് എല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് അവിടെ റീസണബിൾ ഗ്രൗണ്ട്സിൽ അത് ക്ലെയിം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ റിപ്പോർട്ട് ചെയ്യാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അത് ബ്രീച്ച് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇനി ശരിക്കും സസ്പീഷ്യസ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അത് ബ്രീച്ച് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യത്തില്ല. ക്ലിയർ ആയോ? ഓക്കെ. ഇനി നമ്മൾ ലാർക്കാൻകോ എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ലാർക്കാൻകോ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ മണി ലോണ്ടറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളത് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാർക്കാൻകോയുടെ പാർട്ട് ബി, ഹെറോൺ കമ്പനി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും സിനാരിക്കകത്ത് ഇത് മണി ലോണ്ടറിംഗ് റിലേറ്റഡ് റിപ്പോർട്ടിംഗ് ആണ് എന്ന് പറഞ്ഞ് തരില്ല. അപ്പോൾ ഇത് നമ്മൾ ചെയ്തതാണോ ഒന്ന് എല്ലാവരും ഒന്നും കൂടെ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ സിനാരിയോക്കകത്ത് നിന്ന് ആദ്യം ഇത് മണി ലോണ്ടറിംഗ് റിലേറ്റഡ് ആക്ടിവിറ്റി ആണോ എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം. കാരണം സിനാരിയോക്കകത്ത് ജസ്റ്റ് ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഡിസ്കസ് ദി ഇംപ്ലിക്കേഷൻ ഓഫ് ദി സർക്കംസ്റ്റൻസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ ഓഡിറ്റ് സീനിയേഴ്സ് നോട്ട്, നേച്ചർ ഓഫ് റിപ്പോർട്ടിംഗ് വിച്ച് ഷുഡ് ബി ടേക്കൺ പ്ലേസ് ഇൻ റെസ്പെക്ട് ഓഫ് ഹെറോൺ കമ്പനി. നിങ്ങളോട് ചോദിക്കും ഓഡിറ്റ് സീനിയറിന്റെ നോട്ടിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്ന സർക്കംസ്റ്റൻസസിന്റെ ഇംപ്ലിക്കേഷൻ എന്തൊക്കെയാണ്, എന്ത് തരത്തിലുള്ള റിപ്പോർട്ടിംഗ് ആണ് വേണ്ടതെന്നായിരിക്കും നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ എപ്പോഴും ചെയ്യേണ്ടത് എന്തായിരിക്കും? നിങ്ങൾ ഇവിടെ ജനറൽ ആയിട്ട് ഒരേ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. സിനാരിയോക്കകത്ത് പറഞ്ഞേക്കുന്നത് എന്താണെന്നുള്ളത് നോക്കുക. സിനാരിയോക്കകത്ത് ഇതൊരു മണി ലോണ്ടറിംഗ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഫ്രോഡ് പോലെയുള്ള എന്തെങ്കിലും ട്രാൻസാക്ഷനെ കുറിച്ചായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഓക്കെ, ഫ്രോഡിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. ഫ്രോഡ് പോലെ എന്തെങ്കിലും ഫ്രോഡ് ലൈക്ക് ആയിരിക്കും ട്രാൻസാക്ഷൻ പറഞ്ഞിട്ടുണ്ടാവുക. നിങ്ങളൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടാവും ക്യാഷ് ബേസ്ഡ് ബിസിനസ് ആണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളോട് പറയും ഓണർ മാനേജ്ഡ് ബിസിനസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ദെൻ പുതിയൊരു ഫണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. ആ ഫണ്ടിന് പ്രത്യേകിച്ച് റീസണബിൾ ബാക്ക്ഗ്രൗണ്ട്സ് ഒന്നും ഉണ്ടാവില്ല. ഈ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും വേറെ എങ്ങോട്ടേലും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് മണി ലോണ്ടറിംഗ് ആണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്? ഫ്രോഡ് റിലേറ്റഡ് പോലെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നോക്കുക, ക്യാഷ് ബേസ്ഡ് ബിസിനസ് ആണോ നോക്കുക, ഓണർ മാനേജ്ഡ് ബിസിനസ് ആണോ നോക്കുക, ഫണ്ട് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ നോക്കുക, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ നോക്കുക. ഇങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ മണി ലോണ്ടറിംഗ് ആയിരിക്കും പ്രോബബ്ലി അവിടെ വരിക. ഇനി ഓഡിറ്റർ പോയിട്ട് ക്ലയന്റിനെ ക്വസ്റ്റ്യൻ ചെയ്തതിനെ കുറിച്ചും കൂടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് എന്തായിട്ട് പറയാം? ടിപ്പിംഗ് ഓഫ് ഒഫൻസ് ആയിട്ടായിരിക്കും വരുന്നത് എന്നുള്ളത് പറയാം. അപ്പോൾ മണി ലോണ്ടറിംഗ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനാരിയോക്ക് അത് വെച്ചേക്കുന്ന എലമെന്റ്സ് വെച്ചത് മണി ലോണ്ടറിംഗ് ആണോ നോക്കുക. ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഇത് മണി ലോണ്ടറിംഗ് ട്രാൻസാക്ഷൻ ആണ് എന്ന് പറഞ്ഞൊരു സിനാരിയോക്കകത്ത് ഐഡന്റിഫിക്കേഷൻ പാർട്ട് എഴുതുക. എന്നിട്ട് എന്താണ് മണി ലോണ്ടറിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ മണി ലോണ്ടറിംഗ് ഈച്ച് സ്റ്റേജസ് ഡിഫൈൻ ചെയ്യുക. ആ ഈച്ച് സ്റ്റേജസ് ക്വസ്റ്റിന് കാണിച്ചേക്കുന്ന പറയാം. ടിപ്പിംഗ് ഓഫ് ഒഫൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അത് പറയാം. സേഫ് ഗാർഡ് പറയാം. അതിനുശേഷം മണി ലോണ്ടറിംഗിന്റെ റിപ്പോർട്ടിംഗ് പറയാം. സോ ഇങ്ങനെയായിരിക്കും ബേസിക്കലി മണി ലോണ്ടറിംഗിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്രോച്ച് ടിപ്പിംഗ് ചെയ്യുന്നത്. ഓഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെ പറയണ്ടേ? ആൻസറിൽ എങ്ങനെയാണ് അത് ചെയ്തിട്ടുണ്ട്? നമ്മളോട് ക്വസ്റ്റ്യനിൽ ഇപ്പോൾ മെൻഷൻ ചെയ്തേക്കാൾ ഓഡിറ്റർ ക്ലയന്റിന്റെ അടുത്ത് ഈ കാര്യത്തെക്കുറിച്ച് എൻക്വയറി ചെയ്തു. ക്ലയന്റ് അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും തന്നില്ല. ക്ലയന്റ് നമ്മുടെ അടുത്ത് അഗ്രസീവായിട്ട് സംസാരിച്ചു എന്നൊക്കെ പറയാണ്. അപ്പോൾ നമ്മൾ എന്ത് പറയാ? ഇറ്റ് റെപ്രസെന്റ്സ് ടിപ്പിംഗ് ഓഫ് സ്റ്റേജ് ഓഫ് മണി ലോണ്ടറിംഗ് whereby the auditor have let the money laundering suspect know that they are under the money laundering investigation which might prejudice the results relating to money laundering. So this will be considered as a criminal offense. അപ്പോൾ അവിടെ വരുന്ന സേഫ് ഗാർഡ് എന്ന് പറഞ്ഞതായിരിക്കും ഓഡിറ്റർ പ്രൊഫഷണൽ ബോഡിയുടെ അടുത്ത് നിന്ന് ഇമ്മീഡിയറ്റ്ലി അഡ്വൈസ് സീക്ക് ചെയ്യണം. മനസ്സിലായോ? അതുപോലെ തന്നെ ഓഡിറ്റർ ഇക്കാര്യം ഇമ്മീഡിയറ്റ്ലി മണി ലോണ്ടറിംഗ് റിപ്പോർട്ടിംഗ് ഓഫീസിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യണം. ഓഡിറ്റർ പേടിച്ച് റിസൈൻ ചെയ്യാൻ പാടില്ല. ബിക്കോസ് ആസ് പാർട്ട് ഓഫ് റെസിഗ്നേഷൻ ഓഡിറ്റർ എന്ത് കൊടുക്കണം? സ്റ്റേറ്റ്മെന്റ് ഓഫ് സർക്കംസ്റ്റൻസ് കൊടുക്കണം. അതിൻ്റെ അകത്ത് എഴുതേണ്ടി വരും എന്തുകൊണ്ടാണ് റിസൈൻ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതിൻ്റെ അകത്ത് കൊണ്ടേ മണി ലോണ്ടറിംഗ് ഞാൻ പറഞ്ഞു പോയതുകൊണ്ടാണ് റിസൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും ടിപ്പിംഗ് ഓഫ് ആയിട്ട് തന്നെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കൺഫ്യൂഷൻ വരുന്ന കേസിൽ എന്ത് ചെയ്യുക? പ്രൊഫഷണൽ ബോഡിയുടെ അടുത്ത് അഡ്വൈസ് സീക്ക് ചെയ്യാൻ പറയാം. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു മണി ലോണ്ടറിംഗ് റിലേറ്റഡ് ആയിട്ട് അവിടെ വരുന്നുണ്ടായിരുന്നു. ആൻഡ് ഇത്രയാണ് നമ്മുടെ ട്രിപ്പിളേക്കകത്ത് നമ്മൾ മെയിനായിട്ട് പഠിച്ചിരുന്ന ഏരിയാസ്. ഇത്ര മാത്രം ഉണ്ടെന്നല്ല നമ്മൾ പറയുന്നത്. വി ഹാവ് കവർഡ് എ ലോട്ട് ഓഫ് തിയറീസ്. വെൽ വി ഹാവ് കോട്ട് ദ എന്താ പറയുക
ടെക്നിക്കൽ ആർട്ടിക്കിൾസ്, കറണ്ട് ഇഷ്യൂസ്, അതൊക്കെ നമ്മൾ നോക്കിയിരുന്നു. സോ ദീസ് ആർ ദ മെയിൻ കീ ഏരിയസ് വിച്ച് ആർ യൂഷ്വലി ബീങ് ടെസ്റ്റഡ് ഇൻ ദ എക്സാം. അതേപോലെ നമ്മൾ ചില ക്വസ്റ്റ്യൻസ് ഫോറൻസിക് ഓഡിറ്റ് എന്നൊക്കെ പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. സോ പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള റാൻഡം ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാം. സോ ദീസ് ആർ ദ കീ ഏരിയാസ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് എപ്പോഴും പലപ്പോഴും അല്ലെങ്കിൽ 99% ക്വസ്റ്റ്യൻസ് വരല്. ആൻഡ് കഴിഞ്ഞ ഞാൻ പറഞ്ഞല്ലോ ഇത്ര വർഷങ്ങളായിട്ട് അതിന് ചേഞ്ചോ കാര്യങ്ങളൊന്നും വരാറില്ല. ദ സിനാരിയോ വിൽ കീപ്പ് ഓൺ ചേഞ്ചിങ്, ബട്ട് ഈ കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ട് ഇതുപോലെ തന്നെയായിരിക്കും നിൽക്കുന്നുണ്ടാവുക. സോ അപ്പോൾ നമ്മൾ നാളെ തൊട്ട് തന്നെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. നമ്മൾ ഇന്നലെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന മെത്തേഡും കാര്യങ്ങളൊക്കെ, ബട്ട് അതൊന്നും കൂടി ക്വിക്ക്ലി ബ്രഷപ്പ് ചെയ്യാം. സോ ബേസിക്കലി നമ്മുടെ ഫുൾ സിലബസ് ഏരിയ നിങ്ങൾ 3 സെഷനായിട്ട് ഡിവൈഡ് ചെയ്യുക. സെഷനായിട്ട് ഡിവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. നമ്മുടെ ഫസ്റ്റ് 2 ഡേയ്സ്, അതായത് ഫസ്റ്റ് 2 ഡേയ്സ് ഓഫ് അവർ റിവിഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത 50 മാർക്കിൻ്റെ ഏരിയ യു കൺസിഡർ ഇറ്റ് as 1 പാർട്ട് ഓഫ് ദി സിലബസ്. ഓക്കെ, ആൻഡ് കീപ് ഇറ്റ് aside. ആൻഡ് അതർ 25 മാർക്സ് ഏരിയ, അതിലൊരു 25 മാർക്ക് ഏരിയ എന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ് ആൻഡ് ക്രിട്ടിക്കൽ അപ്രൈസലിൻ്റെ ഏരിയ എടുക്കുക. ബാക്കി ഒരു 25 മാർക്കിൻ്റെ ഏരിയ എന്ന് പറയുന്നത് പിന്നീട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ ഏരിയാസും അതെടുക്കുക. അപ്പോൾ ഇങ്ങനെ 3 ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് യു നീഡ് ടു പ്രാക്ടീസ് bare minimum of 1 question each from all of this area every day. അതായത് നിങ്ങൾ എന്തായിരിക്കും ചെയ്യേണ്ടി വരിക? നാളെ തൊട്ട് ഒരു 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യണം, 2 25 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യണം, bare minimum. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി 3 ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ പറ്റും. ആ 3 ക്വസ്റ്റ്യൻസ് എന്താണ് എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എഴുതി പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയുന്നതിന് മേജർ റീസൺ ഇതാണ്. അത് എഴുതി പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം മാനേജ്മെന്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് വി ആർ ഗെറ്റിംഗ് ഓൾമോസ്റ്റ് നിയർ ടു ദ എക്സാം. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എഴുതി പ്രാക്ടീസ് ചെയ്ത് പോയാൽ മാത്രമേ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും അത് പ്രോപ്പർലി എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ നാളേക്ക് എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഇപ്പോൾ വർക്കിംഗ് ആണ് എന്നുണ്ടെങ്കിൽ യു മൈ നോട്ട് ബി ഹാവിംഗ് സഫീഷ്യൻറ്റ് ടൈം ഇന്നേക്കോ ഇരുന്ന് എഴുതാൻ. പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു 3 days പ്രയർ ടു ദ എക്സാം എങ്കിലും നിങ്ങൾ എക്സാം സ്ലോട്ട് ടൈം ഏതാണോ ആ ടൈമിൽ തന്നെ എഴുതാൻ നോക്കുക. ഈ 3 എണ്ണം ഒരേ സിംഗിൾ ഫ്ലെഡ്ജിൽ എഴുതി പോവുക. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, നിങ്ങൾക്ക് വേറെ ഏരിയാസ് കവർ ചെയ്യാനുണ്ടാവും, ലൈക്ക് ടെക്നിക്കൽ ആർട്ടിക്കിളും കറണ്ട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഏരിയാസ് കവർ ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ റെഗുലർ സെഷൻ അറ്റൻഡ് ചെയ്തത് നമ്മുടെ വീഡിയോസ് കാണുക. അല്ലാതെ ആർക്കെങ്കിലും ഈ ടെക്നിക്കൽ ആർട്ടിക്കിളൊക്കെ വായിക്കണമെങ്കിൽ ഏതെങ്കിലും വായിക്കാൻ മിസ്സായിട്ടുണ്ടോ എന്നുള്ള ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഗോ ടു ദ സ്റ്റഡി ഹബ്. സ്റ്റഡി ഹബിൻ്റെ അത് നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സ് ഉണ്ടാവും. ആ ചാപ്റ്റേഴ്സിൻ്റെ എൻഡിൽ ആ ചാപ്റ്റേഴ്സിൻ്റെ ഓരോന്നിനും ഏറ്റവും ലാസ്റ്റ് സ്ലൈഡ് എന്ന് പറയുന്നത് ടെക്നിക്കൽ ആർട്ടിക്കിളിലേക്കുള്ള ലിങ്കാണ്. അപ്പോൾ ചില ചാപ്റ്റേഴ്സിൻ്റെ അണ്ടറിൽ എഴുതിയേക്കുന്നത് അതിനെ ബേസ് ചെയ്ത് ടെക്നിക്കൽ ആർട്ടിക്കിൾ ഇല്ലാതായിരിക്കും. ചിലർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ടെക്നിക്കൽ ആർട്ടിക്കിലേക്ക് SSC വെബ്സൈറ്റിലേക്ക് തന്നെ റീഡയറക്റ്റ് ആവും. അപ്പോൾ ഒരിക്കലും എല്ലാ ടെക്നിക്കൽ ആർട്ടിക്കിളും മിസ്സായി പോവില്ല. ബട്ട് നമ്മൾ റെഗുലർ സെഷൻ അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം, നമ്മൾ എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1 by 1 ഓരോ ചാപ്റ്ററിൽ പോയിട്ടായിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യു ക്യാൻ ഗോ ത്രൂ ദാറ്റ്. ബട്ട് ടെക്നിക്കൽ ആർട്ടിക്കിൾ ഒന്നും ഇമ്മീഡിയറ്റ്ലി നോക്കണമെന്നില്ല, ജസ്റ്റ് ബിഫോർ ദി എക്സാം നോക്കിയാൽ മതി. കാരണം ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇൻഡയറക്ട്ലി ആയിരിക്കും ചോദിക്കാൻ കൂടുതൽ ചാൻസ്, rather than asking directly on that. അപ്പോൾ ടെക്നിക്കൽ ആർട്ടിക്കിളും കാര്യങ്ങളും എല്ലാം ഈ ക്വസ്റ്റ്യൻ പ്രാക്ടീസിന്റെ കൂട്ടത്തിൽ തന്നെ കൊണ്ടുപോകാനായിട്ട് നോക്കുക. സോ മെയിൻലി ഈ ക്വസ്റ്റ്യൻ പ്രാക്ടീസിൽ തന്നെ ഫോക്കസ് ചെയ്യാം. അതുപോലെ തന്നെ മോക്ക് എക്സാംസ് എഴുതുക. മോക്ക് എക്സാംസ് എഴുതുന്ന സമയത്തും മോക്ക് എക്സാംസും ഈ കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ ഞാൻ ലാസ്റ്റ് ഡേ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ SBRന്റെ പാർട്ട് മാറ്റി വെക്കരുത്. SBRന്റെ പാർട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. സോ എനിക്ക് ക്ലാസ് കൺക്ലൂഡ് ചെയ്യാനുള്ളതും അങ്ങനെ തന്നെയാണ്. വെൻ യു ആർ ഇൻ ടു ദ പേപ്പർ ഓഫ് AAA, you need to make sure that you are very much familiar with all the areas of SBR. So ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നാളെ തൊട്ട് നിങ്ങൾ റിവിഷൻ പോകുന്ന എപ്പോഴും ഇങ്ങനെയായിരിക്കണം. SBR അറിയില്ലെങ്കിൽ നാളത്തെ ഒരു ദിവസം കംപ്ലീറ്റ്ലി SBRന്റെ ടോപ്പിക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം മാറ്റി വയ്ക്കുക. SBR, then learn, then practice. ഈ അപ്രോച്ച് തന്നെ ഫോളോ ചെയ്യുക. SBR, learn, practice. And I have got a humble request specifically for our regular students. നമുക്കറിയാം നമ്മൾ ലൈവ് റെക്കോർഡിങ്സ്, ക്വസ്റ്റ്യൻ പ്രാക്ടീസ്, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ചെയ്തിട്ടാണ് ടിൽ ദ ഡേറ്റ് പഠിച്ചിട്ടുള്ളത്. ഇഫ് യു ലുക്ക് അറ്റ് ദ റെക്കോർഡിങ്സ്, ഐ ബിലീവ് ആസ് ഓൺ ടുഡേ വി ഹാവ് അപ്ലോഡഡ് അറൌണ്ട് 100 വീഡിയോസ് ഇൻ ടോട്ടൽ. സോ ഇത്രയും വീഡിയോസ് ആണ് നമ്മൾ മൊത്തം അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് കൺസിഡറിങ് ദിസ് 100 വീഡിയോസ്, അതിൻ്റെ അകത്ത് അല്ലെങ്കിൽ അറൌണ്ട് ദ 100 വീഡിയോസ്, അതിൻ്റെ അകത്തുള്ളതെല്ലാം ഇഫക്റ്റീവ് അവേഴ്സ് ആണ്. ഇപ്പോൾ ഈ ക്ലാസ് ആണെങ്കിൽ പോലും നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾക്കറിയാം, നമ്മളിതിനകത്തെ ക്ലാസ് ഇപ്പോൾ 2 hours ആണ് എടുത്തതെന്നുണ്ടെങ്കിലും റെക്കോർഡിംഗ് വരുന്ന 1 hour or സംതിങ് ആയിരിക്കും. കാരണം നിങ്ങളോട് ക്വസ്റ്റ്യൻ വായിക്കാൻ പറയുന്ന സമയമോ നിങ്ങൾ ആൻസർ എഴുതുന്ന സമയമോ നോട്ട്സ് റെക്കോർഡ് ചെയ്യുന്ന സമയം ഒന്നും അതിൻ്റെ അകത്തില്ല. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്താണ് ഞാൻ എപ്പോഴും റെക്കോർഡ് ചെയ്യുന്നത്. പോസ് ചെയ്താണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇഫക്റ്റീവ് അവേഴ്സ് മാത്രമേ അതിൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പറയുന്ന റിവിഷൻ ക്ലാസ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 4 days എടുക്കുക, പക്ഷേ റെക്കോർഡിംഗ് നോക്കുമ്പോൾ മൊത്തം മാക്സിമം ഒരു 6 hours ഉണ്ടാവുള്ളൂ. അപ്പോൾ 6 hours കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുമോ ഈ റെക്കോർഡിംഗ്? ഇല്ല. കാരണം നിങ്ങളും ക്വസ്റ്റ്യൻ വായിക്കാൻ പറയുമ്പോൾ പോസ് ചെയ്തിട്ടായിരിക്കും വായിച്ചു വന്നിട്ടുണ്ടാവുക.
So approximately you might have taken more than 8 hours ഈ റെക്കോർഡിംഗ് അറ്റൻഡ് ചെയ്യാൻ. സോ സെയിം ലൈക്ക് ദാറ്റ് നമ്മുടെ ആപ്ലിക്കേഷനുള്ള റെക്കോർഡിംഗ്സ് അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് അറൌണ്ട് ഒരു 140 hours ഒക്കെ വരുന്ന ക്ലാസ് ആണത്. അപ്പം ഒരു കാരണവശാലും നാളെ ഇരുന്നിട്ട് ഓരോ ടോപ്പിക്കിന്റെ ക്ലാസ് കാണാമെന്ന് വിചാരിക്കരുത്. അത് ഭയങ്കര അബദ്ധമാണ്. ഓക്കെ, അത് എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ലാസ്റ്റ് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോ ടോപ്പിക് വൈസ് ഇരുന്ന് കണ്ടിട്ട് റിവൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. നമ്മൾ എല്ലാ മെയിൻ ഏരിയാസും ഈ റിവിഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ റിവിഷനിൽ ഡിസ്കസ് ചെയ്തതെല്ലാം നമ്മുടെ കോർ ഏരിയാസ് മാത്രമാണ്, അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ജസ്റ്റ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് മാത്രമാണ്. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് വീഡിയോ എടുത്തിട്ട് പോയി കാണുക. കാരണം നമ്മൾ അതിൻ്റെ അകത്ത് സേവ് ചെയ്തേക്കുന്നത് തന്നെയാണ് വീഡിയോ നെയിം, ടോപ്പിക് നെയിം, ആ ക്വസ്റ്റ്യൻ്റെ ഏരിയ. അങ്ങനെയാണ് വീഡിയോ നെയിം സേവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ പോയി കാണുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ആ സ്പെസിഫിക് ഏരിയ എവിടെയാണോ ഡൗട്ട് ഉള്ള ആ ക്വസ്റ്റ്യൻ മാത്രമേ കാണാവുള്ളൂ. അതും ക്വസ്റ്റ്യൻ ഫുള്ള് കാണരുത്. കാരണം ഒരു 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻ്റെ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഇറ്റ്സ് അറൌണ്ട് 1.5 hours to 2 hours. കാരണം അത്രയും സമയത്തിന്റെ റെക്കോർഡിംഗ് ആണത്. അപ്പോൾ അത്രയുള്ള റെക്കോർഡിംഗ് കാണുമ്പോൾ നിങ്ങളുടെ 2 മണിക്കൂർ പോയി. അപ്പോൾ അത് മൊത്തം കാണേണ്ട കാര്യമില്ല, കാരണം അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓർമ്മയില്ലാത്ത കാര്യങ്ങൾ അത് മാത്രമേ കാണാവുള്ളൂ. ഇപ്പോൾ ലാസ്റ്റ് വീക്കാണ്, അപ്പോൾ അതുപോലത്തെ ഒരു അബദ്ധം കാണിച്ചു വെക്കരുത്. അപ്പോൾ എൻ്റെ സെഷൻ അല്ല, ഏത് ഫാക്കൽറ്റിയുടെ സെഷൻ ആണെങ്കിലും ഏത് പേപ്പർ ആണെങ്കിലും ലാസ്റ്റ് ടൈം റിവൈസ് ചെയ്യുന്ന സമയത്ത് ഫുൾ ക്ലാസ് ഇരുന്ന് കാണാൻ നോക്കരുത്. നിങ്ങളുടെ സമയം വെറുതെ പോകും. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് മൊമെന്റിൽ എന്ത് ചെയ്യുക, ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ തന്നെ വെച്ചേക്കുന്ന നോട്ട്സ് വെച്ച് തന്നെ റിവൈസ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടാവുന്ന നോട്ട്സ് ഉണ്ടല്ലോ, നിങ്ങളുടെ നോട്ട്സ് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ആ നോട്ട്സ് വെച്ച് തന്നെ റിവൈസ് ചെയ്യാനായിട്ട് നോക്കുക. അതേപോലെ തന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രാക്ടീസ് 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 പ്രാക്ടീസ്. ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രാക്ടീസ്. ട്രിപ്പിൾ ഈസ് ഓൾ അബൌട്ട് പ്രാക്ടീസ്. എങ്കിൽ മാത്രമേ ടൈം മാനേജ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഇനി നമുക്കൊരു റിവിഷൻ കൂടി ഉണ്ട്. ദാറ്റ് വിൽ ബി എ ക്വിക്ക് റിവിഷൻ. നമ്മുടെ എല്ലാ ഏരിയസും പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ദാറ്റ് വിൽ ബി ഓൺ ദ അപ്കമിംഗ് വീക്ക്. പക്ഷേ ഇതിനൊക്കെ മുന്നേ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രാക്ടീസ് ഇറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ പേപ്പർ ട്രിപ്പിൾ എ. ആൻഡ് ട്രിപ്പിൾ എ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എല്ലാ ഏരിയസിനും ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെ കൊടുക്കുക. 50 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ മൊത്തം ചെയ്ത് തീർന്നിട്ട് 25 മാർക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന് വാശി പിടിക്കരുത്. 25 മാർക്കിൻ്റെ റിപ്പോർട്ടിംഗ് മൊത്തം ചെയ്ത് തീർന്നിട്ട് അടുത്ത ഏരിയയും പ്രാക്ടീസ് ചെയ്യുള്ളൂ എന്ന് വാശി പിടിക്കരുത്. ഇത് മൂന്ന് ഏരിയയിൽ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് ഫോർ ദ ഫൈനൽ എക്സാം മേക്ക് ഷുവർ ദാറ്റ് ഫൈനൽ എക്സാം എഴുതുന്ന സമയത്ത് ഒരു കാരണവശാലും ഒരു ക്വസ്റ്റ്യൻ തന്നെ മൊത്തം തീർക്കാൻ വേണ്ടിയിട്ട് വാശി പിടിച്ച് നിൽക്കരുത്. Give equal time for each question. Equal time in the sense according to the mark. മാർക്ക് നോക്കിയിട്ട് അതിനനുസരിച്ച് പ്രൊപ്പോർഷനേറ്റ് ടൈം കൊടുക്കുക ഓരോ ക്വസ്റ്റിനും. ആൻഡ് സ്പെസിഫൈഡ് ടൈം പീരീഡ് തന്നെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. എങ്കിൽ മാത്രമേ പാസ് ആവുള്ളൂ. ഞാൻ പറഞ്ഞു, പാസ് ആവാനായിട്ടുള്ള ചാൻസ് കൂടണം എന്നുണ്ടെങ്കിൽ എല്ലാ ക്വസ്റ്റിനും ഒരേ രീതിയിൽ തന്നെ ചെയ്യണം. ഒരു ക്വസ്റ്റ്യൻ സൂപ്പറായിട്ട് എഴുതിക്കൊണ്ട് ഒരിക്കലും പാസ്സാവില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും ഈ അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവണം. ട്രിപ്പിൾ എന്ന് പറയുന്ന കമ്പാരിറ്റീവ്ലി ഭയങ്കര എളുപ്പമായിട്ടുള്ള പേപ്പർ. ചിലർ ഭയങ്കര സുഖമായിട്ട് പാസ്സായി പോകും, ചിലർ ഭയങ്കര ഡിഫിക്കൽട്ടാണ് പാസ്സാവാൻ. ആൻഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രാക്ടീസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക, ഏറ്റവും പ്രോപ്പർലി പ്രാക്ടീസ് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ SBR റിവൈസ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് എല്ലാവരും ഈ അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യുക. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. സോ വി വിൽ കണ്ടിന്യൂ വിത്ത് അവർ റെഗുലർ സെഷൻസ്. ആൻഡ് അതിൻ്റെ അപ്ഡേറ്റ്സ് നമ്മുടെ ഗ്രൂപ്പിൽ ആസ് യൂഷ്വൽ ഷെയർ ചെയ്യും. അതുപോലെ തന്നെ എല്ലാവരും മോക്ക് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. ബട്ട് മോക്ക് എക്സാംസ് ഈസ് ജസ്റ്റ് പാർട്ട് ഓഫ് യുവർ ജേർണി. അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും എക്സാമിന് വരുന്നത് എന്നുള്ളത് വേണ്ടിയിട്ട് മാത്രം ചിന്തിച്ചാൽ മതി. മോക്ക് എക്സാമിന് വേണ്ടിയിട്ട് ആരും പ്രിപ്പയർ ചെയ്യേണ്ട. മോക്ക് എക്സാം ഒരു സൈഡിലൂടെ പോയിക്കോളും. നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്താൽ മതി. ഓക്കെ, ഓൾ റൈറ്റ്. സോ ഓൾ ദി വെരി ബെസ്റ്റ് എവരി വൺ. അപ്പോൾ എല്ലാവരും നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു.